ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മൗര്യൻ പീരീഡിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് UPSC സിവിൽ സർവീസ് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിലായിരിക്കും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അതിലെല്ലാം നോട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി പോളിറ്റിയുടെ കുറേ ടോപ്പിക്സ് കവർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ജോഗ്രഫിയുടെ ടോപ്പിക്സ്, കുറേ എക്കണോമിക്സിൻ്റെ ടോപ്പിക്സൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഉണ്ട്, പിന്നെ പെൻഡിങ് ആയിട്ടുള്ള ബാക്കി എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്ക്, അതുപോലത്തെ കുറച്ച് ടോപ്പിക്കുകൾ, എക്കണോമിയിലും കുറച്ച് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഷ്യൻ്റ് ഇന്ത്യയാണ്. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഓൾറെഡി നമ്മൾ 3 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് മൗര്യൻ ഏജിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏത് പീരീഡാണ്? മഹാജനപദ പീരീഡാണ്. അപ്പോൾ ടൈം ലൈൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടൈം ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോകാം. മഹാജനപദ പീരീഡിലെ ടൈം സ്കെയിൽ എന്ന് പറഞ്ഞാൽ 600 BC മുതലാണ് തുടങ്ങുന്നത്. അതിന് മുമ്പ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ നോക്കി, അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? 2700 തൊട്ട് 1800 BC വരെയാണ്. അതിനുശേഷം നമ്മൾ ഏത് നോക്കി? വേദിക് പീരീഡ് നോക്കി, 1500 മുതൽ 600 BC വരെയാണ്. ഈ വേദിക് പീരീഡിൻ്റെ അവസാനമാണ് എന്ത് ചെയ്യുന്നത്? ജനപദങ്ങളാവുന്നതും ജനപദങ്ങൾ മഹാജനപദങ്ങളാവുന്നതും. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 16 മഹാജനപദങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. അതിൽ തന്നെ അവസാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മഹാജനപദം വരും, അതാണ് മഗധ. മഗധയുടെ ഓരോ കിങ്ഡം നോക്കി, നമ്മൾ ഹരണ്യക കിങ്ഡം നോക്കി, അത് നമ്മൾ ശിശുനാഗ നോക്കി, അതിനുശേഷം നന്ദ നോക്കി. ഈ നന്ദ കിങ്ഡത്തിൻ്റെ ഏറ്റവും അവസാനത്തെ 8ാമത്തെ റൂളറായിട്ടുള്ള ധനനന്ദ കഴിഞ്ഞുള്ള ധനനന്ദയുടെ സമയത്താണ് നമ്മൾ പറഞ്ഞ അലക്സാണ്ടറിൻ്റെ ഇൻവേഷൻ നടക്കുന്നത്. അലക്സാണ്ടറിൻ്റെ ഇൻവേഷന് ശേഷം ആ സമയത്തിനെ കൗടില്യൻ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു അപ്രൈസിങ് ഉണ്ടാക്കി ധനത്തെ താഴേക്ക് ഇറക്കുന്നു എന്നാണ് മുദ്ര രാക്ഷസ എന്ന് പറയുന്ന ഒരു ബുക്കിൽ നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അതിൽ എത്ര സത്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിശാഖദത്തനാണ് ഈ മുദ്ര രാക്ഷസ എഴുതിയത്, അതും കൂടെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. വിശാഖദത്തനാണ് മുദ്ര രാക്ഷസ എഴുതിയ. അപ്പോൾ അങ്ങനെ ഒരു അപ്രൈസിങ് നടത്തി എന്താണ് തെറ്റായിട്ടുള്ള മാർഗം വഴിയാണ് കൗടില്യൻ ചന്ദ്രഗുപ്ത മൗര്യ ത്രോണിൽ കയറ്റി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിക്കലായിട്ട് എത്ര എവിഡൻസ് ഉണ്ടെന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഡൗട്ടാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ ചന്ദ്രഗുപ്ത മൗര്യ കയറിയത് തൊട്ടാണ് മൗര്യൻ പീരീഡ് തുടങ്ങുന്നത്. മൗര്യൻ പീരീഡാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ 322. അപ്പോൾ ജനറലായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നാൽ മതി. അതായത് 600 BC. 600 തന്നെ ഹരണ്യക തുടങ്ങുമ്പോൾ ഏകദേശം 544 ആ സമയമൊക്കെ ആവും. ആ സമയം മുതൽ എന്താണ് 322 വരെ ആരൊക്കെയുണ്ട്? ഹരണ്യക കിങ്ഡം, അതിനുശേഷം ശിശുനാഗ, നന്ദ. അതിനുശേഷം 322 BC ആകുമ്പോഴാണ് നമ്മുടെ മൗര്യൻ ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ടോപ്പിക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. വെറും 3 ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ഈ ടോപ്പിക് അങ്ങനെയല്ല. ഇതിൽ നിന്ന് അശോകനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇതിലൊന്ന് വരാറുണ്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൊണ്ട് നോക്കിയിട്ട് നമുക്ക് ഈ പാഠം ബാക്കി ഇതിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, മൗര്യൻ പീരീഡ് വളരെ ഇമ്പോർട്ടൻറ്റ് പീരീഡ് ആയതുകൊണ്ട് തന്നെ മൗര്യൻ പീരീഡിന് ശേഷമുള്ള പീരീഡിനെ പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്നും മൗര്യൻ പീരീഡിന് മുൻപുള്ള പീരീഡിനെ പ്രീ മൗര്യൻ പീരീഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. നമ്മൾ മഹാജനപദ പീരീഡ് നമ്മൾ ടൈറ്റിൽ പറഞ്ഞെങ്കിലും നമ്മളതിന് സിഗ്നിഫിക്കൻ്റ് ഹിസ്റ്ററിക്ക് പ്രീ മൗര്യന് മുൻപ് ഉണ്ടായിരുന്ന മൗര്യന് ശേഷം ഉണ്ടായിരുന്ന അടുത്ത് ഇനി കുറേ ഇൻവേഷൻസ് ഒക്കെ വരും. അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ഈ ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 6th സെഞ്ചുറി BC ഏറ്റവും മോസ്റ്റ് പവർഫുൾ സിറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏതാണ്? മഗധാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മഗധ എന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ കാശി സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മഗധാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻഷ്യൻ്റ് 6th സെഞ്ചുറിയിലെ സിറ്റി എന്ന് പറയുന്നത്. അടുത്ത് ഇതിലാരാണ് കണ്ടംപററി അല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബിംബിസാര, ഗൗതമ ബുദ്ധ, പ്രസഞ്ചിത്ത്. നമുക്കറിയാം, നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അജാതശത്രുവിൻ്റെ സമയത്താണ് ഗൗതമ ബുദ്ധ മരിക്കുന്നത്. ഓക്കെ, പക്ഷേ അതുപോലെ തന്നെ ബിംബിസാര സമയത്ത് ഗൗതമ ബുദ്ധ ജീവിച്ചിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രസഞ്ചിത്തും നമുക്കറിയാം. പ്രസഞ്ചിത്തുമായിട്ട് മാട്രിമോണിയൽ അലയൻസിൽ ബിംബിസാര പങ്കെടുത്തിട്ടുണ്ട്. പ്രസഞ്ചിത്തിൻ്റെ സിസ്റ്ററിനെ വിവാഹം കഴിച്ചിട്ടുണ്ട് ബിംബിസാര, കോശാലദേവി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവർ 3 പേരും ഒരുമിച്ചുള്ള ഒരേ പീരീഡിലുള്ള ആൾക്കാരാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ടൈം ലൈനിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ടൈം ലൈൻ അറിയാൻ നമുക്കറിയാം ഇത് 3 പേരും ഒരേ സമയത്തുള്ളവരാണ്. അപ്പോൾ നമുക്ക് മിലിന്ദ് എന്ന് പറയുന്നത് ഇൻഡോ ഗ്രീക്ക്, അത് പോസ്റ്റ് മൗര്യനാണ്. അപ്പോൾ നമ്മൾ മൗര്യൻ പീരീഡ് കഴിഞ്ഞ് അടുത്ത വീഡിയോ പോസ്റ്റ് മൗര്യൻ പീരീഡ് നോക്കുമ്പോൾ മിലിന്ദിനെ കുറിച്ച് നോക്കും. മിലിന്ദ് എന്ന് പറഞ്ഞാൽ മിലിന്ദ് പന്നോ എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ആ ബുക്കിൽ മിനന്തർ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പുള്ളിയാണ് ഉദ്ദേശിക്കുന്നത്. മിനന്തർ എന്ന് പറഞ്ഞ രാജാവിനാണ് മിലിന്ദ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പോസ്റ്റ് മൗര്യൻ, അപ്പോൾ 1st സെഞ്ചുറി AD ഒക്കെ സമയത്താണ് പുള്ളിയുടെ സ്റ്റോറി വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നോക്കിയാൽ മതി. 1st സെഞ്ചുറി 2nd സെഞ്ചുറി ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? C ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതിൽ ചേരാത്ത ആൾ മിലിന്ദാണ്. അടുത്ത് ശുംഗ ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ആയപ്പോലും ഇത് നമുക്ക് പോസ്റ്റ് മൗര്യൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ശുംഗ ഡൈനാസ്റ്റിയുടെ മകൻ്റെ
ഫൗണ്ടറായിട്ടുള്ള ശുംഗ ഡൈനസ്റ്റിയുടെ ഫൗണ്ടറിൻ്റെ മകനുമായിട്ട് ബന്ധപ്പെട്ട ആൻഷ്യൻറ്റിലെ ബുക്ക് ഏതാണ്? അതിൻ്റെ ആൻസർ മാളവിക അഗ്നിമിത്രമാണ്. പക്ഷേ എന്താണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പോസ്റ്റ് മൗര്യൻ പീരീഡിൽ നോക്കാം. ആ സമയത്താണ് ഇവരുടെ ശുംഗ ഡൈനസ്റ്റിയിലൊക്കെ വരുന്നത്. അതായത് മൗര്യൻ ഡൈനസ്റ്റിക്ക് ശേഷം വരുന്ന ഡൈനസ്റ്റിയാണ് ശുംഗ ഡൈനസ്റ്റി, അതുപോലെ തന്നെ കാൺവ ഡൈനസ്റ്റിയൊക്കെ. അപ്പോൾ നമുക്കത് അവിടെ നോക്കാം. ഓക്കെ, നമുക്ക് ബാക്കി മൗര്യൻ ഡൈനസ്റ്റിയുടെ സ്റ്റോറിയിലേക്ക് പോവാം. BC 322 മുതലാണ് മൗര്യ കിങ്ഡം തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് കിങ് എന്ന് പറഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യയാണ്. ചന്ദ്രഗുപ്ത മൗര്യ എങ്ങനെയാണ് രാജാവായതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ വേറൊരു സ്റ്റോറിയും കൂടി ഇതിൽ പറയുന്നുണ്ട്. അതായത് നന്ദ, അത് അവസാനത്തെ റൂളറായിട്ടുള്ള ധനനന്ദയുടെ മകനാണ് മൗര്യൻ എന്നൊരു സ്റ്റോറിയും ഉണ്ടെന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ ഓരോ ഇതിലൊന്നും ഉറപ്പില്ലാത്ത കുറച്ച് സ്റ്റോറികളാണ്. കാരണം നമുക്കറിയാം ഈ കൗടില്യൻ അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം എഴുതിയപ്പോൾ കൗടില്യൻ കുറേ നിയമങ്ങൾ, സ്ലേവ്സിനെ കുറിച്ച് കുറേ നിയമങ്ങൾ പറയുന്നുണ്ട്. കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ സ്ലേവ്സിൻ്റെ നിയമങ്ങൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ലേവിന് ഒരു രാജാവുമായിട്ട് ഒരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ, ആ മകന് രാജാവിൻ്റെ എല്ലാ റൈറ്റുകളും, രാജാവാനുള്ള എല്ലാ അധികാരവും കൊടുക്കുന്നു എന്നൊരു പോയിന്റ് പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി എല്ലായിടത്തും ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെ താഴ്ന്ന വർഗ്ഗത്തിൽപ്പെട്ട ജാതി സിസ്റ്റം എന്ന് പറയില്ല, വർണ്ണ സിസ്റ്റമാണ് അപ്പോഴും നിലനിന്നത്. അപ്പോൾ താഴത്തെ വർണ്ണത്തിലുള്ള ഒരാളെ സാധാരണ പൊക്കി പറയാത്ത ഈ ഒരു ആ സമയത്ത് ആ നിയമത്തിൽ മാത്രം അവർ രാജാവിൻ്റെ അതേ പദവി ഒരു സ്ലേവിന് കൊടുക്കുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, സ്ലേവിന് കൊടുക്കുന്നു എന്നൊരു കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇവിടെ ഒരു കഥ, അതുകൊണ്ട് തന്നെ ഒരു കഥയുണ്ട്. അവിടെ ഉണ്ടായിരുന്നു ധനനന്ദയുടെ സ്ലേവായിട്ടുള്ള മൗര്യയുടെ മകനാണ് മൗര്യൻ എന്നൊരു കഥയും കൂടെ അവിടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് സ്ലേവ് റൂൾസിൽ തന്നെ കുറച്ച് ലീനിയൻസി അതുകൊണ്ട് ആര് കൊടുക്കുന്നുണ്ട്? കൗടില്യം കൊടുക്കുന്നതായിട്ട് കാണാം. ഈ സ്ലേവ്സിനെ കുറിച്ചൊരു ക്വസ്റ്റ്യനും എന്ത് ചെയ്യുന്നു UPSC 2022 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. സ്ലേവ്സിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ഞാൻ താഴോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സ്ലേവ്സ് എന്ന് പറയുമ്പോൾ അവിടെ അവർ വർണ്ണ സിസ്റ്റത്തിലുള്ള ആരെയും സ്ലേവായിട്ട് കണക്കാക്കാറില്ല. അതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അതായത് വർണ്ണ സിസ്റ്റത്തിൽ 4 പേരുണ്ട്. ആരൊക്കെയുണ്ട്? ബ്രാഹ്മണർ, വൈശ്യർ, പിന്നെ ക്ഷത്രിയർ, ബ്രാഹ്മൺ, ക്ഷത്രിയർ, വൈശ്യർ, പിന്നെ ശൂദ്രൻ. അങ്ങനെ 4 കാറ്റഗറി ഉണ്ട്. ഈ 4 കാറ്റഗറിയിലും പെടാത്ത അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ റിലീജിയൻ്റെ വെളിയിലുള്ള നോൺ ആര്യൻ കമ്മ്യൂണിറ്റി ആയിരിക്കും. ആര്യൻ വർഗ്ഗത്തിലല്ലാത്ത വേറെ ആൾക്കാരാണ്, ഇന്ത്യയിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അവരെയാണ് സാധാരണ സ്ലേവ്സ് ആയിട്ട് എടുക്കാറുള്ളത്. ഓക്കെ, അല്ലാതെ ഈ വർണ്ണ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ആൾക്കാരെ സ്ലേവ്സ് ആയിട്ട് എടുത്തില്ല. നോൺ ആര്യനായിട്ടുള്ള അല്ലെങ്കിൽ നോൺ ബ്രാഹ്മണിക്കലായിട്ടുള്ള ആൾക്കാരായിരിക്കും സ്ലേവ്സ് ആയിട്ട് എടുക്കാറുള്ളത്. പിന്നെ ട്രൈബൽ പീപ്പിളിനെ സ്ലേവ്സ് ആയിട്ട് എടുക്കാറുണ്ട്. പിന്നെ ഫോറിനേഴ്സിനെ മ്ലേച്ച് എന്നാണ് വിളിക്കുന്നത്. മ്ലേച്ചാസിനെ എന്ത് ചെയ്യാറുണ്ട്? ഫോറിനേഴ്സിനെയും സ്ലേവ്സ് ആയിട്ട് എടുക്കാറുണ്ട്. ഈ 4 വർണ്ണ സിസ്റ്റത്തിലുള്ള ആൾക്കാരെ എടുക്കാറില്ല. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്. ഇനി നമുക്ക് ബാക്കി നോക്കാം എന്തൊക്കെയാണ് പൊളിറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ മൗര്യൻ പീരീഡ് നടന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ധനനന്ദയെ കീഴടക്കിക്കൊണ്ട് മൗര്യൻ എംപയർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യ റൂൾ എടുക്കുന്നു. ചന്ദ്രഗുപ്ത മൗര്യയാണ് ആര്യവർദ്ധ കംപ്ലീറ്റ് ആയിട്ട് റൂൾ ചെയ്ത ആദ്യത്തെ രാജാവ്. ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ ഹരണ്യക ഡൈനാസ്റ്റി തൊട്ട് പറഞ്ഞതാണ് എന്താണ് മഗധയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. മഗധ ബാക്കിയുള്ള അടുത്തുള്ള എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി ഓരോ കിങ്ഡം വരുന്നതിന് ശേഷവും അവരുടെ എംപയർ കൂടി വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൂടി ചന്ദ്രഗുപ്ത മൗര്യയുടെ സമയമായപ്പം അത് ആര്യവർദ്ധ വരെ എത്തി. ആര്യവർദ്ധ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻ ഒരുമിച്ച് പറയുന്ന പേരാണ് ആര്യവർദ്ധ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യുദ്ധം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. സെലൂക്കസ് നിക്കേറ്ററുമായിട്ടുള്ള വാർഫെയറിനെ കുറിച്ച് ചന്ദ്രഗുപ്ത മൗര്യയുടെ. അത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, അതേതാണ് വാർഫെയർ? നമുക്കറിയാം ഈ ഒരു അലക്സാണ്ടറിൻ്റെ ഇൻവേഷൻ നടത്തുന്ന സമയത്ത് ഇൻവേഷൻ നടത്തിയിട്ട് പോയപ്പോൾ ആ ഒരു ഏരിയ ഗാന്ധാര അതുപോലെ തന്നെ കമ്പോജ് പോലത്തെ ഏരിയാസിനെ റൂൾ ചെയ്യാൻ വേണ്ടി സെലൂക്കസ് നിക്കേറ്ററുടെ കയ്യിലാണ് കൊടുത്തിട്ട് പോയത്. അപ്പോൾ ഈ സെലൂക്കസ് നിക്കേറ്റർ എന്ന് ഈ സ്ഥലം പിടിച്ചെടുത്ത ആരെന്ന് വെച്ചാൽ അത് ചന്ദ്രഗുപ്ത മൗര്യയാണ്. അങ്ങനെ ആ സ്ഥലവും ചന്ദ്രഗുപ്ത മൗര്യയുടെ പേരിലായി. അപ്പോൾ നോർത്ത് ഇന്ത്യ കംപ്ലീറ്റ് അങ്ങനെയാണ് ചന്ദ്രഗുപ്ത മൗര്യയുടെ പേരിലാവുന്നത്. അപ്പോൾ ഈ സ്ഥലം പിടിച്ചെടുക്കുന്ന സമയത്ത് സെലൂക്കസ് നിക്കേറ്റർ വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ കീഴടക്കാൻ വളരെ ബുദ്ധിമുട്ടി. ഈ ബുദ്ധിമുട്ടിയ സമയത്ത് എന്താണ് ജനങ്ങളുടെ എല്ലാ റിസോഴ്സുകളും അവിടെ തീരുകയും അവസാനം ഒരു ഫാമൈൻ വന്ന് നിൽക്കുകയും ചെയ്യും. ആർക്കും ഭക്ഷണമില്ല. അങ്ങനെ ഫാമൈൻ വന്ന് മരണത്തിലേക്ക് ആൾക്കാർ പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്തത്? ചന്ദ്രഗുപ്ത മൗര്യയ്ക്ക് മനസ്സിലായി ഞാൻ ചെയ്ത് തെറ്റാണ്. കാരണം സ്വന്തം ജനങ്ങൾക്ക് ഫുഡില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ അദ്ദേഹം എഴുതി. എവിടെയൊക്കെ ഗ്രാനറികൾ നിർമ്മിക്കണം, എങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഫുഡ് എത്തിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് പറയുന്ന ഇൻസ്ക്രിപ്ഷനാണ്, കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനാണ് സഹഗുര കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ സഹഗുര എന്ന് പറഞ്ഞ ഒരു കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനാണ്. അപ്പോൾ ആ ഒരു ഗ്രാനറികളെ കോഷ്ടകാര എന്നാണ് വിളിക്കുന്നത്, കോഷ്ടകാര. അപ്പോൾ ഈ കോഷ്ടകാര വെച്ചിട്ടാണ് ഈ ഫേമേനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചന്ദ്രഗുപ്ത മൗര്യ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സെലൂക്കസ് നിക്കേറ്ററുമായിട്ട് വാർഫെയർ കാരണം ഫാമൈൻ വരുന്നു. ഫാമൈൻ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്
കോഷ്ടകാര നിർമ്മിക്കുന്ന ഈ കോഷ്ടകാരയുടെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? സ്വഹപുര കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ചന്ദ്രഗുപ്ത മൗര്യ എഴുതിയ ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കഥ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ജൈനിസം ബുദ്ധിസം എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ ലെക്ചർ നമ്പർ 2 ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ലെക്ചർ നമ്പർ 3 ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ബാക്കിയുള്ള ഈ ഒരു ഫേമൈൻ വരികയും ചന്ദ്രഗുപ്ത മൗര്യനും അതുപോലെ തന്നെ ഭദ്രബാഹു ഒക്കെ കൂടെ എവിടെ പോയി? സൗത്ത് ഇന്ത്യയിൽ പോയിട്ട് അവിടെ വച്ച് നടന്ന കാര്യങ്ങളൊക്കെ എന്താണ്? അവിടെ മതം ഈ ഒരു ജൈനിസം ഏറ്റെടുക്കുകയും ജൈനിസം ഏറ്റെടുത്തുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യ അവസാനം സാലേഖന ചെയ്യുന്ന കഥയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അത് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആ കഥയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യം വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. വീഡിയോയുടെ ലെങ്ത് ഓൾറെഡി കൂടും, ഇതായിട്ട് ഞാൻ കൂട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് രാജാവ് ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയിലെ മകനാണ് ബിന്ദുസാര. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെച്ച്. ചന്ദ്രഗുപ്ത മൗര്യയുടെ മകനാരാണ്? ബിന്ദുസാര. അപ്പോൾ പേരുകളൊക്കെ നിങ്ങൾക്ക് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇത് ഓർക്കാനുള്ള ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. കാരണം ബിന്ദുസാര നമുക്ക് തിരിഞ്ഞു പോകണം ആരാന്ന് ചോദിച്ചാൽ ആദ്യത്തെ രാജാവ് ബിംബിസാരയുമായിട്ട് തിരിഞ്ഞു പോകാം. ഓക്കെ, ബിംബിസാര എന്ന് പറഞ്ഞാൽ ഹരണ്യക ഡൈനാസ്റ്റിയുടെ റൂളറാണ് ഫസ്റ്റ്. അതായത് മഗധ റൂൾ ചെയ്ത ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റി ആയിട്ടുള്ള ഹരണ്യക ഡൈനാസ്റ്റിയുടെ ആദ്യത്തെ റൂളറാണ് ബിംബിസാര. അതിൻ്റെ ഫൗണ്ടറാണ് ബിംബിസാര എന്ന് പറയുന്നത്. പക്ഷേ ബിന്ദുസാര എന്ന് പറഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മകനാണ്. ഇത് ഓർത്ത് വെച്ചിരിക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞുതരാം. ഒരു കഥയുണ്ട്. അതായത് നമ്മുടെ കൗടില്യൻ അഥവാ ചാണക്യൻ എന്ന് പറയുന്ന കൗടില്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സുകളൊക്കെ ഫേമസ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി പ്രയോഗങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതിൽ അദ്ദേഹം പോയിസൺ അല്ലെങ്കിൽ വിഷം വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കറിയാം, അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെല്ലാം കൂടെ രാജാവിനെ, അല്ലെങ്കിൽ കിങ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കിങ് ആരാണ്? കൗടില്യൻ്റെ കോർട്ടിലുള്ള കിങ് ചന്ദ്രഗുപ്ത മൗര്യയാണ്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനെ കൊല്ലാൻ വേണ്ടി ഇഷ്ടം പോലെ പേരെന്ത് ചെയ്യും? വിഷങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പം വിഷം കഴിച്ച് പുള്ളി മരിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഫുഡ് കഴിക്കുമ്പോൾ വിഷത്തിൻ്റെ ഒരു ലോ ഡോസ്, ചെറിയ ഡോസായിട്ട് എന്ത് ചെയ്യും? ചന്ദ്രഗുപ്ത മൗര്യന് നമ്മുടെ കൗടില്യൻ അഥവാ ചാണക്യൻ വിഷം ചെറിയ ഡോസിൽ തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം പോലും അറിയാതെ അത് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാം? ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കുക, ഈ വിഷത്തിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാനാണ് ഇങ്ങനെ കൊടുത്തത്. പക്ഷേ ഒരു ദിവസം ചന്ദ്രഗുപ്ത മൗര്യയുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് വൈഫ് അടുത്ത് നിന്നിരുന്നപ്പോൾ ഈ ഫുഡ് ചന്ദ്രഗുപ്ത മൗര്യ ആർക്ക് കൊടുത്തു? വൈഫിന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ വൈഫിന് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് പോയിസൺ വരികയും അങ്ങനെ പോയിസൺ വന്ന് മരിക്കാറായി. കാരണം ഈ ചെറിയ ലോ ലെവൽ പോയിസൺ ആണെങ്കിലും അത് ചന്ദ്രഗുപ്ത മൗര്യയ്ക്ക് മാത്രമേ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ. കാരണം പുള്ളി ഡെയിലി ഫുഡിൽ അത് കഴിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയ വൈഫ് അത് കഴിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇൻഫെക്ഷൻ പോലെ വരികയും അവസാനം ഈ ഭാര്യ മരിക്കുമെന്ന് ഉറപ്പായി. ആ സമയത്ത് അവരുടെ ഗർഭാശയം കീറി മുറിച്ചാണ് കുട്ടി എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ വിഷത്തിൽ നിന്ന് വന്നവൻ എന്നൊരർത്ഥത്തിലാണ് ബിന്ദുസാര. ബിന്ദു എന്ന് പറയുമ്പോൾ ഡ്രോപ്പ്, സാര എന്ന് പറയുമ്പോൾ പോയിസൺ. ഡ്രോപ്പ് ഓഫ് പോയിസണിൽ നിന്ന് വന്നവൻ എന്നൊരർത്ഥമാണ് ബിന്ദുസാര എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കഥ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പേര് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു പോകാതിരിക്കുക. ബിന്ദുസാരയും ബിംബിസാരയും എന്ത് ചെയ്യുക? തിരിഞ്ഞു പോകാതിരിക്കുക. ഓക്കെ, അതാണ് കഥ. ബിന്ദുസാര എന്ന് പറഞ്ഞാൽ അതാണ് രണ്ടാമത്തെ റൂളർ. അദ്ദേഹത്തിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ അമിത്രഘട്ട് അല്ലെങ്കിൽ അമിത്രോചാട്സ് എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന മറ്റൊരു പേര്. അമിത്രഘട്ട് അതുപോലെ തന്നെ അമിത്രോചാട്സ് എന്ന് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. അദ്ദേഹം സിറിയയുമായിട്ട് ഫോറിൻ കോൺടാക്ട് നടത്തിയൊരു വ്യക്തിയാണ്. സിറിയയുമായിട്ട് ഇഷ്ടംപോലെ നല്ല റിലേഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം സിറിയയിലുള്ള ആൻറ്റിയോക്കസ് I എന്ന് പറഞ്ഞ രാജാവിൻ്റെ അടുത്ത് സ്വീറ്റ് വൈൻ, ഡ്രൈ ഫിഗ്, സോഫിസ്റ്റ് ഇങ്ങനെ 3 സാധനങ്ങൾ ചോദിച്ചു. സ്വീറ്റ് വൈനും പിന്നെ ഡ്രൈ ഫിഗ് കഴിക്കാനുള്ളതും, സോഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഫിലോസഫറിൻ്റെ ഒരു പേരാണ് സോഫിസ്റ്റ്. പക്ഷേ ബാക്കി 2 കാര്യങ്ങൾ സ്വീറ്റ് വൈനും ഡ്രൈ ഫിഗും അദ്ദേഹം തിരിച്ച് കൊടുത്തു വിട്ടു. ആർക്ക് കൊടുത്തു അയച്ചു? ബിന്ദുസാരയ്ക്ക് കൊടുത്തു. പക്ഷേ സോഫിസ്റ്റ് മാത്രം കൊടുത്തില്ല. കാരണം അവരുടെ ഗ്രീക്കിലുള്ള നിയമം വെച്ചിട്ട് സിറിയയിലുള്ള നിയമം വെച്ചിട്ട് എന്താണ്? ഇതേപോലെ ഫിലോസഫറിനെ അങ്ങനെ പബ്ലിക്കായിട്ട് കൈമാറ്റി അവർ ചെയ്യാറില്ല. അതുകൊണ്ട് അവർ കൊടുത്തില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ 2 കാര്യം കൊടുത്തു. അങ്ങനെ ഫോറിൻ റിലേഷൻസ് നന്നായിട്ട് ഉണ്ടായിരുന്നു എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെനിൻസുലർ ഏരിയയിലുള്ള സ്ഥലങ്ങളും കുറേ കീഴടക്കി, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോട്ടുള്ള കുറേ ഏരിയാസും കീഴടക്കി ബിന്ദുസാര എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി ചന്ദ്രഗുപ്ത മൗര്യ ആര്യവർദ്ധ കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യ കംപ്ലീറ്റ് കീഴടക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബിന്ദുസാര സൗത്ത് ഇന്ത്യയുടെ ഏരിയാസും കീഴടക്കി എന്ന് പറയുന്നു. അപ്പോൾ ഓൾറെഡി ഏകദേശം ഇന്ത്യയുടെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കീഴിൽ വന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യരെ അവിടെ ഉണ്ടായിരുന്ന കോർട്ടിലുണ്ടായിരുന്ന അംബാസിഡറാണ്, അംബാസിഡറുടെ പേര് ഉണ്ട്. അതുപോലെ ബിന്ദുസാരയുടെ അംബാസിഡറാണ് ഡൈമച്ചോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഡൈമച്ചോസ് എന്ന് പറയുന്ന ബിന്ദുസാരയുടെ അംബാസിഡറാണ്. പിന്നെ ചന്ദ്രഗുപ്ത മൗര്യയുടെ അംബാസിഡറിൻ്റെ പേരും കൂടെ ഓർത്ത് വയ്ക്കുക. ഞാൻ ഓർത്തില്ല. ഇത് സംഭവം മെഗസ്തനീസ് ആണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വയ്ക്കുക. മെഗസ്തനീസിനെ കുറിച്ച് നമ്മൾ താഴോട്ട് പോകാൻ പഠിക്കും. അദ്ദേഹത്തിൻ്റെ പോളിസി, അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഇൻഡിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബുക്കിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഫാക്റ്റും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ചന്ദ്രഗുപ്ത മൗര്യയിലെ കോർട്ടിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഗ്രീക്ക് അംബാസിഡർ ആയിട്ടുള്ള മെഗസ്തനീസ് ആണ്. ബിന്ദുസാരയുടെ കോർട്ടിൽ ഉണ്ടായിരുന്ന ആരെന്ന് വെച്ചാൽ ഗ്രീക്ക് അംബാസിഡർ ആയിട്ടുള്ള
ഡൈമറ്റോസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ബിന്ദുസാര അജീവിക സെക്റ്റിൽ ജോയിൻ ചെയ്തു എന്നുള്ള പറയുന്നുണ്ട്. അജീവിക സെക്റ്റ് എന്താണ്, ചാർവക എന്താണ് എന്ന് ബുദ്ധിസം ജൈനിസത്തിൻ്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് ഞാൻ പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ഫിലോസഫി എന്താണെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത് ബിന്ദുസാരയുടെ മകനാണ് അശോകൻ. അശോകൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 269 BC മുതൽ 232 BC വരെ. 232 എന്നുള്ളതാണ് അവസാനത്തെ പീരീഡ്. ഓക്കെ, അതായത് 3 ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇനിയുള്ള റൂളേഴ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ലേറ്റർ മൗര്യസ് എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ ബാക്കിയുള്ള മൗര്യൻസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല. അശോകൻ്റെ കാര്യമാണ് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ 3 റൂളേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൗര്യൻ ഡൈനസ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അശോകൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം തക്ഷശിലയുടെ വൈസ്രോയ് ആയിട്ടാണ് ആദ്യം പ്രവർത്തിച്ചിരുന്നത്. പിന്നെയാണ് അദ്ദേഹം രാജാവുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ കൂടി കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ കീഴടക്കി വെച്ചിരുന്നു. ഇനി ഒരു കിങ്ഡം മാത്രമേ കീഴടക്കം ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഉത്തർ കലിംഗ അഥവാ കലിംഗ റീജിയൻ. ഒറീസ വരുന്ന കലിംഗ ഏരിയ മാത്രമേ കീഴടക്കം ഉണ്ടായിരുന്നുള്ളൂ. അതാര് കീഴടക്കി? അത് അശോകൻ കീഴടക്കി. അശോകൻ ഇഷ്ടം പോലെ വാർഫെയറും അതേപോലെ തന്നെ ബ്ലഡ് ഷെഡും ഒക്കെ കണ്ട്, ഇഷ്ടം പോലെ ബ്ലഡൊക്കെ കണ്ട് മനസ്സലിഞ്ഞ് സമാധാനത്തിലോട്ടൊക്കെ പോയെന്നൊക്കെ പറയുന്നത് ദൗലി ഇൻസ്ക്രിപ്ഷനിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഉത്തർ കലിംഗയിലുള്ള യുദ്ധം നടന്ന് ഇഷ്ടം പോലെ ബ്ലഡ് കണ്ട് സമാധാന മാർഗത്തിലേക്ക് പോയെന്ന് പറയുന്നതാണ്. ഏത് ഇൻസ്ക്രിപ്ഷനിലാണെന്ന് ചോദിച്ചാൽ അത് ദൗലി ഇൻസ്ക്രിപ്ഷനിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണ്. പക്ഷേ എന്താണ് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, കാരണം ഓൾറെഡി ഇന്ത്യയിലുള്ള കംപ്ലീറ്റ് ടെറിട്ടറി അവർ കീഴടക്കി കഴിഞ്ഞു. ഇനി കീഴടക്കാൻ ടെറിട്ടറി ഇല്ല സത്യം പറഞ്ഞാൽ. അതൊരു കാരണമാണ്. കംപ്ലീറ്റ്ലി ഇതിലെത്ര സത്യം ഉണ്ടെന്നുള്ളത് എന്താണ്, അദ്ദേഹം ഭയങ്കര സമാധാന മാർഗത്തിൽ പോയെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ്റെ എന്താണ്, അദ്ദേഹം ഒരു രാജാവാണ്, ഒരു വലിയ കിങ്ഡം അദ്ദേഹത്തിന് നോക്കാനുണ്ട്. ഒരിക്കലും ഫുൾ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കണമെന്നില്ല അവിടുത്തെ റൂള്. എന്നിരുന്നാൽ പോലും കമ്പാരിറ്റീവ്ലി പീസ്ഫുൾ ആയിരുന്നു, കാരണം എല്ലാ സ്ഥലവും കീഴടക്കി. ഇനി അതിനെങ്ങനെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാമെന്നുള്ള കാര്യമാണ് അശോകൻ നോക്കിയത്. അതുകൊണ്ട് അങ്ങനെ എടുത്ത പോളിസിയാണ് അശോകൻ്റെ ദമ്മ പോളിസി, അശോകാസ് പോളിസി ഓഫ് ദമ്മ. ഇത് ബുദ്ധിസ്റ്റ് ദമ്മയുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അതായത് ബുദ്ധൻ്റെ മെസ്സേജുകളെ നമ്മൾ ദമ്മ എന്ന് വിളിക്കാറുണ്ട്. അത് വേറെ, ഇത് വേറെ. ഇത് അശോകൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാണിങ്സ് ആണ് സത്യം പറഞ്ഞാൽ ഈ ദമ്മ എന്ന് പറഞ്ഞാൽ. വാണിങ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഫുൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, പക്ഷേ എല്ലാവരും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ബിഹേവ് ചെയ്യണം, സമാധാനപരമായിട്ട് പോകണം, തമ്മിൽ ഫൈറ്റ് ചെയ്യരുത്, ആവശ്യമില്ലാത്ത ഗ്യാതറിങ്ങുകൾ നടത്തരുത്. അങ്ങനെയൊക്കെയുള്ള കുറേ മെസ്സേജുകളാണ് ഈ ദമ്മ വഴി അദ്ദേഹം സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ സ്പ്രെഡ് ചെയ്തത് പല രീതിയിൽ അദ്ദേഹം സ്പ്രെഡ് ചെയ്തു. ഒരു രീതി എന്ന് പറഞ്ഞാൽ റോക്ക് എഡിക്റ്റുകളെന്ന് പറയും. റോക്ക് എഡിക്റ്റ് എന്ന് പറഞ്ഞാൽ റോക്കിൽ തന്നെ കുറേ വരിയായിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ എഴുതി പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുവയ്ക്കുന്ന റോക്ക് അഡിക്റ്റുകളുണ്ട്. പിന്നെ പില്ലർ അഡിക്റ്റ് ഉണ്ട്. പില്ലർ അഡിക്റ്റ് എന്ന് പറയും, പില്ലറിൽ അദ്ദേഹം കാർവ് ചെയ്ത് വയ്ക്കും അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. ഈ റോക്ക് അഡിക്റ്റ് തന്നെ മേജറായിട്ട് കുറച്ച് റോക്ക് അഡിക്ട്സ് ഉണ്ട്, പിന്നെ മൈനറായിട്ടുള്ള റോക്ക് അഡിക്ട്സ് ഉണ്ട്. ഈ പില്ലറിൽ തന്നെ മേജറും മൈനറും ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. ബേസിക്കായിട്ട് നിങ്ങളിത് മനസ്സിലാക്കി. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ അദ്ദേഹം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചത്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ബിഹേവ് ചെയ്തു, ഞാൻ ഇവിടുത്തെ രാജാവാണ്, നിങ്ങൾ ആവശ്യമില്ലാതെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ ഇതിനെതിരെയുള്ള നടപടി എടുക്കും എന്നുള്ള മെസ്സേജുകളാണ് സത്യം പറഞ്ഞാൽ ആ ദമ്മയിൽ കൂടെ കൊടുക്കുന്നത്. ഓക്കെ, അദ്ദേഹം അതിൽ കൂടെ പറഞ്ഞതാണ് പീസ് തന്നെയാണ് പറഞ്ഞത്, എല്ലാവരും സമാധാനപരമായി ഇരിക്കുക എന്നുള്ള കാര്യം. കാരണം അദ്ദേഹത്തിന് സ്റ്റേബിളായിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ടുപോകണം. അവിടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് കൊണ്ടുപോകാൻ പാടാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള മെസ്സേജുകളാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ ലേറ്റർ വേദിക് പീരീഡ് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞതാണ് ഡിവിനിറ്റി ഓഫ് കിൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച്. ഡിവിനിറ്റി ഓഫ് കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ രാജാവ് സാധാരണ ജനങ്ങളെ പോലെയല്ല, അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അടുത്ത പദവിയാണുള്ളത്, ദൈവത്തിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിന് ഉള്ളതെന്ന് പറഞ്ഞു. അതിന് നമ്മൾ രാജസൂയ എന്ന് പറഞ്ഞ സാക്രിഫൈസ് പോലത്തെ സെറിമണീസിനെ വെച്ച് ഞാൻ പറഞ്ഞതാണ് രാജസൂയ. ഓക്കെ, അത് ലേറ്റർ വേദിക് പീരീഡിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട അതേ സെയിം പ്രിൻസിപ്പൽ ആരുപയോഗിക്കുന്നുണ്ട്, അശോകൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം സ്വയം വിളിച്ച പേര് ദേവം പിയദാസി എന്നൊരു പേരാണ് വിളിച്ചത്. അത് ബിലോഡ് ഓഫ് ഗോഡിൻ്റെ അടുത്ത ആൾ എന്നൊരു അർത്ഥത്തിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ജനങ്ങൾ സാധാരണ ഈ രാജാവിനെതിരായതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പോകില്ല. കാരണം അദ്ദേഹം സാധാരണ ഒരാളല്ല, അദ്ദേഹം ദൈവത്തിൻ്റെ അടുത്ത ആളാണ്. അപ്പോൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിൻ്റെ നാശനഷ്ടം പിന്നീട് വരും എന്നൊരു പേടി അവർക്കെപ്പോഴും ഉണ്ട്. ഇത് പിന്നീടുള്ള രാജാക്കന്മാരും, ഇനി അശോകൻ കഴിഞ്ഞുള്ള പിന്നീടുള്ള ഇഷ്ടംപോലെ രാജാക്കന്മാരും ഈ സെയിം കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വരുമ്പോൾ നമുക്കതവിടെ നോക്കാം അവരുപയോഗിക്കുന്ന പേരുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് ബേസിക്കായിട്ട് അശോകനുമായിട്ട് പഠിച്ചിരിക്കേണ്ട മെയിൻ പോയിന്റ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ആരോ കീഴിലായി, ഒരു എംപയറിൻ്റെ കീഴിലായത് അശോകൻ്റെ കീഴിലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ചന്ദ്രഗുപ്ത മൗര്യ നോർത്ത് ഇന്ത്യ കംപ്ലീറ്റ് പിടിച്ചെടുത്തു, അടുത്ത് ബിന്ദുസാര പിടിച്ചെടുത്തു, ബാക്കിയുള്ള സൗത്ത് ഇന്ത്യയിലെ കുറേ ടെറിട്ടറി പിടിച്ചെടുത്തു, പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഉത്കൽ കലിംഗ അശോകൻ പിടിച്ചെടുത്തു. അങ്ങനെ അശോകൻ്റെ കീഴിൽ കംപ്ലീറ്റ് ഇന്ത്യ അറ്റ് ഹിസ് ഫുഡ് സ്റ്റെപ്സ് എന്ന് പറയാം, അല്ലേ? കംപ്ലീറ്റ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത രാജാവാരെന്ന് വെച്ചാൽ അത് അശോകനാണ്. കൺട്രോൾ ചെയ്തതെന്ന് മാത്രമല്ല, ഏറ്റവും നന്നായിട്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്തൊരു രാജാവാണ് അശോകൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് അശോകന് ശേഷമുള്ള പിന്നീടുള്ള രാജാക്കന്മാർ അത്ര ഫേമസ് അല്ല, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തുള്ളതെന്ന് പറയുന്നത് എന്താണ്, ഈ അശോകൻ്റെ മകൻ എംപയർ
ഈസ്റ്റേൺ പാർട്ട് വെസ്റ്റേൺ പാർട്ടായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ആയിപ്പോയി. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. വിഷ്ണു പുരാണം എന്ന് പറഞ്ഞാൽ ഗുപ്ത പീരീഡിൽ ഇറങ്ങിയ ഒരു ബുക്കാണ് വിഷ്ണു പുരാണം, ഗുപ്ത പീരീഡ്. ഓക്കെ, അപ്പോൾ ഈ ഗുപ്ത പീരീഡിലെ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് എന്താണ്, അതിന് മുൻപുള്ള രാജാക്കന്മാരുടെ ചരിത്രമാണ് ആ ബുക്കിൽ പറയുന്നത്. ഓക്കെ, പുരാണങ്ങളിലെ ആ ഒരു രാജാമാരുടെ ചരിത്രമാണ് പറഞ്ഞത്, വിഷ്ണു പുരാണത്തിൽ അതിനെ പറയുന്നത്. അപ്പോൾ 7 സക്സസേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അശോകൻ്റെ. അതായത് അശോകൻ ഭരിച്ചിരുന്ന പാട്ലിപുത്രയിൽ നിന്ന് തന്നെ ഭരിച്ച 7 സക്സസേഴ്സ് പിന്നീട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 7ാമത്തെ സക്സസറാണ് ബൃഹദ്രഥ. ബൃഹദ്രഥയെ അദ്ദേഹത്തിൻ്റെ കമാൻഡറായിട്ടുള്ള പുഷ്യമിത്ര ശുങ്കനാണ് കൊല്ലുന്നതെന്ന് പറയുന്നുണ്ട് 188 BC. ഓക്കെ, 232 അശോകൻ്റെ റൂൾ തീരുന്നത്. പിന്നീട് കുറച്ച് കാലം കൂടെ അത് മുന്നോട്ട് പോയി, വലിയ കാലം പോയില്ല, 50 വർഷം പോലും അടുപ്പിച്ച് പോയില്ല. 50 വർഷം ആയപ്പോൾ തന്നെ 7ാമത്തെ രാജാവായിട്ടുള്ള ബൃഹദ്രഥയെ ആര് കൊല്ലുന്നു? പുഷ്യമിത്ര ശുങ്കൻ കൊല്ലുന്നു. അങ്ങനെ മൗര്യൻ എംപയർ അവിടെ തീരുന്നു. പിന്നെ ശുങ്ക ഡൈനാസ്റ്റിയാണ് പിന്നെ വരുന്നത്. ഓക്കെ, ശുങ്ക ഡൈനാസ്റ്റി വരുമ്പോൾ തന്നെ അത് പേര് ശിശുനാഗ ഡൈനാസ്റ്റി വേറെ നമ്മളൊരെണ്ണം പഠിച്ചു, അതിലും ഉണ്ട്. അതുകൊണ്ട് അതുമായിട്ട് തിരിഞ്ഞു പോകരുത്. അതെവിടെയാണ്? അത് അപ്പുറത്താണ്, ഹരണ്യകയിലാണ്. ഹരണ്യക, ശിശുനാഗ, നന്ദ ഡൈനാസ്റ്റി അതവിടെയാണ്. അതുമായിട്ട് മാറിപ്പോയത് ശുങ്ക ഡൈനാസ്റ്റി. ശുങ്ക ഡൈനാസ്റ്റി ഇവിടെയാണ്. ഇവിടെ മൗര്യന്മാർ വരുന്നത്, അതിനുശേഷമാണ് ശുങ്കന്മാർ വരുന്നത്. ശുങ്കാസിലെ ഫൗണ്ടർ എന്ന് വെച്ചാൽ പുഷ്യമിത്ര ശുങ്കനാണ്. അതിനെക്കുറിച്ചുള്ള ബാക്കി ഹിസ്റ്ററി നമുക്ക് അടുത്ത വീഡിയോയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ മാക്സിമം നമ്മൾ മൗര്യന്മാരെയാണ് നോക്കുന്നത്. അതിനുശേഷമുള്ള ബാക്കി നമുക്ക് പിന്നീടുള്ള അടുത്ത വീഡിയോ പോസ്റ്റ് മൗര്യാസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യാം. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ പാർട്ടിലെന്ന് പറഞ്ഞാൽ റൂൾ ചെയ്തത് അശോകൻ്റെ മകൻ തന്നെയാണ്, കുനാലാണ് റൂൾ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സമ്പ്രതി, കുനാലിൻ്റെ മകൻ സമ്പ്രതി റൂൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പിന്നെ അങ്ങോട്ട് ഇൻവേഷൻസ്. ഞാൻ പറഞ്ഞു വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുമ്പോൾ അത് ഗാന്ധാര, തക്ഷശില, കംബോജ ആ ഏരിയ, അതായത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഏരിയ. അവിടെയുള്ള 2 പാസ്, ഖൈബർ പാസും ബോലൻ പാസും, ഈ 2 പാസ് വഴി എന്ത് ചെയ്തു? ഫോറിൻ ഇൻവേഷൻസ് ഇഷ്ടം പോലെ നടന്നു. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഏതൊക്കെ ഫോറിൻ ഇൻവേഷൻസ് ആണ് നടന്നത്, എന്തിനാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫോറിൻ ഇൻവേഷൻസ് നടന്ന് ഇങ്ങനെയുള്ള ഫോറിനേഴ്സ് ഇവിടെ വന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? ആ ഒരു വെസ്റ്റേൺ ബ്രാഞ്ചും കൊളാപ്സായി. ഇവിടെയുള്ള മെയിൻ ബ്രാഞ്ചിൽ ആര് വന്നു? ശുങ്ക ഡൈനാസ്റ്റി വന്നു. അങ്ങനെയാണ് മൗര്യൻ എംപയറിൻ്റെ കൊളാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് മനസ്സിലാക്കാൻ ഇതാണ് മെയിനായിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു, അവരുടെ സക്സഷനും അവരുടെ സ്റ്റോറീസും. അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കീഴിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇന്ത്യ കംപ്ലീറ്റ് അവരുടെ കീഴിലുണ്ടായിരുന്നത് മാത്രമല്ല, അവർ കംപ്ലീറ്റ് ആയിട്ട് അതിനെ നന്നായിട്ട് നോക്കിക്കൊണ്ടുപോയി, അല്ലെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റി എന്നുള്ളതാണ്. കാരണം അവർ എക്സസീവ് ആയിട്ടുള്ള ഫോറസ്റ്റ് അവർക്കുണ്ടായിരുന്നു, ഇഷ്ടംപോലെ കാടുകളുണ്ടായിരുന്നു. കാടുകൾ ഇഷ്ടംപോലെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ട്രൈബൽ ഏരിയാസ് കാണും. ഈ ട്രൈബൽസിനെ അവർ നന്നായിട്ട് നോക്കിക്കൊണ്ടുപോകാൻ അവർക്ക് പറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ ഈ ട്രൈബൽസിനെ കാട് നികത്തിയിട്ട് എന്താണ് അവിടെ അഗ്രികൾച്ചർ തുടങ്ങുകയും ഈ ട്രൈബൽസിനെ അതിലേക്ക് കൊണ്ടുവരാനും ഒക്കെ അവർക്ക് സാധിച്ചു. പിന്നെ സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലാഭകരമായിട്ട് അവിടെ കൊണ്ടുപോകണമെങ്കിൽ ഇഷ്ടംപോലെ ഫുഡ് പ്രൊഡക്ഷൻ വേണം. അപ്പോൾ സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ പറ്റി, നല്ല ട്രേഡും പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും കൊണ്ടുവരാൻ പറ്റി, ട്രേഡ് റെഗുലേഷൻസ് എങ്ങനെയൊക്കെ ട്രേഡ് നടത്തണം എന്നുള്ള കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റി, ഇഷ്ടംപോലെ ഏരിയ കൺട്രോളിലാക്കാൻ പറ്റി അദ്ദേഹത്തിന്. ഓക്കെ, കാരണം അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ഹ്യൂജ് ആർമി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റി. അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ മൗര്യൻ പീരീഡ് വളരെ നന്നായിട്ടാണ് നടന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ നടത്താൻ? ഇവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് പോളിറ്റിയാണ് ഉണ്ടായിരുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ താഴോട്ട് നമുക്ക് പവർ കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ ഉണ്ട് എന്തോന്നുണ്ട്, സെൻറ്റർ ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ അടുത്ത് അതിൻ്റെ താഴെ വരുന്ന ബോഡി പഞ്ചായത്താണ്. ഓക്കെ, ഇപ്പോൾ പഞ്ചായത്തിലോട്ട് പവറുകൾ നമുക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് പറയാം ഡീസെൻട്രലൈസ്ഡ് ആണ്. കാരണം താഴെ ഗ്രാസ് റൂട്ടിലേക്ക് എന്താണ് പവർ കൂടുതലേക്ക് വരുന്നു എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് താഴേക്ക് പവർ കൊടുത്തുകൊണ്ടുള്ളൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് മൗര്യൻസ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണോ മൗര്യൻസ് ഫോളോ ചെയ്തതെന്ന് വെച്ചാൽ അത് ആണ്. ഓക്കെ, ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. കാരണം കേന്ദ്രത്തിന് കുറേ പവറുണ്ട്, കേന്ദ്രത്തിനെ തന്നെ കുറേ പ്രൊവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അവിടെ പവറുണ്ട്. ഈ പ്രൊവിൻസിൻ്റെ അകത്ത് തന്നെ ഡിസ്ട്രിക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് തന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വേറെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു 4 ഫോൾഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവരാൻ വേണ്ടി ആർക്ക് കഴിഞ്ഞിട്ടുള്ളൂ? മൗര്യന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് ഗുപ്ത പീരീഡ് എത്തുമ്പോൾ ഈ ഡിസ്ട്രിക്റ്റിന് താഴെ താലൂക്ക് അഡ്മിനിസ്ട്രേഷൻ കൂടെ എക്സ്ട്രാ ഗുപ്താസ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കാനുള്ള ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ രാജാവുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ സിറ്റി അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആർമി എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എസ്പിയണാജ് നെറ്റ്വർക്ക്, എസ്പിയണാജ് എന്ന് പറയുമ്പോൾ സ്പൈ വർക്ക്, ചാരന്മാരെങ്ങനെയാണ് അവർ കൊണ്ടുവന്നിരുന്നത്, എങ്ങനെയാണ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ളതിനെക്കുറിച്ചൊക്കെ കിട്ടിയിട്ടുള്ളത്, ലോ ആൻഡ് ജസ്റ്റിസ് എങ്ങനെയായിരുന്നു, പബ്ലിക് വെൽഫെയർ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ്റെ പാർട്ടായിരുന്നു മനസ്സിലാക്കാം. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ച ആരാണ്? ആചാര്യ ചാണക്യനാണ്, അല്ലെങ്കിൽ കൗടില്യനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹമാണ് ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം നമുക്ക് തന്നത്. അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ബുക്കിൽ ഇതിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് തെളിവ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ തെളിവ് ഞാൻ പറഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യയിലുണ്ടായിരുന്ന അംബാസിഡർ ആരാണ്?
മെഗസ്തനീസാണ്. അപ്പോൾ മെഗസ്തനീസിൻ്റെ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഇൻഡിക്ക എന്ന് പറഞ്ഞ ബുക്കിലും അതിനെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ എങ്ങനെയാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇത് രണ്ടും ഒരേപോലെയല്ല, അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം കൊടുത്തത് പോലെയല്ല മെഗസ്തനീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അർത്ഥശാസ്ത്രത്തിൻ്റെയാണ് സത്യമായിട്ട് കണക്കാക്കുന്നത്. കാരണം അദ്ദേഹം നേരിട്ട് രാജാക്കന്മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡാണ് നമ്മൾ സത്യമായിട്ട് കണക്കാക്കുന്നത്. ഈ ഒരു മെഗസ്തനീസിൻ്റെ റെക്കോർഡ് നമ്മൾ കണക്കാക്കുന്നില്ല വലുതായിട്ട്. എന്നാലും നമുക്ക് നോക്കി പോകാവുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നതാണ്. ഇത് ഇപ്പം നമ്മൾ രണ്ടായിട്ട് പഠിക്കും. മെയിനായിട്ട് അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന കുറച്ച് പോയിന്റുകളുണ്ട്, പിന്നെ മെഗസ്തനീസ് പറഞ്ഞ കുറച്ച് പോയിന്റുകളുണ്ട്. മെഗസ്തനീസ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോർട്ടിലെ അംബാസഡറാണ്, അദ്ദേഹം പറഞ്ഞ കുറച്ച് പോയിന്റുകളുണ്ട്. ഇതിൽ ആര് പറഞ്ഞ അർത്ഥശാസ്ത്രത്തിൽ കൗടില്യം പറയുന്നതെന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കൂടെ 7 കാറ്റഗറി ആൾക്കാർ വേണം. അത് സപ്താംഗം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ഓക്കെ, അതായത് ഒന്ന് അമത്യ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ, ജനപദ എന്ന് പറഞ്ഞാൽ ടെറിട്ടറി, പിന്നെ ദുർഗ എന്ന് പറഞ്ഞാൽ ഫോർട്ട്, ഒരു കെട്ടിടം ഫോർട്ട്, പിന്നെ കോസ എന്ന് പറഞ്ഞാൽ ട്രഷറി, ദന്ത എന്ന് പറഞ്ഞാൽ ആർമി, മിത്ര എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്. ഇങ്ങനെ 7 പേര് അവർക്ക് ചുറ്റും, രാജാവിന് ചുറ്റും ഒരു സ്ട്രോങ് ഹോൾഡായിട്ട് വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് നന്നായിട്ടൊരു കിങ്ഡത്തിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ ഒരു രാജാവായിരിക്കേണ്ട ചില ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഉച്ചകുലപദമായിരിക്കണം, അല്ലെങ്കിൽ ഉച്ചകുലത്തിൽ ജനിച്ച ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, കാരണം ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു സ്ലേവ് ആയിരുന്നു, സ്ലേവിൻ്റെ മകനാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ എന്താണ്, അദ്ദേഹം ഒരു രാജാവിൻ്റെ കൂടെ മകനാണ്. അപ്പോൾ അവിടെ ഒരു ഹൈ ബ്ലഡ് അവിടെ ഉണ്ട്. അപ്പം രാജാവിൻ്റെ ബ്ലഡിലുണ്ടായിരുന്ന ആൾക്കാർക്ക് മാത്രമേ രാജാവാകാൻ പറ്റൂ എന്നൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ധർമ്മ പ്രവർത്തക, അല്ലെങ്കിൽ ധർമ്മത്തിന് അപ്ഹോൾഡ് ചെയ്യുന്ന, ധർമ്മ എന്ന് പറയുമ്പോൾ അവിടുത്തെ വർണ്ണ സിസ്റ്റം, അവരുടെ ധർമ്മം കറക്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം, ധർമ്മപ്രവർത്തകനായിരിക്കണം രാജാവ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, മറ്റ് ചെറിയ രാജാക്കന്മാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ നിർത്താനുള്ള കഴിവ് അദ്ദേഹത്തിന് വേണം, അദ്ദേഹത്തിന് നല്ല ബുദ്ധി വേണം, സത്യസന്ധനായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് രാജാവിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അടുത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ആവാനുള്ള ക്രൈറ്റീരിയ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ സർവോപദശുദ്ധ, പ്യുവർ ആയിരിക്കണം, ആൾക്കാർ ശുദ്ധനായിരിക്കണം. പിന്നെ പൈസ തരുമ്പോൾ അദ്ദേഹം ലൂർഡായി പോകരുത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ 100 രൂപ തരാം, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരുമെന്ന് പറയുമ്പോൾ ഉടൻ രാജാവിനെ ഒറ്റി അത് ചെയ്യാൻ പോകരുത്, ചതിക്കരുത്. ഓക്കെ, പിന്നെ അതുപോലെ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ഈ മിനിസ്റ്റേഴ്സിനെ മഹാമാത്യാസ് എന്ന് ചന്ദ്രഗുപ്ത മൗര്യരെ കോർട്ടിൽ വിളിച്ചിരുന്നു. പക്ഷേ അശോകൻ്റെ കോർട്ടായപ്പോൾ അതിൻ്റെ മഹാമാത്ര, തീർത്ത് എന്നൊക്കെയുള്ള വാക്കുകളിലിട്ട് അത് മാറി. ജസ്റ്റ് ആ വാക്കുകളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ അതുപോലെ 18 ഡിപ്പാർട്ട്മെൻറ്റുകൾ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ തന്നെ 18 ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതിൽ 18 തീർത്ഥാസ് ഉണ്ടെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതിലൊരെണ്ണം ഇൻഡസ്ട്രീസ് നോക്കി നടത്തുന്ന കാർമാന്തികാസാണ്. അതുപോലെ തന്നെ കിങ്ങിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളും നോക്കുന്ന അന്തർവംശികയാണ്. പിന്നെ ട്രഷറി നോക്കി നടത്തുന്ന സന്നിധാത്തയാണ്. പിന്നെ ഇവിടെ കഴിഞ്ഞ വീഡിയോയിലായാലും ഈ വീഡിയോയിലായാലും കുറേ പേരുകൾ, ഈ അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ പേരുകൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ പേരുകളൊന്ന് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് ജനറൽ, ഇപ്പോൾ ഏത് കൊട്ടാരത്തിൻ്റെ ആയാലും അഡ്മിനിസ്ട്രേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കറക്റ്റായിട്ട് നോക്കുക, ഈ വാക്കുകൾ കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ സമഹാർത്ത എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് ലാൻഡ് റവന്യൂ ഒക്കെ കളക്ട് ചെയ്യുന്നവർ. ഓക്കെ, പിന്നെ മെജോറിറ്റി ഡിസിഷൻ രാജകൊട്ടാരത്തിൽ എടുക്കുന്ന കാര്യം രാജാവ് തന്നെയായിരിക്കും. പക്ഷേ എന്താണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ അവസാനം രാജാവിനൊരു വീറ്റോ പവർ പോലെ എക്സ്ട്രാ പവർ ഉണ്ട്, രാജാവ് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും പ്രിവെയിൽ ചെയ്യേണ്ടതെന്നുള്ള പോയിന്റും അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിൽ ചാരിയറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു രാജാവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ചാരിയറ്റ് പോലെയാണ്, അവിടെ 4 വീലുള്ള ഒരു രഥം പോലെയാണ്. രാജാവിന് ഒറ്റയ്ക്ക് മാത്രം ഒരു വീല് വെച്ച് മാത്രം പോകാൻ പറ്റില്ല, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ബാക്കി ആൾക്കാരെല്ലാം കൂടെ ചേർന്നേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് മെഗസ്തനീസ് അദ്ദേഹത്തിൻ്റെ ഇൻഡിക്ക എന്ന് പറഞ്ഞ ഒരു ബുക്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അത് ഒറിജിനലായിട്ടുള്ള ബുക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ഈ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി സമയത്ത് നമ്മൾ നോക്കും, ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിലെങ്ങാണ്ട ഒരു കോപ്പി ഇരുന്നതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ മെഗസ്തനീസ് പറഞ്ഞാൽ പാട്ലിപുത്രത്തിലെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്ന 30 പേര് ചേർന്നിട്ടാണ്. ഓക്കെ, 30 പേരുണ്ട്. ഇതിന് 6 സബ് കമ്മിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്യും. 5 അംഗമുള്ള 6 സബ് കമ്മിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ഒരു സിറ്റി അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതെന്നാണ് ആര് പറയുന്നത്, മെഗസ്തനീസ് പറയുന്നത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാനുള്ള അർത്ഥശാസ്ത്രയിലാണ്, എന്നാൽ ഇതൊന്നും ഓർത്ത് വെച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ആർട്ടിൽ 5 പേര് കാണും, ഫോറിനേഴ്സിന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി 5 പേര് കാണും, പിന്നെ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ഡെത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ 5 പേര് കാണും, ട്രേഡ് കൊമേഴ്സിന് വേണ്ടി 5 പേര് കാണും, പിന്നെ അതുപോലെ മാനുഫാക്ചർഡ് ഗുഡിൻ്റെ പബ്ലിക് സെയിലിന് വേണ്ടി 5 പേര് കാണും, കളക്ഷൻ ഓഫ് ടാക്സ് ആർട്ടിക്കിൾസ് ഹോൾഡ് ചെയ്ത കളക്ഷൻ ഓഫ് ടാക്സ് എടുക്കാൻ വേണ്ടിയുള്ള 5 പേര് കാണും. അങ്ങനെ ഈ 30 പേരടങ്ങുന്ന 5 അംഗമുള്ള സബ് കമ്മിറ്റികളായിട്ട് ഈ ഡിവൈഡ് ചെയ്തിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ അർത്ഥശാസ്ത്രത്തിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവിടെ പറയുന്ന ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് എന്താണ്, ട്രേഡ് ആൻഡ് കൊമേഴ്സിന് വേണ്ടി പാന്തി അധ്യക്ഷ, ടാക്സ് കളക്ട് ചെയ്യാൻ ശുൽക്കാധ്യക്ഷ, ബർത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഗോവ,
ഓക്കെ, അതുപോലത്തെ. പിന്നെ സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ചെയ്യുന്ന നാഗരികയാണ്. ഗോബൈ സ്ഥാനികയൊക്കെ അസിസ്റ്റീവ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബന്ധകാര അധ്യക്ഷ ജയിലിനെ നോക്കി നടത്തുന്ന ആൾ. പിന്നെ രക്ഷി എന്ന് പറയുന്നത് പോലീസ്. അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ പഠിക്കുക. ഈ ടേം വെച്ച് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ ഇതിൽ കൂടുതൽ എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ട, കാരണം അതിനുള്ള സമയമില്ല. ഇതിനെ തന്നെ മാക്സിമം റിവൈസ് ചെയ്യുക. ഈ വീഡിയോ കാണുക, റിവൈസ് ചെയ്യുക, നോട്ട് ചെയ്യാൻ ടെലഗ്രാം ചാനലുണ്ട്, റിവൈസ് ചെയ്യുക. അതിനുള്ള സമയമുള്ളൂ ഇനി. ഓക്കെ, നിങ്ങൾ കൂടുതലൊന്നും പഠിക്കരുത്, ഇത് മാത്രം മതി. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ കിട്ടും, കിട്ടിയില്ലെങ്കിൽ ഇല്ല. എന്നിരുന്നാൽ പോലും, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പം നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന എൻവയോൺമെൻറ്റ്, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്ക്, പിന്നെ ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് മാപ്പിംഗ്. ഈ സെക്ഷൻ മാത്രം വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരു 50% ടോപ്പിക്കും പ്രിലിംസിലെ ക്വസ്റ്റ്യൻ ഇപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ല. അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യും, സ്റ്റാറ്റിക് ടോപ്പിക്കിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക് എലമെൻറ്റ് ആഡ് ചെയ്ത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ടോപ്പിക്കിലുള്ള ഒരു ഹോൾഡ് കിട്ടും. ഇത് തന്നെ നമുക്ക് ഒരിക്കൽ ടോപ്പിക്കായിട്ട് വീഡിയോ ഇടാം, എന്നിട്ട് ഒരുമിച്ച് ഒരു മാരത്തോൺ റിവിഷൻ സെഷനും കൂടെ നടത്തുമ്പോൾ നമുക്ക് റിവൈസ് ആവും. കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് എക്സാമിൽ അപ്ലൈ ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. ഇപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ജസ്റ്റ് സ്റ്റോറി മനസ്സിലാക്കാൻ വേണ്ടി, കഥ മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ഇത് തന്നെ പിന്നെയും ചെയ്യുക, കാരണം ഈ വാക്കുകളൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. ഓക്കെ, ഇനി ആർമി അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം പറയാം. ആർമി അഡ്മിനിസ്ട്രേഷനിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെഗസ്തനീസ് പറയുന്ന അതും സെയിം ആണ്. 30 പേരുണ്ട്. അങ്ങനെ 5 അംഗമുള്ള 6 കമ്മിറ്റികളുണ്ട്. 5 അംഗമുള്ള 6 കമ്മിറ്റികളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ഇൻഫൻട്രി എന്ന് പറയുമ്പോൾ നടന്നു പോകുന്ന സോൾജിയേഴ്സ്. കാവലറി എന്ന് പറയുമ്പോൾ കുതിരപ്പുറത്ത് പോകുന്ന സോൾജിയേഴ്സ്. എലിഫൻ്റ് എന്ന് പറയുമ്പോൾ എലിഫൻറ്റിൻ്റെ പട, പിന്നെ കുതിരപ്പട. ഓക്കെ, ചാരിറ്റ് എന്ന് പറയുന്നത് രഥം, പിന്നെ ട്രാൻസ്പോർട്ട്, നേവി. അങ്ങനെ 5 അംഗ സംഘം അടങ്ങുന്ന 6 കമ്മിറ്റികളുണ്ടെന്ന് ഇവിടെയും പറയുന്നുണ്ട് മെഗസ്തനീസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അടുത്ത് ചാണക്യം പറയുന്നതെന്ന് പറഞ്ഞാൽ 4 പേരെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം 6 പേരുടെ കമ്മിറ്റികളെ കുറിച്ച് പറയുന്നത്, അല്ല 4 പേര്. അതിനെ വിളിച്ച പേര് ചതുരംഗ ബല എന്നാണ് വിളിച്ചത്. ഇൻഫൻട്രി, കാവലറി, ചാരിയറ്റ്, എലിഫൻറ്റ്. ഇവിടെ ട്രാൻസ്പോർട്ടിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ നേവിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അദ്ദേഹം കൊടുത്തിട്ടില്ല. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ സേനാപതി, നായക, മുഖ്യ പോലത്തെ ഓഫീസേഴ്സും, പിന്നെ ആയുധ അധ്യക്ഷ, ഹെഡ് ഓഫ് ദ ആർസണൽ, ആയുധങ്ങളുടെ ഹെഡായിട്ട്, പിന്നെ രഥാധ്യക്ഷ, ചാരിറ്റ് ഫോഴ്സുകളുടെ ഹെഡായിട്ടും, ഹസ്താധ്യക്ഷ, എലിഫൻറ്റ് ഫോഴ്സുകളുടെ ഹെഡായിട്ടുള്ള ഓഫീസേഴ്സും ഉണ്ടെന്ന് ആര് പറയുന്നുണ്ട്, ചാണക്യൻ അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പിന്നെ സ്പൈയിങ് അല്ലെ എസ്പിനാജ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന അർത്ഥശാസ്ത്രത്തിൽ 2 പേരെക്കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് സംസ്ഥ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ എസ്പിനാജ്, ആ സ്ഥലത്ത് തന്നെ നിന്ന് അവിടെയുള്ള ചാരപ്രവർത്തികൾ ചെയ്ത് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളിനെയാണ് സംസ്ഥ എന്ന് പറയുന്നത്. പിന്നെ സഞ്ചാരി മറ്റ് കിങ്ഡംസിലൊക്കെ പോയി ഇൻഫർമേഷൻ എടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ ബാഹുബലി പോകുമ്പം കാണാം, ആദ്യം ബാഹുബലിയെ തന്നെ വിടുന്നുണ്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി ആ ഒരു സ്പൈ വർക്കൊക്കെ നടത്തി നമ്മുടെ രാജകൊട്ടാരത്തിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വരിക എന്നാണ്. അപ്പോൾ ഒരു സഞ്ചാരിയുടെ റോളാണ് ബാഹുബലി 2ാമത്തെ സിനിമയിൽ ഫസ്റ്റിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെയിം കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിൽ ഗുദപുരുഷ് എന്ന് പറഞ്ഞ സീക്രട്ട് ഏജൻറ്റ്, ഇപ്പോൾ CBI, ജെയിംസ് ബോണ്ടിനെ പോലത്തെ സീക്രട്ട് ഏജൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അശോകൻ്റെ ഇൻസ്ക്രിപ്ഷനിലും കൂടുതൽ പറയുന്നുണ്ട്. പുലിസാനി, പ്രതിവേദിക എന്ന് പറയുന്ന ഇതൊക്കെ ആരാണ്, ഇതേപോലത്തെ സ്പൈ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അടുത്ത് ജുഡീഷ്യറിയെ കുറിച്ച് പറയുന്നത്. ജുഡീഷ്യറി എന്ന് പറയുമ്പം അവിടെ രാജാവാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധർമ്മപ്രവർത്തകൻ എന്ന് പറയുന്നത്. അതായത് പണ്ടത്തെ പോലെ കോടതികളൊന്നുമില്ല. അവിടെയുള്ള ഫസ്റ്റത്തെ ആളാരാണ്, രാജാവാണ്, സുപ്രീം അതോറിറ്റി. 2ാമത് പറയുകയാണെങ്കിൽ ധർമ്മശാസ്ത്രിക എന്ന് പറഞ്ഞൊരു കോർട്ടുണ്ട്. ആ കോർട്ട് പേഴ്സണൽ ഡിസ്പ്യൂട്ട്സിന് വേണ്ടിയുള്ള, ഇപ്പോഴത്തെ മോഡേൺ കോർട്ടുകളല്ല, പണ്ടത്തെ കോർട്ടുകളാണ്. പേഴ്സണലായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ കണ്ഠശോധന എന്ന് പറയുന്ന ഗവൺമെൻറ്റും അല്ലെങ്കിൽ രാജകൊട്ടാരം സെൻറ്ററും ജനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നിയമങ്ങൾ എടുക്കുന്നത്? ഒന്ന് ധർമ്മ എന്ന് പറഞ്ഞാൽ വർണ്ണ സിസ്റ്റമൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ അടുത്ത് 2ാമത്തെ വ്യവഹാരം എന്ന് പറഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന പണ്ട് മുതലുണ്ടായിരുന്ന ലീഗൽ കോഡ്സ് കാണുമല്ലോ. ഇപ്പോൾ ഇൻ്റർ കാസ്റ്റ് മാരേജ് സത്യം പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രശ്നമൊന്നുമല്ല, അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇൻ്റർ കാസ്റ്റ് മാരേജ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു വില കിട്ടത്തില്ല. നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ മാത്രമേ ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് കിട്ടുന്നുള്ളൂ. അതാണ് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ മുതലേ ഉണ്ടായിരുന്ന ചില ലീഗൽ പ്രാക്ടീസ് കാണും. അത് ഒരു റിട്ടേൺ പ്രാക്ടീസ് ആയിട്ട് കാണില്ല, പക്ഷേ സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലീഗൽ പ്രാക്ടീസ് ആയിട്ട് കാണും. അപ്പോൾ അതാണ് 2ാമത്തെ പോയിന്റ്, കണ്ടംപററി ലീഗൽ കോഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്ത് ചരിത്രം എന്ന് പറഞ്ഞാൽ കസ്റ്റംസ്. ഓക്കെ, കസ്റ്റംസ് ആയിട്ടുണ്ടായിരുന്ന അവിടെ കുറച്ച് ചരിത്രത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ
പുരാണ ബുക്കുകളിലൊക്കെ ഉണ്ടായിരുന്ന ചില നിയമങ്ങളുണ്ട്. മനുസ്മൃതി പോലത്തെ ബുക്കുകളുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കും. അപ്പോൾ അതേപോലത്തെ കുറച്ച് ബുക്കുകളുണ്ടായിരുന്നു. പിന്നെ രാജശാസന, റോയൽ ഡിക്രീസിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബാക്കിയൊക്കെ വർണ്ണ ബേസ്ഡ് ആയിട്ടാണ് ജസ്റ്റിസ് അവിടെ നടന്നിരുന്നതെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു ബ്രാഹ്മണന് കിട്ടുന്ന ഒരു ശിക്ഷക്കാലും 10 മടങ്ങ് ശിക്ഷയായിരിക്കും ഒരു ശൂദ്രന് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം വർണ്ണ സിസ്റ്റത്തിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട. അടുത്തുള്ളത് എന്താണ്? റവന്യൂ അഡ്മിനിസ്ട്രേഷൻ. റവന്യൂ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞതാണ്. റവന്യൂ ഓഫീസറിൻ്റെ പേര് സന്നിദാത്ത എന്നാണ്. റവന്യൂ ഓഫീസറിൻ്റെ പേര്. റവന്യൂ എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ വാനവിക പദ, റോഡ് ആൻഡ് ട്രാഫിക്, വ്രജ, പാസ്റ്റേഴ്സിൽ നിന്ന് കിട്ടും, സേതു, പ്ലാന്റേഷൻസിൽ നിന്ന് കിട്ടും, വന, ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് പൈസ കിട്ടും ടാക്സ് വഴി, പിന്നെ മൈൻസിൽ നിന്ന് പൈസ കിട്ടും, അതിനെ ഖാൻ എന്നാണ് വിളിക്കുന്നത്, രാഷ്ട്ര, റൂറൽ ഏരിയ, ദുർഗ, സിറ്റീസ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇതെല്ലാം കാണാതെ പഠിക്കണമെന്ന് വെച്ചാൽ ഇല്ല, നിങ്ങൾ എന്തായാലും ഇത് പഠിക്കുക. എന്താണ് ആ ഒരു റവന്യൂ ഓഫീസറിൻ്റെ പേര് സന്നിദാത്തയാണ്. ഓക്കെ, ട്രഷറിയെ വേണേൽ നമുക്ക് കോശ എന്നും വിളിക്കാം, അതുകൊണ്ടാണ് ഓർത്ത് വെച്ചിരിക്കുക. കോശ എന്ന് നമ്മൾ ട്രഷറിയെ വേണേൽ നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകൾ കറക്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. അത് റിവൈസ് ചെയ്ത് തന്നെ ഓർക്കുക, കാരണം ഇത് മറന്നു പോകും. ഓക്കെ, സെയിം സാധനം തന്നെ റിവൈസ് ചെയ്യുക, പെട്ടെന്ന് പിന്നെ ഓർമ്മ വരും. വേറെ കൂടുതലൊന്നും നിങ്ങൾ നോക്കണ്ട. പിന്നെ ഈ ടാക്സ് ഈടാക്കുന്ന രീതിയിൽ തന്നെ മാറ്റങ്ങളുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ടാക്സ് കുറച്ച് ഈടാക്കിയിരുന്നുള്ളൂ. അതായത് ലുംബിനി എന്ന് പറഞ്ഞ സ്ഥലം, ലുംബിനി എന്ന് പറയുന്നത് സഖ്യമുനി അഥവാ ബുദ്ധൻ്റെ ജന്മസ്ഥലമായതുകൊണ്ട് തന്നെ രാജാവ് അവിടുത്തെ ടാക്സ് വളരെ കുറച്ചായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് ആർമിയിലുള്ള ഓഫീസേഴ്സ് ഇഷ്ടം പോലെ കൂടുതലുള്ള ഏരിയാസിൽ നിന്ന് ടാക്സ് കുറച്ച് ഏറ്റെടുത്തിരുന്നു. ഓക്കെ, പിന്നെ ലാൻഡ് റവന്യൂ ബാഗ എന്ത് ചെയ്യുന്നു, അതായിരുന്നു റൂറൽ ഏരിയ എന്നുള്ള മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു ലാൻഡ് റവന്യൂ. പിന്നെ അതുപോലെ തന്നെ ടാക്സ് സ്വർണ്ണമായിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രാണയ എമർജൻസി ടാക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിണ്ടകാര എന്ന് പറഞ്ഞാൽ കൈൻഡ് ടാക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ 100 കിലോ റൈസാണ് അദ്ദേഹം ഫാം ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം 25% ടാക്സ് കൊടുക്കണം, 1/4. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് പറയാം 12.5% എന്ത് ചെയ്യാം, അദ്ദേഹം പൈസയായിട്ട് കൊടുക്കാം. ബാക്കി 12.5% എന്ത് ചെയ്യാം, അദ്ദേഹം ഈ അരി കൊടുക്കാം. 12.5 കിലോ അരി ആയിട്ട് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് പൈസയായിട്ടും കൊടുക്കാം അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടും കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റേറ്റിന് എവിടെയെങ്കിലും ഒരു ഫാമൈൻ വന്നു, ഒരു സ്ഥലത്ത് ഫുഡൊന്നും ഇല്ലാത്ത അവസ്ഥ വരുമ്പം ഈ ഒരു ഫുഡിന് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടിയാണ് ഇവരങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ടാക്സ് ഓൺ ടാക്സിന് സർചാർജ് എന്ന് വിളിക്കുക. ഈ 10% ടാക്സ് എന്ന് വെച്ചു, ഈ 10%-ൻ്റെ 10%ആയിട്ടുള്ള 1% കൂടെ ആഡ് ചെയ്ത് 11% ആയിട്ട് ടാക്സ് ഈടാക്കും. ഈ 1% എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ടാക്സ് ഓൺ ടാക്സിനെ സർചാർജ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർചാർജ് ഈടാക്കുന്നതിനെക്കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ പബ്ലിക് വെൽഫെയറിന് വേണ്ടി എന്തൊക്കെ മൗര്യന്മാർ ചെയ്യുന്നു. ഇത് ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലൊന്നും നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി, ഇതിൽ നിന്ന് വരുന്ന മാത്രം കിട്ടിയാൽ മതി. നമുക്ക് ഇതിനെ തന്നെ പിന്നെ റിവൈസ് ചെയ്യാം. ഞാൻ എടുത്തെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ഇത് നോക്കാത്ത കാണും. അത് ഓബിയസ് ആണ്. ഓക്കെ, നമ്മൾ മാക്സിമം കവറേജ് കിട്ടുന്ന രീതിയിൽ ഞാൻ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുന്നത്, എന്നിട്ടും വരാത്ത എന്താണ്, അത് എക്സ്ട്രാ കുറച്ച് കാണും. അത് കിട്ടണമെന്നില്ല, കാരണം നമുക്ക് പ്രിലിംസിന് നമുക്ക് 200 അടിക്കണമെന്നില്ലല്ലോ. 100 തന്നെ അടിച്ചാൽ തന്നെ നമുക്ക് പ്രിലിംസ് പാസ്സാണ്. ഇപ്പോഴൊക്കെ 75 അടിച്ചാൽ പോലും പ്രിലിംസ് പാസ്സാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ചിലത് പോവും. പക്ഷേ നമ്മൾ പഠിച്ച സാധനം നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യുക, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. കാരണം നമ്മൾ ഈവൻ പഠിച്ചത് വെച്ചുകൊണ്ട് തന്നെ, നമ്മുടെ ഈ ഒരു നോളജ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിഞ്ഞൂടാത്തൊരു ക്വസ്റ്റ്യനിലെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച സാധനം തന്നെ കൂടുതൽ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ ആയപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജിനെ വച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ട് ഇതിനെ തന്നെ പിന്നെ റിവൈസ് ചെയ്യുക, ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത് പബ്ലിക് പോളിസീസ് എന്ന് പറയുമ്പോൾ അശോകൻ അദ്ദേഹം ഒരു അച്ഛനെ പോലെയാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രജകൾ എൻ്റെ മക്കളാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ്, ഒരു പാറ്റേണലിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് അശോകൻ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരുന്നു, വിതരണം ചെയ്തിരുന്നു. പിന്നെ അതുപോലെ ഇറിഗേഷൻ വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ജുനാഗഡ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ക്രിപ്ഷൻ, അത് 110 AD-യിലുള്ള ഇൻസ്ക്രിപ്ഷനാണ്. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, ഈ 232 AD-ഒക്കെ ആകുമ്പോഴാണ് അശോകൻ്റെ സമയം അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയമൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിൽ നിന്ന് എത്ര ഒരു 200, 250, 300 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ, ജുനാഗഡ് ഇൻസ്ക്രിപ്ഷൻ വരുന്നത്. അതിൽ പറയുന്നത് എന്താണ്, ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു ലേക്ക് ഉണ്ടാക്കി, അതിൻ്റെ പേരാണ് സുദർശന ലേക്ക് എന്ന് പറഞ്ഞാൽ. അതിനെ റിപ്പയർ ചെയ്ത ജോലി ചെയ്തത് അശോകനാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അത് റിപ്പയർ ചെയ്യുന്നത് രുദ്രദമൻ എന്ന് പറഞ്ഞ രാജാവാണ്, രുദ്രദമനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കുറേ തെളിവുകൾ കിട്ടും, എന്താണ് ഈ ഒരു ലേക്ക് പണിതെന്നും അത് ജനങ്ങൾക്ക് വേണ്ടി വച്ചെന്നൊക്കെയുള്ള. പിന്നീട് ആ ലേക്ക് ഗുപ്ത ഡൈനസ്റ്റിയിലുള്ള സ്കന്ദഗുപ്ത, അതായത് 430 സംതിങ് ഒക്കെ വരുമ്പോഴാണ് സ്കന്ദഗുപ്ത വരുന്നത്. AD ആണ്. ഇതിപ്പം BC ആണെന്നുള്ളത് AD. ആ സമയത്ത് ഗുപ്ത പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ റിപ്പയർ നടക്കുന്നുണ്ട്. നമുക്ക് ഏതിൽ ജുനാഗഡ് ഇൻസ്ക്രിപ്ഷൻ വഴി അറിയാൻ പറ്റും. അവിടെ നിന്നും പബ്ലിക് വെൽഫെയറിൻ്റെ തെളിവുകൾ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ചികിത്സകായാലും, പിന്നെ അതുപോലെ തന്നെ നേഴ്സുമാർ, മിഡ് വൈഫ്സ് എന്ന് പറയുമ്പോൾ നേഴ്സ്, അവരായാലും
എന്താണ് ഇഷ്ടംപോലെ മെഡിസിൻസ് ഈവൻ അനിമൽസിന് വേണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം നമുക്കറിയാം അശോകൻ ബുദ്ധമതം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അഹിംസ എന്ന് പറഞ്ഞ പോളിസി ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഹോട്ടൽ പോലുള്ള ഐഡിയ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ റെസ്റ്റിംഗ് പ്ലേസുകൾ വയ്ക്കാറുണ്ട്. റെസ്റ്റിംഗ് പ്ലേസ്, ഈ റെസ്റ്റിംഗ് പ്ലേസിനെയാണ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇൻസ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് അവർ വയ്ക്കാറുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സഹുഗുര കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ, ഫാമൈൻ വന്നപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചന്ദ്രഗുപ്ത മൗര്യ കോഷ്ടകാര നിർമ്മിച്ചു. ആ കോഷ്ടകാരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പറയുന്നതാണ് സഹഗുര കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ. പിന്നെ അതുപോലെ മെഗസ്തന പോലത്തെ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, അത് ഫാമൈന് വേണ്ടിയിട്ട് ചന്ദ്രഗുപ്ത മൗര്യ കൊണ്ടുവന്നതാണ്. അതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പ്രൊവിൻസുകൾ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ പറഞ്ഞ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതിൻ്റെ താഴെയാണ് പ്രൊവിൻസിന് താഴെ ഡിസ്ട്രിക്റ്റ് ഉണ്ട്, ഡിസ്ട്രിക്റ്റിന് താഴെ എന്തോന്ന് ലോക്കൽ അഡ്മിനിസ്ട്രേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊവിൻസുകളെ ചക്രാസ് എന്നാണ് വിളിക്കുന്നത്. ഈ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്നത് രാജാവിൻ്റെ മക്കളായിട്ടുള്ള ചെറിയ പ്രിൻസുമാരാണ് നടത്തിയിരുന്നത്. ഈ പ്രിൻസിനെ വിളിക്കുന്ന കുമാര മത്യാസാണ്. ഓക്കെ, പ്രിൻസ് മിനിസ്റ്റേഴ്സ് എന്ന് വിളിച്ചിരുന്നു. പിന്നെ മറ്റ് മഹാമത്യാസും ബാക്കി മിനിസ്റ്റേഴ്സും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആഹാര അല്ലെങ്കിൽ വിഷയ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഓക്കെ, അതിന് ഹെഡായിട്ട് പ്രാദേശിക, രാജുകാസ് റവന്യൂ, അതുപോലത്തെ ജുഡീഷ്യറി ഫംഗ്ഷൻസ് ചെയ്യുന്ന, യുക്ത സെക്രട്ടറി ഫംഗ്ഷൻസ് ചെയ്തിരുന്ന ആൾക്കാർ. ഇപ്പോൾ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ഗ്രാമിക, അവിടുത്തെ അക്കൗണ്ടൻറ്റ് ഗോപിക, പിന്നെ ഗോപ, പിന്നെ അതുപോലെ സ്ഥാനിക എന്ന് പറഞ്ഞ ടാക്സ് കളക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ പേരൊക്കെ ഒന്ന് രണ്ടിടത്ത് ഒരുപോലെ വരും. ഇപ്പോൾ ഗോവ എന്ന് പറയുമ്പം സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ പഠിച്ചാണ് ബർത്തിൻ്റെ ഡെത്തിൻ്റെയൊക്കെ രജിസ്റ്റർ നടത്തിയിരുന്ന ആളാണ് ഗോവ. അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ കുറേ കാര്യത്തിൽ ഇവിടെ ഇപ്പോഴും നമുക്ക് ക്ലാരിറ്റി വന്നിട്ടില്ല പേരുകൾ. ഇപ്പം ഗ്രാമത്തിൻ്റെ ഹെഡിൻ്റെ പേര് ഗ്രാമികയാണോ അതോ ഭോജകയാണോ, അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഡൗട്ടുണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വിസ്ഡം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ വന്നു. ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കി, സൊസൈറ്റിയിൽ എന്തൊക്കെ ഈ മൗര്യാസ് ചെയ്തെന്ന് നോക്കി. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള സമൂഹപരമായിട്ടുള്ള സൊസൈറ്റി എങ്ങനെയാണ്, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നോക്കുമ്പോൾ തന്നെ ഓരോ പ്രൊവിൻസുകളുടെ പേരും കൂടെ പഠിക്കാം. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലുള്ള ഏരിയയിലെ ക്യാപിറ്റൽ തക്ഷശിലയാണ്. അവന്തി പ്രസ്ഥയുടെ ക്യാപിറ്റൽ ഉജ്ജയിനാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അടുത്ത് അടുത്ത് പ്രാഞ്ചി, ബീഹാർ UPയിലുള്ള പാറ്റ്ലിപുത്രയാണ് ക്യാപിറ്റൽ. അതായത് പ്രാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലമാണ് മെയിൻ ക്യാപിറ്റൽ. പാറ്റ്ലിപുത്ര എന്ന് പറഞ്ഞാൽ പാറ്റ്ലിപുത്ര നമുക്കറിയാം മൗര്യൻ ക്യാപിറ്റൽ പാറ്റ്ലിപുത്രയാണ്. പാറ്റ്ലിപുത്ര ക്യാപിറ്റൽ ആയപ്പോഴാണ് രാജ്ഗൃഹ ക്യാപിറ്റലായിട്ട് മാറിയപ്പോൾ ഉദയൻ എന്ന് പറഞ്ഞാൽ ഹരണ്യകയിലെ രാജാവാണ് എന്ത് ചെയ്തത്, പാറ്റ്ലിപുത്രയുടെ ക്യാപിറ്റൽ മാറ്റി. അതൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, മറ്റൊന്നുമായിട്ട് നേരത്തെ ചെയ്ത വീഡിയോസിനായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടെല്ലാം ഓർമ്മ വരും. അടുത്ത് ഒറീസ എന്ന് പറയുന്ന കലിംഗ ഏരിയ, കലിംഗയുടെ ക്യാപിറ്റൽ ഏതെന്ന് വെച്ചാൽ ആ പ്രൊവിൻസിൻ്റെ ക്യാപിറ്റൽ തൊഷാലി. ദക്ഷിണപഥത്തിൻ്റെ ക്യാപിറ്റൽ ഏതെന്ന് വെച്ചാൽ സുവർണഗിരി മോഡേൺ ഡേ കർണാടകയിലാണ് ഉള്ളത്. അപ്പോൾ ഈ പ്രൊവിൻസുകളുടെ ക്യാപിറ്റൽ എവിടെയാണ് പഠിച്ചു വെച്ചിരിക്കുക. അതിനെ ഞാൻ മാപ്പിൽ മാക്സിമം ഒന്ന് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഈവൻ തക്ഷശില ആയാലും പാട്ലിപുത്ര ആയാലും സുവർണഗിരി ആയാലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം തൊസാലി, ഉജ്ജയിൻ, മധുര ഉത്തർപ്രദേശിലാണ്, പട്ടാല, ഇതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് മൗര്യൻ സൊസൈറ്റിയെക്കുറിച്ച് നോക്കാം. മൗര്യൻ സൊസൈറ്റിയെക്കുറിച്ച് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് അറിവ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഒന്ന് മെഗസ്തനീസ്, ചന്ദ്രഗുപ്ത മൗര്യയിലെ ഗ്രീക്ക് അംബാസിഡർ ആയിട്ടുള്ള മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് നമുക്ക് തെളിവുകൾ ഇടുന്നുണ്ട്. പിന്നെ അശോകൻ്റെ ഇൻസ്ക്രിപ്ഷനിൽ നിന്നും അശോകൻ്റെ ഇൻസ്ക്രിപ്ഷനിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ കൗടില്യൻ്റെ ബുക്കായിട്ടുള്ള അർത്ഥശാസ്ത്രയിൽ നിന്നാണ് ഈ മൗര്യൻ ആൾക്കാരുടെ സോഷ്യൽ അതുപോലത്തെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ ഐഡിയാൽസും പിന്നെ വാല്യൂസും ഒക്കെ ഇഷ്ടം പോലെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സമൂഹത്തിൽ ഡോമിനേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, ഈവൻ്റെ ഈ സമയത്തൊക്കെ ബുദ്ധമതവും ജൈന മതവും ഒക്കെ വളർന്നു വന്നെങ്കിൽ കൂടി നേരത്തെ ബ്രാഹ്മണിക്കലിൻ്റെ ആ എസെൻസ് ഇപ്പോഴും ഉണ്ടായിരുന്നു. കാരണം അതാണ്, ഇവർ കോർട്ടിലൊക്കെ ഇവരുടെ നോളജ് കാരണം ഇവർ കോർട്ടിലൊക്കെ എപ്പോഴും ആക്റ്റീവ് ആയിരുന്നു. അതിൻ്റെ ആക്റ്റീവ് എക്സാമ്പിളാണ് കൗടില്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് അപ്പോഴും ഒരു ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്തിയിരുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ വർണ്ണാശ്രമ ധർമ്മ സിസ്റ്റം അവിടെ ഫോളോ ചെയ്തിരുന്നു. ഈ ബ്രാഹ്മണ ഇവൻ നമുക്കറിയാം ബുദ്ധിസ്റ്റ് ജൈനിസം മതത്തിലായാലും വർണ്ണ സിസ്റ്റമൊന്നും അവർ തള്ളിക്കളഞ്ഞിട്ടില്ല. വേദാസ് തെറ്റാണ്, റിച്വൽസ് തെറ്റാണെന്ന് അവർ പറഞ്ഞുവെങ്കിലും വർണ്ണ സിസ്റ്റത്തിനെതിരായിട്ട് അവർ പറഞ്ഞില്ല എന്ന് നമ്മൾ നാളെ വീഡിയോ ചെയ്തപ്പോൾ കണ്ടതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. വർണ്ണാശ്രമ ധർമ്മം ഇമ്പോർട്ടൻ്റ് ആണ്, അതിപ്പോഴും നിലനിന്നിരുന്നു. അത് പക്ഷേ അത്ര റിജിഡ് അല്ല. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞതാണ്, അത് ലേറ്റർ വേദിക് പീരീഡ് മുതലേ ഇതിൻ്റെ തെളിവുകൾ, വർണ്ണ സിസ്റ്റത്തിൻ്റെ തെളിവുകൾ നമുക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്താണ്, അതൊരു ഫ്ലെക്സിബിളാണ്. ഇപ്പം നിങ്ങൾ ബ്രാഹ്മണനാണ്, ഇപ്പോൾ ബ്രാഹ്മണനായിട്ടുള്ള നിങ്ങൾക്കൊരു ധർമ്മമുണ്ട്, ക്ഷത്രിയനൊരു ധർമ്മമുണ്ട്. അപ്പോൾ ക്ഷത്രിയൻ്റെ അഥവാ ധർമ്മം കുറച്ച് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പോൾ വൈശ്യർക്കായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല.
ഭയങ്കര സ്ട്രിക്റ്റ് അല്ല. പിന്നീട് നമുക്ക് കാണാൻ പറ്റും മൗര്യൻ പീരീഡിന് ശേഷം പോസ്റ്റ് മൗര്യൻ പീരീഡിൽ സാത്വാഹാനാസ് ഒക്കെ വരും, ഗുപ്ത പീരീഡൊക്കെ വരുമ്പോൾ അത് ഭയങ്കര സ്ട്രിക്റ്റ് ആവും. അതായത് അയാൾക്ക് അത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഔട്ട്കാസ്റ്റാണ്, ഈ സമൂഹത്തിൽ നിന്ന് തന്നെ വെളിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. റിജിഡ്ലി എത്രയായിട്ട് ഫോളോ ചെയ്യപ്പെട്ടിരുന്നില്ല, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ സിസ്റ്റമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ലേറ്റർ വേദിക് പീരീഡ് എടുത്താലും മൗര്യൻ പീരീഡ് എടുത്താലും ഒരുവിധം ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഈ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. ഓക്കെ, അത് നിങ്ങളൊന്ന് ഇവിടെ ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് മെഗസ്തനീസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ 7 ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് അവിടുത്തെ ജനങ്ങളെ 7 ഗ്രൂപ്പായിട്ട്: 1 ഫിലോസഫേഴ്സ്, 2 കൾട്ടിവേറ്റേഴ്സ്, 3 ഹേർഡ്സ്മാൻ ആൻഡ് ഹണ്ടേഴ്സ്, ആർട്ടിസൻ ആൻഡ് ട്രേഡേഴ്സ്, സോൾജിയേഴ്സ്, ഓവർസീസ് അതായത് സ്പൈസ് ഈ എസ്പോണാജ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ അസസേഴ്സ് എന്ന് പറയും. ഇങ്ങനെ 7 കാറ്റഗറിയിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ സത്യമായിട്ട് കണക്കാക്കിയിരുന്നില്ല. കാരണം ചിലപ്പോൾ അദ്ദേഹം എന്താണ് ഇന്ത്യയുടെ ഗ്രേറ്റ്നെസ് കാണിക്കാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ എന്താണ് ഈ രാജാക്കന്മാരെന്തായാലും ഇവർക്ക് ബുക്ക് എഴുതാൻ പൈസ കൊടുക്കും, അപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയും. ചിലപ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തെറ്റ് സംഭവിച്ചായിരിക്കും. കാരണം അദ്ദേഹം അതിൻ്റെ അകത്തുള്ള ഒരു അംബാസിഡറാണ്. അപ്പം വെളിയിലുള്ള കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്തായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തുന്നത് മിക്ക കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വെളിയിൽ നടന്ന കാര്യങ്ങളോടൊരു ക്ലാരിറ്റി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അർത്ഥശാസ്ത്രത്തിൽ തന്നെ അദ്ദേഹമാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ കൗടില്യനാണ് ചന്ദ്രഗുപ്ത മൗര്യ എങ്ങനെ അഡ്മിനിസ്ട്രേഷൻ നടത്തണമെന്നും ഒക്കെയുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഈ കൗടില്യൻ്റെ ഈ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം തന്നെയാണ് പിന്നെ ഈവൻ ഗുപ്ത പീരീഡിലായപ്പോൾ ഈ ഒരു സെയിം സിസ്റ്റം തന്നെയാണ് ഗുപ്താസും അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ കൂടുതലും സത്യമായിട്ട് കണക്കാക്കുന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണ് മെഗസ്തനീസ് പറഞ്ഞാൽ സ്ലേവറി ഇല്ല എന്നാണ്. അപ്പോൾ സ്ലേവറി ഇല്ല എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്, യൂറോപ്പിലെ പോലെ അത്രയും ഒരു ഫിക്സഡ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള സിസ്റ്റം സ്ലേവറി സിസ്റ്റം ആയിരിക്കില്ല അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അല്ലാതെ ഇവിടെ സ്ലേവറി ഉണ്ടായിരുന്നെന്നും അതിൻ്റെ നിയമങ്ങൾ തന്നെ ഉണ്ടായിരുന്നെന്നും അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഈവൻ നമ്മുടെ UPSCയിൽ 2020 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം, ഇന്നേനെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിവിടെ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ മെഗസ്തനീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഭയങ്കര നല്ല ആൾക്കാരാണ്, ഇന്ത്യ ഭയങ്കര റെസ്പെക്റ്റഡ് ആൾക്കാരാണ്, ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര ഒരു പൊക്കിയടിച്ചിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും ഒരു സത്യസന്ധത നല്ല ആൾക്കാരാണെന്ന് പറയുമ്പോഴും ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, കാരണം എന്താണ് ഈ വർണ്ണ സിസ്റ്റമൊക്കെ അവിടെ നിന്നിരുന്നു. ജാതി സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റമൊക്കെ തുടങ്ങിയ ഒരു സമയം കൂടെയാണ് ഈ ഒരു സമയം. എന്താണത് ഞാൻ പറയും, വർണ്ണ സിസ്റ്റം അവിടെ അത്ര റിജിഡ് അല്ലായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു വർണ്ണ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ഇന്ത്യ അറ്റ് ഇറ്റ്സ് ഡിസ്പോസൽ, അല്ലെങ്കിൽ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യ അല്ല, നമ്മൾ ഇപ്പോഴത്തെ ഇന്ത്യ അല്ല, ഇവിടെ പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ കിട്ടി ഉള്ള ഇന്ത്യ ടെറിട്ടറി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള ഏരിയയിലും എല്ലാം കംപ്ലീറ്റ് ഇന്ത്യ ടെറിട്ടറി ആർക്കുണ്ട്, മൗര്യമാർക്കുണ്ട്. അപ്പോൾ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഇഷ്ടംപോലെ ട്രൈബൽസിനെ കാണും, അല്ലെങ്കിൽ ഈ ഒരു ബ്രാഹ്മണിക്കൽ റീജിയൻ ഇല്ലാത്ത ആൾക്കാരെ കാണും. അപ്പോൾ ഈ സ്റ്റേറ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഈ ബ്രാഹ്മണിക്കൽ റീജിയനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവരെന്ത് ചെയ്യും, വർണ്ണ സിസ്റ്റത്തിൻ്റെ പാർട്ടാകും. അവർ ബ്രാഹ്മണിക്കൽ റീജിയനിൽ വരും, വർണ്ണ സിസ്റ്റത്തിൻ്റെ പാർട്ടാകുമല്ലോ. ഒന്നുകിൽ അവിടുത്തെ ബ്രാഹ്മണൻസ് ആകും, ക്ഷത്രിയസ് ആകും, വൈശ്യാസ് ആകും, അല്ലെങ്കിൽ ശൂദ്രാസ് ആകും. ഇപ്പോൾ സപ്പോസ് കർണാടകയിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ബ്രാഹ്മണിക്കൽ റീജിയനിലോട്ട് വന്നെന്ന് വയ്ക്കാം. അപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു ബ്രാഹ്മണനുണ്ട്. ഈ മതമൊക്കെ തുടങ്ങി എവിടെയാണ്, ഇവിടെ ബീഹാറിൽ പാട്ലിപുത്രയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ. പാട്ലിപുത്രത്തിൽ ഇരിക്കുന്ന ഒരു ബ്രാഹ്മണൻ താഴെ കർണാടകയിലിരിക്കുന്ന ബ്രാഹ്മണനെ അവരെ ഒരേ വിലയുള്ള ആൾക്കായിട്ട് കണക്കാക്കില്ല, അദ്ദേഹത്തിനടുത്ത് താഴ്ന്ന ആളായിട്ട് കണക്കാക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണന്മാർക്കിടയിലും വലിയ ആൾ ചെറിയ ആൾ എന്നൊരു ഡിസ്റ്റിങ്ഷൻ വന്നു. അതാണ് ജാതി സിസ്റ്റമായിട്ട് പിന്നീട് വന്നത്. അതായത് നമ്മളാണ് വലിയ ബ്രാഹ്മണന്മാർ, നമ്മളാണ് ഇതൊക്കെ തുടങ്ങിയത്, അല്ല താഴെ കിടക്കുന്ന ആ ബ്രാഹ്മണൻ ചെറുതാണ്. അപ്പോൾ അങ്ങനെ കാണിക്കാനുള്ള ഒരു സിസ്റ്റം വഴിയാണ് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സബ് കാറ്റഗറി വരെയും അങ്ങനെയാണ് ജാതി സിസ്റ്റം ഉടലെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതെല്ലാം ആര്യൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ആര്യൻസിൻ്റെ ഇടയ്ക്കാണ്. നോൺ ആര്യൻസിനെ നമ്മളവിടെ കണക്കാക്കുന്നില്ല, അവർ ഏറ്റവും താഴെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഫസ്റ്റ് കാറ്റഗറി ആരാണെന്ന് വെച്ചാൽ ആര്യന്മാരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അതിൻ്റെ അകത്താണ് വേദിക് റിലിജിയൻ ഫോളോ ചെയ്യുന്ന ആര്യന്മാർ. അതിൽ തന്നെ ഫസ്റ്റ് കാറ്റഗറി ബ്രാഹ്മൺസ്, രണ്ടാമത്തെ ആരാണ് ക്ഷത്രിയന്മാർ, മൂന്നാമത്തെ വൈശ്യന്മാർ, നാലാമത്തെ ശൂദ്രന്മാർ. ഇതിൽ അഞ്ചാമത്തെ കാറ്റഗറി വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രാഹ്മണനും വൈശ്യനുമായിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് വർണ്ണത്തിലുള്ള ആൾക്കാരെ ഇൻ്റർ കാസ്റ്റ് മാരേജ് അല്ലെങ്കിൽ ഇൻ്റർ വർണ്ണ മാരേജ് നടത്തിയെന്ന് വെച്ചോ. ഓക്കെ, ഇങ്ങനെ ഇൻ്റർ വർണ്ണ മാരേജ് നടത്തുന്ന കുട്ടി, ആ കുട്ടി ഏത് വർണ്ണമായിരിക്കണം എന്നുള്ള ഡൗട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് അന്ത്യജ. ഓക്കെ, അന്ത്യജ അഥവാ അന്ത്യവയാസിൻ എന്നൊരു വാക്കാണ് അവരെ വിളിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇൻ്റർ വർണ്ണ മാരേജ് നടത്തുന്ന ആൾക്കാർ. ഓക്കെ, സമൂഹത്തിൽ അതിനെ എതിർത്തുകൊണ്ട് നിയമമൊന്നും ഇല്ലെങ്കിൽ കൂടി സമൂഹത്തിൽ നമ്മൾ അങ്ങനെ ഒരു മാരേജ് നടത്തി കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടിക്ക് വർണ്ണമൊന്നും ഇല്ല, അതവരെ അന്ത്യജ അല്ലെ അന്ത്യവാസിൻ എന്ന് വിളിക്കും. ഇതിൽ 5 ടൈപ്പാണ് അന്ത്യവാസിനെ കുറിച്ച് കൗടില്യം പറയുന്നത്. അതിലൊരു ടൈപ്പാണ് ദളിത എന്ന് പറയുന്നത്. ഇതേപോലെ ഇൻ്റർ വർണ്ണ മാരേജ് നടന്നവരാണ് ആ പേര് വിളിച്ച് ആദ്യം നമ്മൾ വിളിച്ചിരുന്നത്. ഓക്കെ, ഇതാണ് 5ാമത്തെ കാറ്റഗറി. ആദ്യം ഈ ബ്രാഹ്മണ വൈശ്യ ശൂദ്ര ഈ ക്ഷത്രിയന്മാരൊക്കെ വന്ന 5ാമത്തെ കാറ്റഗറി അന്ത്യവയസ്സൻ. ഇതിനും താഴെയാണ് എന്ത് ചെയ്തത്,
ഈ ഒരു ബ്രാഹ്മണിക്കൽ റിലീജിയൻ ഇല്ലാത്ത ആൾക്കാർ, അവരെ നമ്മൾ ദാസ എന്നും ദസ്യു എന്നും വിളിക്കുമെന്ന് ഞാൻ ഓൾറെഡി വേദിക് റിലീജിയൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അവരെ ദാസ അഥവാ ദസ്യു എന്നാണ് വിളിച്ചിരുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിവിടെ കറക്റ്റായിട്ട് എന്താണ് ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ കൗഡില്യൻ ഇഷ്ടംപോലെ സ്ലേവറി സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ലേവ് സിസ്റ്റം പറയുന്നുണ്ട്. സതി അപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ, സതി അവിടെ ഇല്ലായിരുന്നു, പക്ഷേ സ്ലേവ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. സ്ലേവ് സിസ്റ്റം 9 ടൈപ്പ് സ്ലേവ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആര്യന്മാർക്ക് ഒരിക്കലും സ്ലേവ് ആകാൻ പറ്റത്തില്ല. ഒന്നുകിൽ എന്താണ് ആര്യന്മാരല്ലാത്ത ആൾക്കാരായിരിക്കും, നോൺ ആര്യൻ ദാസ അല്ലെ ദസ്യു അവരായിരിക്കും സ്ലേവ്സ്. പിന്നെ ഫോറിനേഴ്സ് മ്ലേച്ഛന്മാരായിരിക്കും സ്ലേവ്സ്, അല്ലെങ്കിൽ എന്തായിരിക്കും ട്രൈബൽസ് ആയിരിക്കും സ്ലേവ്സ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു രാജാവും സ്ലേവുമായിട്ടുള്ള മകനോ അല്ലെങ്കിൽ ഡോട്ടറിനോ എന്താണ് രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം കിട്ടും എന്നൊരു കാര്യവും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് ചന്ദ്രഗുപ്ത മൗര്യനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. കാരണം ചന്ദ്രഗുപ്ത മൗര്യ ധനനന്ദയും മൗര്യ എന്ന് പറഞ്ഞ ഒരു സ്ലേവിൻ്റെ തമ്മിലുള്ള മകനാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. അടുത്ത് വുമൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നുണ്ട്. വുമൻ്റെ സ്റ്റാറ്റസ് ഇപ്പോഴും ഒരുവിധം നല്ല സ്റ്റാറ്റസ് തന്നെയാണ്. അതായത് നമുക്കറിയാം വേദിക് പീരീഡ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏർലി വേദിക് പീരീഡ് വളരെ നല്ല സ്റ്റാറ്റസ്, അല്ലെങ്കിൽ എന്താണ് അവിടെ സമിതികളിലും സഭയിലും ഒക്കെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമവർക്ക്. ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോൾ അവരുടെ ആ ഒരു സ്റ്റാറ്റസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പം എന്നിരുന്നാൽ കൂടി അവർക്ക് ഒരുവിധം സ്റ്റാറ്റസ് ഉണ്ട്, ഒരുവിധമുള്ള. ഓക്കെ, അടുത്ത് നമ്മളെ മൗര്യൻ പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് നമ്മുടെ മഹാജനപദ പീരീഡിൽ വന്നപ്പോൾ എന്ത് പറ്റി? മഹാജനപദ പീരീഡിൽ വന്നപ്പോഴും ഏകദേശം സെയിം കണ്ടീഷൻ തന്നെയാണ്. കാരണം വർണ്ണ സിസ്റ്റം അത്ര ഫ്ലെക്സിബിൾ ആണ്, ഭയങ്കര റിജിഡ് അല്ല, അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ മൗര്യൻ പീരീഡിൽ വന്നപ്പോഴും എന്താണ് ഏകദേശം ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രിക്ട്നെസ് അവിടെ ഇല്ല. ഓക്കെ, അവരെ റോയൽ ബോഡി ഗാർഡായിട്ട് നമ്മൾ വച്ചിരുന്നെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ അവർ കൊടുത്തെന്ന് പറയുന്നുണ്ട്. പിന്നെ സ്ത്രീധനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീധനം സ്ത്രീകൾക്ക് മാത്രമാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഹസ്ബൻഡിന് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് പിന്നീട് റിജിഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഗുപ്ത പീരീഡൊക്കെ വരുമ്പോഴാണ് സ്ത്രീധനം ഹസ്ബൻഡിനാണ് കൊടുക്കേണ്ടത്. ഈവൻ ദോ അത് സ്ത്രീകൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് അതിൻ്റെ അതോറിറ്റി ഹസ്ബൻഡിനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗുപ്ത പീരീഡ് ആകുമ്പോൾ വുമണിന് വേറെ ഒരു ജോലി എടുക്കാൻ പറ്റില്ല, വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് വീട്ടുജോലി മാത്രം ചെയ്ത് നടക്കുക. ആ ഒരു കാര്യത്തിലേക്ക് വുമണിൻ്റെ സ്റ്റാറ്റസ് താഴേക്ക് പോകുന്നത് ഗുപ്ത പീരീഡിലാണ്. ഇപ്പോഴും എന്താണ് ഒരുവിധം സ്റ്റാറ്റസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവർക്ക് മാരേജ് 8 തരത്തിലുള്ള മാരേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡിവോഴ്സ് സ്പെഷ്യൽ സർക്കംസ്റ്റൻസിൽ ഡിവോഴ്സ് ചെയ്യാൻ പറ്റും. അതായത് ഡിവോഴ്സിനെ കുറിച്ചുള്ള ആദ്യത്തെ തെളിവുകൾ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് ആണിനും പെണ്ണിനും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഫീമെയിലിന് ഡിവോഴ്സ് വേണമെങ്കിൽ ചെയ്യാം, മെയിലിന് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ മനുസ്മൃതി പറയുന്നത് എന്താണ്, പിന്നീടുള്ള പോസ്റ്റ് മൗര്യൻ പീരീഡ് അല്ലെങ്കിൽ മൗര്യൻ പീരീഡിന് ശേഷമുള്ള സമയത്തൊക്കെ ഡിവോഴ്സ് മെയിലിന് മാത്രമേ പറ്റൂ. അതായത് പിന്നീടുള്ള സമയം ഫീമെയിലിൻ്റെ സ്റ്റാറ്റസ് പിന്നെയും ഡിറ്റീറിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി താഴോട്ടാണ് പോകാൻ പോകുന്നത്. ഇനി കൂടുതൽ താഴോട്ടാണ് വുമൻ്റെ സ്റ്റാറ്റസ് പോകാൻ പോകുന്നത്. ഗുപ്ത പീരീഡൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് വുമൻ്റെ സ്റ്റാറ്റസ് താഴോട്ട് പോകുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ചൈൽഡ് മാരേജ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. എന്താണ് ആ സാധാരണ മാരേജാണ് ഉണ്ടായിരുന്നത്. സാധാരണ മാരേജിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഗേൾസിന് 12 വയസ്സും ബോയ്സിന് 16 വയസ്സും. അപ്പോൾ നിങ്ങൾ ചോദിക്കും 12-16 എന്ന് പറയുമ്പോൾ അത് ചൈൽഡ് മാരേജ് അല്ലേ? അപ്പോൾ ആ ചൈൽഡ് മാരേജിൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയല്ല, പ്യൂബർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അതായത് സ്ത്രീകൾക്ക് അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ വരുമ്പോഴും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് എന്താണ് അവരുടെ താടിയായാലും അതേപോലത്തെ റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് അവരുടെ എന്താണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് മെയിലായെന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡൽട്ടായെന്ന് പറയുന്നത്. അങ്ങനെയുള്ള അഡൽട്ട് മാരേജുകൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ചൈൽഡ് മാരേജ് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രീ പ്യൂബർട്ടി മാരേജുകളാണ് ചൈൽഡ് മാരേജായിട്ട് അവിടെ കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ 5 വയസ്സ് 4 വയസ്സുള്ള കല്യാണം കഴിക്കുന്നതൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ പിന്നീട് എന്ത് ചെയ്യും വരും. ഈ സമയത്ത് അതും ഇല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വിഡോ റീമാരേജ് അപ്പോഴും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് ഇവിടുത്തെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്ത് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ഇന്ത്യ കംപ്ലീറ്റ് അവരുടെ കീഴിലാണ് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള എംപയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടം പോലെ പൈസകൾ കിട്ടിയിരുന്നു. പിന്നെ യൂസ് ഓഫ് സ്ക്രിപ്റ്റ്, പലതരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ചു. ഇമ്പോർട്ടൻറ്റ് സ്ക്രിപ്റ്റ് അതായത് ബ്രഹ്മി സ്ക്രിപ്റ്റ്. അതുപോലെ തന്നെ പേർഷ്യൻ ഇൻവേഷൻ നടന്നതിന് ശേഷം നമുക്ക് എന്താണ് ഖരോഷ്ടി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു സ്ക്രിപ്റ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 സ്ക്രിപ്റ്റിൻ്റെ ഉപയോഗം കാരണം പിന്നെ ഗ്രീക്ക് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിരുന്നുണ്ട് അവർ. കാരണം ഗ്രീക്കിലെ ഏരിയ കുറേ സെലൂക്കസ് നിക്കേറ്ററാണ് പിടിച്ചെടുത്ത ഏരിയ കുറേ ഉള്ളതുകൊണ്ട് അവിടെ ഗ്രീക്കിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഗ്രീക്കിലെ സ്ക്രിപ്റ്റ് ഇങ്ങനെ പല സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ച് മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്തിരുന്നു. പിന്നെ ഗിൽഡ് അഥവാ ശ്രേണി, ഗിൽഡ് എന്ന് പറയുമ്പോൾ മർച്ചൻ്റ് ഓർഗനൈസേഷൻസ് ആണ് ഗിൽഡ് എന്ന് പറയുന്നത്. ഈ ഗിൽഡുകൾ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഈ ഗിൽഡുകൾ വഴി ഈ ഗിൽഡിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഗിൽഡ് എന്ന് പറയുമ്പോൾ ആദ്യം അവർ രാജാവിനെ രജിസ്ട്രേഷൻ വാങ്ങിക്കണം, കിങ്ങിൻ്റെ അന്ന് രജിസ്ട്രേഷൻ വാങ്ങിക്കണം. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഫുൾ അതോറിറ്റിയാണ്, ഫുൾ പവറാണ്. അതായത് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനും അവർക്ക് സാലറി കൊടുക്കാനും അവരെ സസ്പെൻഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഇൻറ്റേർണൽ ഓട്ടോണമി അവർക്ക് കിട്ടും ശ്രേണിക്ക്. ഓക്കെ, ഗിൽഡുകൾക്ക് ശ്രേണിക്ക് കിട്ടും എന്നുള്ള പോയിന്റ് കൂടെ മനസ്സിലാക്കുക. ഇത് UPSC ഒരിക്കൽ ചോദിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ഫോറിൻ റിലേഷൻ എന്ന് പറയുന്നത് ഇലാബറേറ്റ് ആയിട്ടുള്ള ഫോറിൻ റിലേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമുക്കുണ്ടായിരുന്നു ആ റിലേഷൻസൊക്കെ. പക്ഷേ വേദിക് പീരീഡ് ആയപ്പോൾ നമുക്ക് താഴോട്ട് പോയി. മഹാജനപദ പീരീഡ് തൊട്ട് പിന്നെ എന്ത് ചെയ്തു
അത് ഡെവലപ്പ് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു പീരീഡ് മൗര്യൻ പീരീഡിലായാലും നമുക്ക് നല്ല ഫോറിൻ റിലേഷൻസ് കാണാൻ പറ്റും. ഇഷ്ടംപോലെ മണി എക്കണോമി നമുക്ക് കാണാൻ പറ്റും. മണി എക്കണോമി എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ടൈപ്പ് ഓഫ് കോയിൻസ് എന്ത് ചെയ്തു അവിടെ ഇപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഫസ്റ്റ് കോയിൻസിൻ്റെ എവിഡൻസ് എവിടെയാണ് കണ്ടത്? നമ്മൾ മഹാജനപദ പീരീഡിൽ കണ്ടു. പന അഥവാ കർഷപ്പന എന്ന് പറഞ്ഞാൽ 5 മാർക്ക് സിൽവർ കോയിൻസ്. അപ്പോൾ അതുപോലത്തെ കോയിൻ ഇവിടെയും നമ്മൾ കണ്ടിരുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ അഗ്രികൾച്ചറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ ഗ്രോത്ത് നടന്നു. മെഗസ്തനീസ് ഫാർമേഴ്സിനെ സെക്കൻഡ് ക്ലാസ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ്സിന് ശേഷം രണ്ടാമത്തെ ക്ലാസ് ഓഫ് കാറ്റഗറി ഫാർമേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഫാർമേഴ്സിന് വളരെ നല്ല സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ടാണ് മെഗസ്തനീസ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലാൻഡ് എക്സ്പാൻഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഷെയർ ക്രോപ്പിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇഷ്ടംപോലെ ലാൻഡ് അല്ലെങ്കിൽ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നല്ലോ മൗര്യൻസിന്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് അഗ്രികൾച്ചർ ലാൻഡ് കൂടുതൽ ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. അതായത് ട്രൈബൽ ഏരിയ ഫോറസ്റ്റ് ഏരിയ ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് ആ ഫോറസ്റ്റ് ഏരിയ എന്ത് ചെയ്യും ഇവർ ലാൻഡാക്കി അവിടെ അവർ അഗ്രികൾച്ചർ നടത്തിയിരുന്നു. പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ശൂദ്രന്മാരെ എന്ത് ചെയ്യുക ഇവിടെ കൊണ്ടുവരിക. അതായത് ശൂദ്രന്മാരെ ഇപ്പം സൗത്ത് ഇന്ത്യയിലെ കുറേ ഏരിയ കൊടുത്തിട്ട് അവിടെ എന്ത് നിങ്ങൾ അവിടെ അഗ്രികൾച്ചർ ചെയ്തോ, അവർ തന്നെ സീഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. സീഡെല്ലാം കൊടുത്ത് അവരെ കൊണ്ട് അഗ്രികൾച്ചർ ചെയ്തിട്ട് ഒരു ഷെയർ സ്റ്റേറ്റിന് തരും, ബാക്കി ഷെയർ നിങ്ങൾ എടുക്കുക എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും ശൂദ്രന്മാരെയും കിട്ടിയില്ലെങ്കിൽ അവർ ട്രൈബൽസിനെ വിളിക്കും. ഓക്കെ, ട്രൈബൽസിനെ ഇവർ ഫാമിലി പരമായിട്ട് അവരെ ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു 5-10 അടങ്ങുന്ന ഫാമിലിയാക്കി മാറ്റിയിട്ട് അവരവിടെ അഗ്രികൾച്ചർ ചെയ്യിപ്പിക്കും. അവർ ഇതുപോലെ സീഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഷെയർ നിങ്ങളെടുത്ത് ബാക്കി ഷെയർ നമുക്ക് തരാൻ വേണ്ടി അങ്ങനെ അവർ ഒരു ട്രൈബൽ പോളിസി ഏറ്റെടുത്തിരുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ സ്റ്റേറ്റ് സ്പോൺസേഡ് അഗ്രികൾച്ചറിൻ്റെ ആദ്യത്തെ ഒരു എവിഡൻസ് നമുക്ക് മൗര്യൻ പീരീഡിൽ കണ്ടു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗഹപതി, സേട്ട് പോലത്തെ പുതിയ ക്ലാസ് ഓഫ് പീപ്പിൾ ഞാൻ ജൈനിസം ബുദ്ധിസം ടോപ്പിക്കിൽ പറഞ്ഞതാണ്. ഗഹപതി എന്ന് പറയുമ്പോൾ റിച്ച് ആയിട്ടുള്ള ഫാർമേഴ്സാണ്. പിന്നെ അതുപോലെ ഗ്രാമഭോജക പോലത്തെ ആൾക്കാർ അവിടെ കുറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ലേബർമാരെ ഹയർ ചെയ്ത് എന്ത് ചെയ്തിരുന്നു അഗ്രികൾച്ചർ നടത്തിയിരുന്നു. അങ്ങനെ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ക്രൗൺ ലാൻഡ് രാജാവിൻ്റെ ഭൂമിയെ സീത, പിന്നെ ആ രാജാവിൻ്റെ ഭൂമിയുടെ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്ന ആൾക്കാരെ സീതാധ്യക്ഷ എന്ന് പറയും. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ പുഷ്യഗുപ്തയെ പറയുന്നുണ്ട്, അത് ചന്ദ്രഗുപ്തയുടെ ഒരു ഗവർണറാണ്. അദ്ദേഹം ഒരു ഡാം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ആ ഡാമാണ് സുദർശന ലേക്ക്, സുദർശന തടാകം. അതിനെക്കുറിച്ചുള്ള ഇൻസ്ക്രിപ്ഷനാണ് ജുനാഗഡ് ഇൻസ്ക്രിപ്ഷൻ. ഞാൻ പറഞ്ഞു രുദ്രദമൻ എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതിയത്. അദ്ദേഹം പറഞ്ഞതാണ് ഈ ലേക്ക് ഉണ്ടാക്കിയത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. പിന്നെ അശോകൻ അത് റിപ്പയർ ചെയ്തു, ഇപ്പോൾ പിന്നെ ഇതാ ഞാൻ റിപ്പയർ ചെയ്യുന്നു. പിന്നെ അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും 432 AD ഒക്കെ ആകുമ്പോൾ സ്കന്ദഗുപ്ത ഇതിനെക്കുറിച്ച് എഴുതും. സ്കന്ദഗുപ്തയും പിന്നെ അതിനെ റിപ്പയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ എഴുതുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിൻ്റെ തെളിവുകൾ കിട്ടും. പിന്നെ അതുപോലെ ലാൻഡ് റവന്യൂ കളക്ഷൻ എത്രയാണ് 1/4 ഓഫ് പ്രൊഡ്യൂസാണ് ലാൻഡ് റവന്യൂ ആയിട്ട് കളക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ ലാൻഡ് റവന്യൂ സിസ്റ്റം എത്രയാണ് 1/3 മുതൽ 1/6 വരെ ഒക്കെ പോകും. ഇതിൻ്റെ ഇടയ്ക്കാണ് ലാൻഡ് റവന്യൂ സിസ്റ്റം നിൽക്കുന്നത്. അതിന് എക്സെപ്ഷൻ ഏതാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അദ്ദേഹം 1/2 ടാക്സ് ഈടാക്കിയിരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് മിഡീവൽ ഇന്ത്യയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടാക്സ്, ലാൻഡ് ടാക്സിൻ്റെ ഭാഗം എന്നാണ് വിളിച്ചത്. ഇത് റവന്യൂവിൻ്റെ ഒരു മെയിൻ പാർട്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചിലയിടത്ത് ടാക്സ് കുറച്ചായിരുന്നു കൊടുത്തിരുന്നത്. അത് ഇഷ്ടംപോലെ മിലിറ്ററി ഉള്ള ആൾക്കാർക്ക് ടാക്സ് കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ വെർജിൻ ഏരിയാസ് ഉണ്ട്. അതായത് എല്ലാ വർഷവും നമുക്ക് നില ഉഴാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ചിലയിടത്ത് ടാക്സ് കുറച്ച് കൊടുത്തിരുന്നു. പിന്നെ വെർജിൻ ഏരിയാസിനെ കൾട്ടിവേഷനിൽ ഓക്കെ ഇതിൻ്റെ പോയിന്റ് വേറെയാണ്, അത് വേറെ ഇത് വേറെ. ഓക്കെ, അതായത് വെർജിൻ ഏരിയ എന്ന് പറഞ്ഞാൽ നേരത്തെ അഗ്രികൾച്ചർ നടത്താത്ത ഏരിയ. അപ്പോൾ അതിനെ പെട്ടെന്ന് അഗ്രികൾച്ചറിലോട്ട് കൊണ്ടുവരുന്ന ആ സമയത്ത് ചിലപ്പം കുറച്ചിട്ട് ഇപ്പം 10 ഏക്കർ ഉണ്ടെന്ന് വെച്ചോ, ഇതിൽ ഓൾറെഡി 2 ഏക്കറിലാണ് അഗ്രികൾച്ചർ ഭൂമി ഉണ്ടായിരുന്നത്. ഈ 8 ഏക്കറിൽ ഇനി അഗ്രികൾച്ചർ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് അഗ്രികൾച്ചർ ഇങ്ങനെ തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ അവർക്ക് കുറച്ച് ടാക്സ് എക്സംഷൻസ് കൊടുക്കാറുണ്ട് രാജാവ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സഖ്യമുനി അല്ലെങ്കിൽ ഒരു ബുദ്ധൻ്റെ സ്ഥലം ജന്മ സ്ഥലത്തൊക്കെ അശോകൻ ടാക്സ് കുറച്ചാണ് ഈടാക്കിയിരുന്നത്. പിന്നെ ഷെയർ ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് അവിടെ സീഡും ബാക്കിയെല്ലാം പ്രൊവൈഡ് ചെയ്യും, ഏരിയ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അവിടെ നമ്മൾ അഗ്രികൾച്ചർ നടത്തിയിട്ട് എന്ത് ചെയ്യുക ഷെയർ കൊടുക്കുക, സ്റ്റേറ്റിന് കൊടുക്കുക. അങ്ങനെയും ടാക്സ് ഈടാക്കിയിരുന്നു. ഓക്കെ, പിന്നെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഗ്രിയേരിയൻ എക്കണോമി ഉണ്ടായിരുന്നു. വളരെ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു സോളിഡ് ആയിട്ടുള്ള എക്കണോമിക് ബേസ് ഉണ്ടായിരുന്നു. കാരണം പ്രൊഡക്ഷൻ കൂടിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ അഗ്രികൾച്ചറിൽ നിന്ന് മാറ്റി മറ്റ് കാര്യത്തിലേക്കൊക്കെ ഈടാക്കാൻ പറ്റും. ഇപ്പോൾ ആർമി ആയാലും ക്രാഫ്റ്റ് പേഴ്സൺ ആയാലും അങ്ങനെയൊക്കെ ബാക്കി തൊഴിലുകളിലൊക്കെ നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റില്ല വളരുള്ളൂ. അങ്ങനെ ഒരു അർബൺ എക്കണോമി വളരുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുന്നുള്ളൂ പൈസ ഇഷ്ടം പോലെ കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു സോളിഡ് എക്കണോമിക് ബേസ് അവർ ഉണ്ടാക്കിയെടുത്തു. പിന്നെ സ്റ്റേറ്റിൻ്റെ റോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ് ഇഷ്ടം പോലെ മെഷേഴ്സ് ടാക്സ് പരമായിട്ടായാലും ഈ ഒരു അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യാനായാലും എടുത്തതുകൊണ്ടാണ് ഇത്രയും പൈസ ഡെവലപ്പ് ചെയ്തത്. പിന്നെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ട്രേഡേഴ്സ് ആയാലും ട്രേഡ് റൂട്ടുകൾക്കായാലും ഇഷ്ടംപോലെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തു. അവർക്ക് തളരുമ്പോൾ ഇരിക്കാൻ വേണ്ടി ഇൻസൊക്കെ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇൻസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് പ്ലേസുകൾ. ഓക്കെ, പിന്നെ അതുപോലെ നല്ല ട്രേഡ് റൂട്ടുകൾ ഡെവലപ്പ് ചെയ്തു. ഞാൻ പറയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ട്രേഡ് റൂട്ട് ഞാൻ പറയുകയാണ്.
ഉത്തർപദും ദക്ഷിൺ പദ് പോലത്തെ ട്രേഡ് റൂട്ടുകളുണ്ട്. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ താഴെ പറഞ്ഞതാണ്. തക്ഷശില മുതൽ താമരലപ്തി, തക്ഷശില എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്, താമരലപ്തി എന്ന് വെസ്റ്റ് ബംഗാളാണ്. ഇതുവരെയുള്ള ഏരിയയാണ് ഒരു പദം. പിന്നെ അത് ഉത്തർപദ്. ദക്ഷിൺ പദം എന്ന് പറയുമ്പോൾ താഴോട്ട് പോകും. ഉജ്ജയിൻ, മഹാരാഷ്ട്ര, അസക്ക എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. ഓക്കെ, ഇതേപോലത്തെ താഴോട്ടുള്ള ഏരിയാസിൽ വരുന്നതാണ് ദക്ഷിൺ പദം. ഇതേപോലത്തെ ട്രേഡ് റൂട്ടുകൾ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, എക്കണോമിക് പ്രോസ്പെരിറ്റി നടത്തിയെന്ന് മനസ്സിലാക്കുക. ഈ ഉത്തർപദത്തിനെ കുറിച്ച് പറയുമ്പോൾ നോർത്തേൺ ട്രേഡ് റൂട്ടിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള സിറ്റി ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. കപിലവസ്തു, ശ്രാവസ്തി, വൈശാലി വിത്ത് ഖൽസി, അത് പിന്നെ ഖസാര, പിന്നെ പേശാവർ പോലത്തെ സ്ഥലങ്ങൾ. പിന്നെ ഈസ്റ്റേൺ ട്രേഡ് റൂട്ടിൽ പാട്ലിപുത്ര ഉണ്ട്, കലിംഗയുണ്ട്. കലിംഗ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡ് റൂട്ടാണ്. അശോകൻ ആ സ്ഥലം പിടിച്ചെടുക്കാൻ നോക്കേണ്ട മെയിൻ കാരണം ഇമ്പോർട്ടൻ്റ് ഉള്ള ട്രേഡ് റൂട്ടും കൂടെയാണ് കലിംഗ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ കർണാടക, ആന്ധ്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ട്രേഡ് റൂട്ടാണ്. ദക്ഷിൺ പദത്തിലെന്ന് പറഞ്ഞാൽ ഉജ്ജയിൻ വഴിയാണ് അത് പോകുന്നത്. പിന്നെ അത് സദേൺ അസക്ക വരെ അത് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇഷ്ടംപോലെ ഓഫീസേഴ്സിനെ കുറിച്ച് ആര് പറയുന്നുണ്ട്, മെഗസ്തനീസ് പറയുന്നുണ്ട്. മെഗസ്തനീസ് പറയുന്ന ഓഫീസേഴ്സ് ഏതൊക്കെയാണ്? പാണ്ഡ്യ അധ്യക്ഷ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, സമർദ്ദി അധ്യക്ഷ റോങ് പ്രാക്ടീസ്, ട്രേഡേഴ്സിൻ്റെ റോങ് പ്രാക്ടീസിനെ ചെക്ക് ചെയ്യുന്നു. ഈ പേരുകളൊക്കെ ഒന്ന് 2-3 പ്രാവശ്യം വായിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പേര്, ഇപ്പോൾ ശുൽക്കാധ്യക്ഷ ടാക്സ് കളക്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് ഈ പേര് നോക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള നെയിംസാണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സാനിദാത്ത എന്ന് പറയുമ്പോൾ ട്രഷറിയാണ്, ട്രഷറി നോക്കുന്ന ആളാണെന്ന് പറഞ്ഞു, ട്രഷറിക്ക് കോസാന്ന് വിളിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അത് കുറേ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓർമ്മ വന്നോളും. ഓക്കെ, അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ലോഹാധ്യക്ഷ സൂപ്പറിൻ്റ് ഓഫ് അയൺ, അടുത്ത് അകാരാധ്യക്ഷ സൂപ്പറിൻ്റ് ഓഫ് മൈൻസ്, ശുൽക്കാധ്യക്ഷ ഞാൻ പറഞ്ഞത് ടാക്സ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ, നവാധ്യക്ഷ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബോട്ടുകളും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ പൗരാധ്യക്ഷ വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ അതുപോലെ കോയിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, 5 മാർക്ക് സിൽവർ കോയിൻ ഉണ്ടായിരുന്നു. അതിന് ഗോൾഡ് കോയിന് സുവർണ്ണ റുപ്പിയാണെന്നും, ലീഡ് കോയിന് ശിശുരൂപമാണെന്നും, കോപ്പർ കോയിന് താമരൂപമാണെന്നും, സിൽവർ കോയിന് റുപ്പിയ രൂപമാണെന്നും പറയാം. അതായത് ഇപ്പോൾ റുപ്പിയ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ആ വാക്ക് വന്നത്. ഇത് ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞാണ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഗോൾഡ് കോയിൻ്റെ ആദ്യമായിട്ടുള്ള തെളിവ് കിട്ടുന്നത് പോസ്റ്റ് മൗര്യൻ പീരീഡ് ഇൻഡോ ഗ്രീക്ക് രാജാക്കന്മാരിൽ നിന്നാണ് കിട്ടുന്നത്. അവരെയാണ് ഗോൾഡ് കോയിൻ്റെ ആദ്യമായിട്ടുള്ള തെളിവുകൾ കിട്ടുന്നത്, ആർക്കിയോളജിക്കൽ തെളിവുകൾ കിട്ടുന്നത്. പക്ഷേ ബുക്ക് പരമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗോൾഡ് കോയിൻ നമുക്ക് ഇൻഡോ ഗ്രീക്സിൽ നിന്നാണ് കിട്ടുന്നതെന്നാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. ഓക്കെ, എന്നാലും ഇവിടെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വർണ്ണ രൂപയെന്നും റുപ്യ രൂപയെന്നൊക്കെ. പക്ഷേ റുപ്യ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്വർണ്ണ കോയിൻ, ഗോൾഡ് കോയിൻസിനെ കുറിച്ചുള്ള തെളിവ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് എവിടെയാണ്? അത് ഇൻഡോ ഗ്രീക്കിലാണ്. ഇവിടെയും 5 മാർക്ക് സിൽവർ കോയിൻ പോലത്തെ കോയിൻസ് തന്നെയാണ് ഇവിടെ സെയിം നമുക്ക് മഹാജനപദ പീരീഡിലുള്ള അതേപോലത്തെ കോയിൻസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, 5 മാർക്ക്. ഓക്കെ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ഈ കോയിനൊക്കെ മിൻറ്റ് ചെയ്യുന്നവരാണ് സ്റ്റേറ്റ് മോണോപ്പോളിയാണ് കോയിൻ മിൻറ്റിങ്ങിനുള്ള. പണ്ടൊക്കെ മഹാജനപദ പീരീഡിലൊക്കെ ഗിൽഡുകളും എന്ത് ചെയ്തു, കോയിൻ അടിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം മഹാജനപദ പീരീഡിൽ. പക്ഷേ മൗര്യൻ പീരീഡൊക്കെ എടുത്തപ്പോൾ സ്റ്റേറ്റാണ് കംപ്ലീറ്റ് ആയിട്ട് മോണോപ്പോളി. പിന്നെ എപ്പോഴും സ്റ്റേറ്റ് ആയിരിക്കും. ഇപ്പോഴായാലും നമ്മളെ ഗവൺമെൻറ്റാണ്, നമ്മളെ മെയിൻ ഗവൺമെൻറ് RBIയും കൂടെയാണ് നമ്മൾ എന്താണ് ഈ ഒരു കോയിനൊക്കെ അടിക്കുന്നത്. ഓക്കെ, ഇനിയാണ് അശോകൻ്റെ ദമ്മ പോളിസി, അശോകയുടെ പോളിസി ഓഫ് ദമ്മയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അശോകയുടെ പോളിസി ഓഫ് ദമ്മ? അശോകയുടെ മെസ്സേജസ് ആണ്. അശോക പറയാണ്, നിങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഫുൾ എൻ്റെ പാർട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ എവിടെയുള്ള ഒരാൾക്കാരായാലും നിങ്ങൾ പീസ്ഫുള്ളായിട്ട് നിൽക്കുക. ഓക്കെ, റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പീസ്ഫുള്ളായിട്ട് നിങ്ങൾ നിൽക്കാൻ നോക്കുക. അങ്ങനെയുള്ള മെസ്സേജുകൾ കൊടുക്കുന്നതാണ് അശോകൻ്റെ പോളിസി ഓഫ് ദമ്മ എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത് പറഞ്ഞ 2 വഴിയുണ്ട്. ഒന്ന് റോക്ക് അഡിക്റ്റുകളും വഴി പറഞ്ഞു, 2 പില്ലർ അഡിക്റ്റുകളും വഴി പറഞ്ഞു. ഓക്കെ, റോക്ക് അഡിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കല്ലിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എഴുതുന്നതാണ് റോക്ക് അഡിക്റ്റ്. അത് തന്നെ മേജറായിട്ടുള്ള റോക്ക് അഡിക്റ്റുകളുണ്ട്, പിന്നെ മൈനറായിട്ടുള്ള റോക്ക് അഡിക്റ്റുകളുണ്ട്. ഇവിടെയും പില്ലർ അഡിക്റ്റിൽ തന്നെ പില്ലറിൻ്റെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ എഴുതുന്നത്. അത് മേജറായിട്ടുള്ള പില്ലർ അഡിക്റ്റുകളുണ്ട്, മൈനറായിട്ടുള്ള പില്ലർ അഡിക്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ മേജറായിട്ട് 14 റോക്ക് അഡിക്റ്റാണ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഒരു കല്ലിൽ 14 വരി എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 14 മേജർ റോക്ക് അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ 14 വരി എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, റോക്ക് അഡിക്റ്റുകൾ മേജറായിട്ട് 14 റോക്ക് അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ 10 സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, 10 സ്ഥലങ്ങൾ. അപ്പോൾ ഈ 14 മേജർ റോക്ക് അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ 14 വരികളാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക, അല്ല 14 സ്ഥലങ്ങളല്ല. ഇത് 10 സ്ഥലങ്ങളിലാണ് മേജറായിട്ട് കണ്ടെത്തിയത്. ഓക്കെ, എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് മെയിനായിട്ടുള്ള അശോകൻ്റെ മെയിൻ ടെറിട്ടറി, നോർത്ത് ടെറിട്ടറി. അതുകൊണ്ട് അശോകൻ്റെ മെയിൻ ടെറിട്ടറിയിലൊന്നും അദ്ദേഹം ഈ മെസ്സേജ് കൊടുത്തില്ല. കാരണം ഓൾറെഡി അറിയാമല്ലോ, അശോകനാണ് അവിടുത്തെ രാജാവെന്നും അവർ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്തില്ലേ അതിന് ശിക്ഷ കിട്ടുമെന്നും അറിയാം. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി കുറച്ചുകൂടെ ഇന്ത്യയിലായിട്ടുള്ള സൗത്തിലോട്ടുള്ള ഏരിയാസിലായാലും, പിന്നെ അടുത്ത് ഇവിടെ കണ്ടഹാർ, ഈ അങ്ങോട്ടുള്ള ഏരിയാസിലാണ് കൂടുതൽ എന്ത് ചെയ്തത്, ഈ ഒരു റോക്ക് അഡിക്റ്റുകൾ കൂടുതലായിട്ട് അശോക സ്പ്രെഡ് ചെയ്തെന്ന് മനസ്സിലാക്കുക. ആ സ്ഥലങ്ങളെ പേരൊന്ന് പഠിക്കാം. സൗത്തിലുള്ള സ്ഥലങ്ങൾ ഗിർനാർ, സോപ്പാര, സന്നതി, യറഗുഡി, ഗൗഗാഡ, ധൗളി.
ഓക്കെ, ധൗളിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്നും കൂടെ പഠിച്ചാണ് അശോകൻ്റെ ധൗളി ഇൻസ്ക്രിപ്ഷൻസിനാണ് ഉത്തർകലിംഗയുടെ യുദ്ധത്തിനെക്കുറിച്ചും പിന്നെ അതുപോലെ അശോകൻ ബ്ലഡ്ഷെഡൊക്കെ കണ്ട് സമാധാനത്തിൻ്റെ പാതയിലേക്കൊക്കെ പോയി എന്ന് പറയുന്ന തെളിവുകൾ അതിലാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയാസിൽ ഇത്രയും, അതായത് ഈ 2, 4, 6, 7 ഈ 7 സൈറ്റുകളിൽ ബ്രഹ്മി സ്ക്രിപ്റ്റാണ് ഉപയോഗിച്ച് പ്രാകൃതത്തിലാണ് എഴുത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ കണ്ടഹാറിൽ എന്ന് പറഞ്ഞ സൈറ്റിൽ ഗ്രീക്ക് അരമായിക് സ്ക്രിപ്റ്റാണ് ഉപയോഗിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ 2 സൈറ്റിലും ഏതൊക്കെ മൻസെഹ്റയിലും ഷഹ്ബഹാർഹിയിലും ഖരോഷ്ടി സ്ക്രിപ്റ്റാണ് ഉപയോഗിച്ചത്. അങ്ങനെ 3-4 സ്ക്രിപ്റ്റിലൊക്കെ എന്ത് ചെയ്തിരുന്നു, അദ്ദേഹം എഴുതിയിരുന്നു. അപ്പോൾ നിങ്ങൾ റൈറ്റിംഗ് സ്ക്രിപ്റ്റുമായിട്ടുള്ള വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ മലയാളം എന്ന് പറയുമ്പോൾ എന്താണ്, മലയാളം കായ്ക്ക ഗായിക്ക എന്ന് എഴുതുന്നത് അവിടുത്തെ മലയാളം സ്ക്രിപ്റ്റാണ്. അതുപോലെ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ മലയാളം എഴുതാം, അത് ഇംഗ്ലീഷിൻ്റെ സ്ക്രിപ്റ്റാണ്. ABCD വെച്ച് നമുക്ക് എഴുതാം, അത് ആൽഫബറ്റ്സിൻ്റെ സ്ക്രിപ്റ്റ് വെച്ച് മലയാളം എഴുതാം, വാട്സാപ്പിലൊക്കെ എഴുതുന്നത്. അതുപോലെ തന്നെ പ്രാകൃതം എന്ന് പറഞ്ഞ ഭാഷയെ ബ്രഹ്മി സ്ക്രിപ്റ്റിൽ എഴുതാം. അതുപോലെ തന്നെ എന്താണ് ഈ ബാക്കി ഖരോഷ്ടി എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിൽ എഴുതാം, ഗ്രീക്ക് സ്ക്രിപ്റ്റിൽ എഴുതാം. അപ്പോൾ അങ്ങനെ ആ സ്ക്രിപ്റ്റിലോട്ട് മാറ്റി എന്ത് ചെയ്തു അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് അവർ. അതാണ് നിങ്ങളുടെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് റോക്ക് അഡിക്റ്റ് ഔട്ട്സൈഡിലോട്ട് ഇരുന്നതെന്ന് അതൊരു ഡയറക്റ്റ് ത്രെട്ടാണ്. നിങ്ങൾ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതിനുള്ള നടപടികൾ എടുക്കും എന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ 14 വരികളിലാണ് ഈ മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് 14 വരികളെന്ന് നിങ്ങൾ നോക്കേണ്ടതുണ്ട്, ഞാൻ താഴെ പറഞ്ഞുതരാം. ഓക്കെ, ഈ പ്രാകൃത ലാംഗ്വേജ് 2 ഭാഷയിലാണ് എഴുതിയ മെയിനായിട്ട്, ബ്രഹ്മി സ്ക്രിപ്റ്റും ഖരോഷ്ടി സ്ക്രിപ്റ്റും എന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയത് എന്താണ് ഈ ബ്രഹ്മിൽ എഴുതിയിരിക്കുന്നത്, എന്താണ് ഈ ഖരോഷ്ടിയിൽ എഴുതിയിരിക്കുന്നത് മനസ്സിലായത് 1838 ജെയിംസ് പ്രിൻസപ്പ് എന്നൊരാളാണ് ഇത് ഡെസിഫർ ചെയ്തെടുക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ജെയിംസ് പ്രിൻസപ്പാണ് ബ്രഹ്മിയും ഖരോഷ്ടി സ്ക്രിപ്റ്റും ഡെസിഫർ ചെയ്തെടുക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ വിചാരിച്ചു വെച്ചുകൊണ്ടിരുന്ന അശോക ശ്രീലങ്കയിലെ ഒരു രാജാവാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ ബ്രഹ്മി സ്ക്രിപ്റ്റും ഖരോഷ്ടി സ്ക്രിപ്റ്റും ഡെസിഫർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് അദ്ദേഹം മൗര്യയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജാവാണെന്നൊക്കെ. ഓക്കെ, പിന്നെ ഗ്രീക്ക് സ്ക്രിപ്റ്റ് എഴുതിയത് പ്രാകൃതല്ല, അത് ഗ്രീക്ക് തന്നെയാണ് എഴുതിയത്, ഗ്രീക്ക് സ്ക്രിപ്റ്റ് ഉണ്ട്. പിന്നെ അരമായിക് സ്ക്രിപ്റ്റിലാണ് എഴുതിയത്. ഇങ്ങനെ 4 ഭാഷ. ഇതിൽ പ്രാകൃത എഴുതിയത് 2 സ്ക്രിപ്റ്റ് വെച്ച്, ബ്രഹ്മിയും ഖരോഷ്ടിയും. ഗ്രീക്ക് എഴുതിയത് ഗ്രീക്ക് സ്ക്രിപ്റ്റ് വെച്ച്, അരമായിക് എഴുതിയത് അരമായിക് സ്ക്രിപ്റ്റ് വെച്ച്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ 14 മെസ്സേജുകൾ? ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ അനിമൽ സാക്രിഫൈസ് ഒന്നും ആവശ്യമില്ലാതെ ചെയ്യരുത്. കാരണം അഗ്രികൾച്ചറിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സർപ്ലസോടെയും ഗവൺമെൻറ്റിനുള്ള പൈസ കുറയും. അതുകൊണ്ട് അനിമൽ സാക്രിഫൈസുകൾ കുറയ്ക്കുക. ഫെസ്റ്റിവൽ ഗ്യാതറിങ്സ് കുറയ്ക്കുക. ഫെസ്റ്റിവൽ ഗ്യാതറിങ്സ് കുറയ്ക്കാമെന്ന് പറയാനുള്ള മെയിൻ കാരണം, ഫെസ്റ്റിവൽ ഗ്യാതറിങ്സ് നടക്കുമ്പോൾ അവിടെ മീറ്റിങ്ങുകൾ നടക്കും, ആൾക്കാർ കൂടുതൽ സംസാരിക്കും. രാജാവിനെതിരെ അവരെന്ത് ചെയ്യും, ചിലപ്പം പ്ലോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ രാജാവിനെതിരെ ഡിസ്കഷൻസ് നടക്കാൻ ചാൻസ് ഉണ്ട്, ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ഗ്യാതറിങ്സും അദ്ദേഹം ഒഴിവാക്കുക എന്ന് പറയുന്നത്. ഇത് പിന്നീട് തിരിച്ചു കൊണ്ടുവരുന്ന ആരെന്ന് വെച്ചാൽ ബാലഗംഗാധര തിലകാണ്. അത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പയക്കി നമ്മൾ ബാലഗംഗാധര തിലകാണ് പിന്നീട് ഈ ഗണപതി ഫെസ്റ്റിവലൊക്കെ പിന്നെ ഒന്നേന്ന് കൊണ്ടുവരുന്നത്. കാരണം അവിടെ ജനങ്ങളെല്ലാം കൂടി ഗ്യാദർ ചെയ്തിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിക്കും. ഓക്കെ, അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇത് തുടങ്ങുന്നത്. അതേ ഐഡിയ അശോകനും അറിയായിരുന്നു, ഇങ്ങനെ ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഫെസ്റ്റിവലായിട്ടുള്ള ഒരു ഗ്യാതറിങ്സും നടത്തരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റ് റോക്ക് അഡിക്റ്റുകൾ, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള മറ്റ് റോക്ക് അഡിക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് റോഡായാലും വെൽസ് ആയാലും ട്രീ പ്ലാന്റിങ്ങിനായാലും അനിമൽസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത്. മൂന്നാമത്തെ വരിയിൽ പറയുന്നത് എന്താണ്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക. ബ്രാഹ്മണന്മാരുടെ മതങ്ങളായാലും ശ്രമണ എന്ന് പറയുമ്പോൾ ഇവിടെ ബുദ്ധിസം ജൈനിസം അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള മോങ്സിനെയൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവരെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക. ഇവിടെ പറയുന്ന ഐഡിയ എന്താണ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ്. എല്ലാവരും ഒരേപോലെ കാണുക. എനിക്കിവിടെ അടി വേണ്ട, കാരണം എനിക്കിവിടെ ഒരു ഗവൺമെൻറ് നടത്തിക്കൊണ്ട് പോകാനാണ്, അത് സ്റ്റേബിളായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങളിവിടെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ ബേരിഘോഷ വിട്ടു. ബേരിഘോഷ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നൊരു വഴിയിൽ നിന്ന് ഞാൻ മാറി, ഇപ്പം ഞാൻ സമാധാനപരമായിട്ടുള്ള പാതയിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ പോവുക, ഫൈറ്റ് ഒന്നും ഉണ്ടാക്കാതിരിക്കുക. പിന്നെ 5-ാമത്തേൽ പറയുന്നത് എന്താണ്, നിങ്ങൾ അഥവാ അങ്ങനെയൊന്നും കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ധമ്മ മഹാമാത്ര എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സിനെ നിയമിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഓഫീസേഴ്സ് ധമ്മ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഈ അഡിക്റ്റിൽ പറയുന്ന വരികളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ചെയ്തിട്ടില്ല അതിനെതിരെയുള്ള ശിക്ഷകൾ നടപ്പിലാക്കും. ഓക്കെ, പിന്നെ 6-ാമത്തെ റോക്ക് അഡിക്റ്റിൽ പറയുന്ന ധമ്മ മഹാമാത്രയ്ക്ക് തന്നെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും എന്നെ വന്ന് കാണാം, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, നമ്മൾ ഉടൻ തന്നെ അതിനുള്ള നടപടി എടുക്കും എന്നുള്ളൊരു കാര്യം കൂടി എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ധമ്മ മഹാമാത്രമാണ് പെട്ടെന്ന് രാജാവിന് പറയും, നമുക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ട് അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിന് സ്റ്റെബിലിറ്റി കൊണ്ടുവരാമെന്നൊരു ഉദ്ദേശമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മേജറായിട്ടുള്ള അടുത്ത റോക്ക് അഡിക്റ്റാണ് റോക്ക് അഡിക്റ്റ് നമ്പർ 7 എന്ന് പറയുന്നത്. ഇവിടെ മറ്റ് സെക്റ്റുകൾ എല്ലാത്തിനെയും ടോളറേറ്റ് ചെയ്തുകൊണ്ട് പോവുക, പീസ്ഫുള്ളായിട്ട് എല്ലാവരും പോവുക, തമ്മിൽ ഫൈറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്.
ഓക്കെ, അവിടെ ഒരു സെക്യുലറായിട്ട് പോകാനാണ് പറയുന്നത്. കാരണം ഈ മതത്തിന് വേണ്ടി അടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രശ്നമാണ്. പിന്നെ അവസാനം ഈ മതങ്ങൾ കാരണം തന്നെ ഈ രാജാവിനെതിരെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എന്ത് ചെയ്ത് അദ്ദേഹം ഒരു മെസ്സേജ് ആയിട്ട് ഒരു വാണിംഗ് ആയിട്ട് ഇത് എഴുതി കൊടുക്കുന്നു. അടുത്ത് 8ാമത്തെ മേജർ റോക്ക് എഡിക്റ്റ് എന്ന് പറയുന്നതാണ് ധമ്മ മഹാമാത്ര. ധമ്മയാത്ര നടത്തും. ആദ്യം ഈ ധമ്മ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കും. ഫോളോ ചെയ്തില്ലെങ്കിൽ ധമ്മ മഹാമാത്ര പോലത്തെ ഓഫീസേഴ്സിനെ അറ്റൻഡ് ചെയ്യും. ഈ ഓഫീസേഴ്സ് പറയുന്നതും കേട്ടില്ലെങ്കിൽ സ്വയം അശോകൻ തന്നെ ധമ്മയാത്ര പോലത്തെ ടൂർ നടത്തി എന്ത് ചെയ്യും, സ്വന്തമായിട്ട് വന്ന ആൾക്കാരെ പിടിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, തെറ്റായിട്ട് ചെയ്യുന്നവരെ എന്ത് ചെയ്യും, അദ്ദേഹം തന്നെ ശിക്ഷ കൊടുക്കുമെന്നാണ് പറയുന്നത്. അടുത്ത് 9ാമത്തെ റോക്ക് എഡിക്റ്റിൽ പറയുന്നത് എന്താണ്, അറ്റാക്ക് സെറിമണീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സെറിമണി ഇപ്പം നമ്മൾ പറയുന്ന ഒരുമിച്ചുള്ള ഫെസ്റ്റിവൽ ഗ്യാതറിങ്സ് ഒന്നും നടത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, അദ്ദേഹത്തെ കുടുംബത്തിൻ്റെ അകത്ത് വീടുകളുടെ അകത്ത് തന്നെ ഇഷ്ടംപോലെ ചെറിയ ലഘു യജ്ഞങ്ങൾ അല്ലെങ്കിൽ ചെറിയ സെറിമണികളൊക്കെ നടത്തും. ബർത്ത് സെറിമണീസ്, മാരേജ് സെറിമണീസൊക്കെ നടത്തും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ആൾക്കാരെ കൂട്ടിയുള്ള മാരേജ് സെറിമണീസും പരിപാടികളൊന്നും നടത്തരുത് എന്ന് പറയുന്നുണ്ട്. അതായത് ഗ്യാതറിങ്സ് ഒരു രീതിയിലും വരരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കാരണം എന്നാൽ ഇഷ്ടംപോലെ ചർച്ചകൾ നടത്തും, രാജാക്കന്മാർക്കെതിരെ ചർച്ചകൾ നടക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഓക്കെ, 10ാമത്തെ റോക്ക് എഡിക്റ്റിൽ പറയുന്നത് നിങ്ങളെ സ്വന്തം ഗ്ലോറി അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടി വരാതെ എന്ത് ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക, സമാധാനപരമായിട്ട് പോവുക. കാരണം ഒരാൾ ഫെയിമിനും ഗ്ലോറിക്ക് വേണ്ടി പോയാൽ ഈവൻ ചിലപ്പോൾ എന്ത് ചെയ്യും, രാജാവിന് വേണ്ടി അദ്ദേഹം യുദ്ധം ചെയ്യാൻ നോക്കിയാലോ, രാജാവിനെക്കാളും വലിയ ആളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കിങ്ഡത്തിലുള്ള സമാധാനം, പീസ് പോകും, അതൊരു വാർ പോലത്തെ സിറ്റുവേഷനിലെത്തും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അങ്ങനെ ഒരു മെസ്സേജ് റോക്ക് എഡിക്റ്റിൽ വഴി പറഞ്ഞത്. അതാണ് 10ാമത്തെ മെസ്സേജ്. ബേസിക്കായിട്ട് എന്തൊക്കെയാണ് അശോകൻ പറഞ്ഞതെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. കൂടുതലായിട്ടൊന്നും ഓരോന്നായിട്ട് പഠിക്കാനൊന്നും വേണ്ട. ഒരിക്കലും എന്ത് ചോദിച്ചിട്ടുണ്ട്, സൗത്ത് ഇന്ത്യൻ കിങ്ഡംസിനെ കുറിച്ച് ഏത് അഡിക്റ്റിലാണ് പറയുന്നത്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ പറയാറില്ല അത്. ഓക്കെ, എന്താണ് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ പോയിന്റ് ഇത് പറഞ്ഞിരുന്നത്. അടുത്ത് 11ാമത്തെ റോക്ക് എഡിക്റ്റിൽ എന്ന് പറയുന്നത് ബാക്കി ഫർദർ എക്സ്പ്ലനേഷൻ, ധമ്മയെക്കുറിച്ചുള്ള പറയാം. മൃഗങ്ങളെ കൊല്ലരുത്, എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കാണണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ 12ാമത്തെ റോക്ക് എഡിക്റ്റിൽ പറയുന്നത് എന്താണ്, പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. ടോളറേറ്റ് ചെയ്യുക, മറ്റ് സെക്റ്റുകളെ മറ്റ് മതങ്ങളെല്ലാം ടോളറേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുക. കാരണം ഇന്ത്യ എന്നുകൊണ്ട് ഒരുമിച്ച് വരുമ്പം ഇഷ്ടംപോലെ മതം, ബ്രാഹ്മണർ കാണും, ബ്രാഹ്മണർ കാണും, ബുദ്ധിസം കാണും, ജൈനിസം കാണും, മറ്റ് മതങ്ങൾ, ഹെറ്ററോഡോക്സ്, അജീവിക, ചാർവക, അങ്ങനെ കുറേ പേര് കാണും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്തുള്ള അഡിക്റ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത് ഇൻ്റർനാഷണലി എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അശോകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സിറിയയുമായിട്ടുണ്ടായിരുന്നു, ടോളമിയായിട്ടുണ്ടായിരുന്നു, പിന്നെ മെസഡോണിയയിലെ രാജാക്കന്മാരായിട്ടൊക്കെ നമ്മൾ നല്ല ഫോറിൻ റിലേഷനിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് നിങ്ങൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല വെളിയിൽ നിന്നും ആൾക്കാർ നമ്മളെ സഹായത്തിന് വരും എന്നൊക്കെയുള്ള ഒരു ത്രെട്ടാണ് ഇവിടെ ഇൻഡയറക്റ്റ്ലി പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവരുമായിട്ട് ഫ്രണ്ട്ലി റിലേഷൻസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പവറും കൂടെ കാണിക്കാനാണ് അത് ചെയ്യുന്നത്. പിന്നെ 14ാമത്തെ റോക്ക് എഡിക്റ്റിൽ പറയുന്നത് എന്താണ്, ഈ 13 പ്രിൻസിപ്പിൾ ഞാൻ ഓരോ സ്ഥലത്തും എഴുതി വയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അത് പാലിച്ചില്ലേ നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ്. ഇതാണ് 14ആയിട്ടുള്ള മേജറായിട്ടുള്ള റോക്ക് എഡിക്റ്റുകൾ. സ്ഥലം ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വയ്ക്കുക. ധൗളി, ഗൗഗാഡ, യറാഗുഡി, സന്നിധി, സോപ്പാര, ഗിർനാർ, ഖണ്ഡകാർ, ഷഹ്ബാസി, മെഹ്സഹറ, കൽസി. ഓക്കെ, ഇനി സ്ഥലങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അത് പറഞ്ഞുതരാമൊന്നുമില്ല, അത് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടഹാറിൽ ഗ്രീക്കിലാണ് എഴുതി വെച്ചിരുന്നത്. പക്ഷേ അവിടെ 12 13 പോർഷൻസ് എന്ത് ചെയ്തു കൂടുതലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം എല്ലാ റോക്ക് എഡിക്റ്റിലും 14 വരികൾ ഒരേപോലെ കാണണമെന്നില്ല. ഓക്കെ, ചിലയിടത്ത് ഇപ്പോൾ ഗർണറിലാണെങ്കിൽ അങ്ങനെ ഉണ്ട്, അതാണ് വേറെ ഒന്നും എക്സ്ട്രാ എടുത്ത് പറയാത്ത. പക്ഷേ ചിലയിടത്തൊക്കെ കുറച്ച് വരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. പിന്നെ ഷഹ്ബാഖി ഉണ്ട്, അത് ഖൈബാറിലാണ്, പാകിസ്ഥാനിൽ ഖരോഷ്ടി സ്ക്രിപ്റ്റിലാണ് എഴുതിയത്. പിന്നെ മെഹ്സാറ, അതും പാകിസ്ഥാനിലാണ്, ഖരോഷ്ടി സ്ക്രിപ്റ്റിലാണ്. പിന്നെ കൽസി, ഡെറാഡൂൺ ഉത്തരാഖണ്ഡ്, ഗിർനാർ ഗുജറാത്ത്, ജുനാഗഡ്, സോപ്പാര മഹാരാഷ്ട്ര. സ്ഥലങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക. ധൗളി എവിടെയാണ്, സോപ്പാരയിലുണ്ടായിരുന്നത് 8 9 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധൗളിയിലുണ്ടായിരുന്ന 11 മുതൽ 13 വരെ ഒഴിച്ച് ബാക്കിയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ജൗഗാഡയിൽ 11 13 ഒഴിച്ച് ബാക്കിയാണ് ഉണ്ടായിരുന്നത്. സന്നിധിയിൽ എന്താണ് 1 2 സെപ്പറേറ്റ് ആയിട്ട് കിട്ടി, പിന്നെ 13 14 സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. കാരണം ഇഷ്ടംപോലെ എല്ലാം പൊട്ടലുകൾ എത്ര വർഷം ആയതില്ലേ, അതുകൊണ്ട്. യറഗുഡി, കുർണൂർ, ആന്ധ്രാപ്രദേശ്, അവിടെ എല്ലാം കിട്ടിയിട്ടുണ്ട്, അതാണ് എടുത്ത് പറയാത്തത്. ഓക്കെ, ഇനി എന്തിനാണ് ഈ ധമ്മ പോളിസി ഏറ്റെടുത്തത്? ധമ്മ പോളിസി ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ്, ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ സമാധാനമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആൾക്കാർക്ക് വാണിംഗ് കൊടുത്ത് ഒതുക്കി നിർത്തണം, അല്ലാന്നുണ്ടെങ്കിൽ അവർ എംപററിനെതിരെ ഫൈറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ്
എന്ത് ചെയ്യുക, ദമ്മ പോളിസി ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. പിന്നെ സുപ്രമസി, മഗധിൻ്റെ സുപ്രമസി അറിയാമല്ലോ, മഗധിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ. അപ്പോൾ മഗധ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ മഗധ് എന്ന് പറയുന്നത്, പക്ഷേ ജോഗ്രഫിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ബീഹാറിലാണ്. ബീഹാറും ഇപ്പം തക്ഷശില എന്ന് പറയുമ്പോൾ തന്നെ വളരെ വലിയൊരു ഏരിയയാണ് തമ്മിൽ. അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം മെസ്സേജ് ഇവിടെ എത്തണമെങ്കിൽ തന്നെ കുറേ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ദമ്മ പോലത്തെ ഇതുവഴി മെസ്സേജ് നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്കൊരു വാണിംഗ് ആയിട്ടുള്ള മെസ്സേജ് എത്തും. കാരണം എല്ലാവർക്കും മഗധയുടെ ഇമ്പോർട്ടൻസ് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ കോസ്മോപോളിറ്റൻ സൊസൈറ്റി, എല്ലാവരും പല പല രീതിയിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ദമ്മ എന്ന് പറഞ്ഞ പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇലാബറേറ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയാണ് നമുക്കറിയാം കൗടില്യ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി കൊണ്ടുപോകാനും ദമ്മ പോലത്തെ മെസ്സേജ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിസോഴ്സ് ഇതെല്ലാം നടത്തിക്കൊണ്ടുപോയി ഇഷ്ടംപോലെ പൈസ വേണം അഗ്രികൾച്ചർ നന്നായിട്ട് നടക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അഗ്രികൾച്ചറൊക്കെ നടത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താനും ഒക്കെ എന്താണ് സമാധാനം ഇമ്പോർട്ടൻ്റ് ആണ്, ദമ്മ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇവിടെ 1-2 എക്സ്ട്രാ ഫാക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതായത് മറ്റു മതങ്ങൾ, അതായത് ക്രിസ്ത്യാനിറ്റിയും ജൂയിഷ് മതത്തിനെയും കുറിച്ച് പറയുന്നുണ്ട്. അവരെ പീഗൻ റിലീജിയൻസ് ആണെന്ന് വിളിച്ചത്. ഇപ്പോൾ ജൂയിഷ് റിലീജിയൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റിലീജിയനാണ് വേൾഡിൽ. ഈ ജൂയിഷിൻ്റെ തന്നെ 3ാമത്തെ ധർമ്മഗുരു എന്ന് പറയുന്ന ആളാണ് ജീസസ് അവസാനം എന്ത് ഈ ജൂയിഷ് മതത്തിനെതിരെ തന്നെ തിരിഞ്ഞാണ് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത്. 7ാമത്തെ ധർമ്മഗുരുവാണ് മുഹമ്മദ് ജൂയിഷ് മതത്തിനെതിരെ തിരിഞ്ഞ് തന്നെയാണ് മുസ്ലിം കൊണ്ടുവന്നത്. ഇതിൽ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളെ വർത്തമാൻ മഹാവീരും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബുദ്ധനും ജൈനിസവും ബുദ്ധിസവും കൊണ്ടുവന്നത്. ബ്രാഹ്മണിക്കൽ റിലീജിയനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് അവർ. അത് ഇഷ്ടപ്പെടാതെയാണ് അവർ ബുദ്ധിസം ജൈനിസം പോലത്തെ പുതിയ മതം കൊണ്ടുവന്നത്. അതുപോലെയാണ് ജീസസും മുഹമ്മദും ജൂയിഷ് റിലീജിയനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ്, അത് ഇഷ്ടപ്പെടാതെയാണ് അവർ ക്രിസ്ത്യാനിറ്റിയും മുസ്ലിമും കൊണ്ടുവന്നത്. അതായത് റിലീജിയസ് റീഫോമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ ഒരു ബുദ്ധിസം ജൈനിസത്തിൻ്റെ കൂടെ പറയേണ്ടതാണ്, എന്നാലും ഇവിടെ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, സീരീസ് കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ റോക്ക് അഡിക്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കി. അടുത്ത് നോക്കലെന്ന് പറഞ്ഞാൽ അശോകൻ്റെ പില്ലർ അഡിക്റ്റുകൾ, അശോകാസ് പില്ലർ അഡിക്ട്സ്. ഓക്കെ, അത് മേജർ പില്ലർ അഡിക്റ്റ് മൈനർ പില്ലർ അഡിക്റ്റും ഉണ്ട്. മേജർ ആയിട്ടുള്ള നമുക്ക് നോക്കിയേ. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്താണ്? അത് പേർഷ്യൻ ഇൻഫ്ലുവൻസ്, ഇറാൻ്റെ ഇൻഫ്ലുവൻസ് ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നു. കാരണം ദാരിയസ് ദ ഗ്രേറ്റ് ഒക്കെ ഇവിടെ ഇങ്ങോട്ട് ഉണ്ടായിരുന്ന ആളാണ്, ഇവിടെ റൂൾ ചെയ്ത ആളാണ്. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഭയങ്കരമായിട്ട് മൗര്യൻ ആർട്ടിൽ കണ്ടിരുന്നു. അതിൽ അശോകൻ്റെ ഒരു പില്ലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള അതിൻ്റെ ആർക്കിടെക്ചർ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഒരു പില്ലർ എന്ന് പറയുന്നത്. ഇത് ലൗര്യ നന്ദഗ്രാഹം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു പില്ലറാണ്. ഓക്കെ, ഈ ഒരു ഏരിയ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഷാഫ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, ഷാഫ്റ്റ്. ഓക്കെ, അടുത്ത് ഇതെന്ന് പറഞ്ഞത് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് അല്ലെ ബെൽ ഷേപ്ഡ് അല്ലെ ലോട്ടസ് മോട്ടീഫ് എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത് ലോട്ടസിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു സാധനം. ഓക്കെ, അടുത്ത് മൂന്നാമത്തെ അതിൻ്റെ മുകളിൽ അബാക്കസ്, ഈ ഒരു അനിമൽ നിൽക്കുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് അബാക്കസ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ക്യാപിറ്റൽ ഫിഗറാണ്. അത് ചിലപ്പോൾ പല പല മൃഗങ്ങളായിരിക്കും, അതിനെ ക്യാപിറ്റൽ ഫിഗർ എന്ന് വിളിക്കും. ഇതെല്ലാം ഒരു കല്ലാണ് നിർമ്മിച്ചെടുത്തത്, അത് മോണോലിത്തിക്കാണെന്ന് മനസ്സിലാക്കുക. ഒരു കല്ലിനാണ് ഇങ്ങനെ എന്ത് ചെയ്ത് കാർവ് ചെയ്ത് ഇത്രയാക്കി എടുത്തെന്ന് മനസ്സിലാക്കാം. ഓക്കെ, പക്ഷേ പേർഷ്യൻ പില്ലർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് മോണോലിത്തിക് അല്ല, കുറേ കല്ലുകൾ ചേർത്ത് വെച്ചാണ് അവരുണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഫിഗർ അവിടെ താഴെയാണുള്ളത്, മുകളിലല്ല. ഇവിടെ മുകളിലാണ് ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഫിഗർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് പേർഷ്യൻ പില്ലറും പിന്നെ എന്താണ് ഈ മൗര്യൻ പില്ലറുമായിട്ടുള്ള വ്യത്യാസം. പേർഷ്യയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും കുറേ ഇഷ്ടംപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് എക്സ്ട്രാ ആഡ് ചെയ്താണ് മൗര്യൻ പില്ലർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ മൗര്യൻ പില്ലറിൻ്റെ ഷാഫ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഴുത്തുകളുണ്ട്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ അഡിക്റ്റുകൾ അദ്ദേഹം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതും ഏതിലൊക്കെയാണ്? പ്രകൃതാണ്, ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാം. ഒരു സ്ക്രിപ്റ്റ് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. മേജറായിട്ട് 7 പില്ലർ അഡിക്റ്റുകളാണ് ഉള്ളത്. ഓക്കെ, 7 പില്ലർ അഡിക്റ്റ്, 7 പില്ലർ അഡിക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 7 വരിയായിരിക്കും എഴുതിയിരിക്കുന്നത്. 7 വരിയായിട്ട് 7 സ്ഥലങ്ങളിൽ തന്നെ ഇതുണ്ട് കേട്ടോ. ഒന്നാമത്തെ വരി പറയുന്നത് എന്താണ്? ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും പിന്നെ നിങ്ങൾ സമാധാനവും സത്യവും കൊണ്ട് നടക്കേണ്ട ഇമ്പോർട്ടൻസും പിന്നെ ക്രൂവൽറ്റി, ആങ്കർ, പ്രൈഡ് ഇതേപോലത്തെ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത്. അതായത് നേരത്തെ റോക്ക് അഡിക്റ്റിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പില്ലർ അഡിക്റ്റിലും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. സമാധാനമായിട്ട് കൊണ്ടുപോകുക, എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. 4ാമത്തെ റോക്ക് അഡിക്റ്റിൽ രാജു കാസ് എന്ന് പറഞ്ഞ ഓഫീസറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡായിട്ട് പറയുന്ന ഒരു ഓഫീസറാണ് രാജു കാസ്. ഞാൻ വേറൊരു പേരും കൂടെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്ക് 2-3 പേര് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, രാജു കാസ് എന്നൊരു ഓഫീസർ അവിടെ മൗര്യൻ ഡിസ്ട്രിക്ട് ഹെഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പില്ലർ അഡിക്റ്റിൽ എടുത്തു പറയുന്നുണ്ട്. പിന്നെ 5ാമത്തെ പില്ലർ അഡിക്റ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ കൊല്ലരുതെന്ന് മൗര്യൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കൊന്ന 25 പ്രിസണറിനെ അശോകൻ പിടിച്ചു. പക്ഷേ അശോകൻ വെറുതെ എവിടെയാണ്, പക്ഷേ ഇനി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പിടിക്കും എന്നൊരു കാര്യം കൂടെ ഈ ഒരു പില്ലർ അഡിക്റ്റിൽ എടുത്തു പറയുന്നുണ്ട്. പിന്നെ 6ാമത്തെ ദമ്മ പോളിസി, അശോകൻ്റെ ദമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. 7ാമത്തേതെന്ന് പറയുന്നത് ഡൽഹി ടോപ്ര പില്ലർ അഡിക്റ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ.
വർക്ക്സ് ഡൺ ബൈ അശോക ഫോർ ധമ്മ പോളിസി. ഇപ്പം എല്ലാ സെക്റ്റുകളും ഒരുമിച്ച് ടോളറേറ്റ് ചെയ്ത് പോവുക. നേരത്തെ അതേ മെസ്സേജ് തന്നെയാണ് 7ാമത്തെ പില്ലർ അടുക്കിൽ കൊടുക്കുന്നത്. ഇത് ഡൽഹി ടോപ്പറെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, 7 മെസ്സേജാണ് കൊടുക്കുന്നത്. ഇത് 10 സ്ഥലങ്ങൾ 7 സ്ഥലങ്ങളിലായിട്ടാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ ലൗറിയ നന്ദൻഗ്രാഹ് എന്ന് പറഞ്ഞാൽ ബീഹാറിൽ, രണ്ടാമത്തെ ലൗറിയ അരംഗജ് എന്ന് പറഞ്ഞാൽ അതും ബീഹാറിൽ, രാമപൂർവ എന്ന് പറഞ്ഞാൽ ബീഹാറിൽ 3 പില്ലർ അഡിക്റ്റ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അതിൽ രാംപൂർവ ബുള്ളാണ് നമ്മുടെ പഴയ ഇപ്പോഴത്തെ പാർലമെൻറ്റ്, അതായത് ട്രയാങ്കുലർ ഷേപ്പിലുള്ള പുതിയ പാർലമെൻറ്റ് വരും, അതല്ല ഇപ്പോഴത്തെ സർക്കുലർ ഷേപ്പിലെ പാർലമെൻറ്റ്. ഓക്കെ, ഈ പാർലമെൻറ്റിലുള്ള രാംപൂർവ ബില്ലിൻ്റെ ഫിഗർ ഇവിടെ വെച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ. ഓക്കെ, അവിടെ നമ്മൾ ആനിമൽ ഫിഗർ ഉണ്ട്, അതുപോലെ അബാക്കസ് ഉണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ലോട്ടസ് ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രാഷ്ട്രപതി ഭവനിൽ ഇതുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, പാർലമെൻറ്റിൽ രാഷ്ട്രപതി ഭവനാണ്, അന്ന് തിരുത്തിക്കോ, പാർലമെൻറ്റിൽ രാഷ്ട്രപതി ഭവൻ്റെ ഫ്രണ്ടിലാണ് ഇതുള്ളത്. ഓക്കെ, അടുത്ത അലഹബാദാണുള്ള. അലഹബാദ് ഉള്ളതെന്ന് പറഞ്ഞാൽ അലഹബാദ് ഉത്തർപ്രദേശിലാണുള്ളത്. ഇത് ജഹാംഗീർ, അശോക, സമുദ്രഗുപ്ത ഈ 3 രാജാക്കന്മാരുടെ എഴുത്തുകളും അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഡൽഹി ടോപ്പറ, ഡൽഹി മീരത്ത് എന്ന 2 പില്ലറുണ്ട്. ഈ 2 പില്ലറും നേരത്തെ ആദ്യം ഇത് ടോപ്പറ ഹരിയാനയിലാണ് ആദ്യം ഇതായിട്ട് ഉണ്ടായിരുന്നത്. ഇത് മീരത്തിലാണ് ഉണ്ടായിരുന്നത് ആദ്യം. പക്ഷേ ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറഞ്ഞാൽ ഡൽഹി സൽത്തനേറ്റിലുള്ള ഒരു രാജാവാണ്. ആ രാജാവാണ് ഇത് പിന്നെ എടുത്ത് ഡൽഹിയിലേക്ക് കൊണ്ട് വയ്ക്കുന്നത്. കാരണം അദ്ദേഹം നോക്കിയപ്പം ഈ ബ്രഹ്മി സ്ക്രിപ്റ്റിൽ പോലെ നമുക്കൊന്നും മനസ്സിലാവാത്ത ആൻഷ്യൻ്റ് ഭാഷയിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വളരെ വണ്ടറായിട്ട് തോന്നി. അങ്ങനെ വണ്ടറടിച്ചാണ് എന്ത് ചെയ്തത്, ഇതിനെ ഈ മീരത്തിലുള്ളയും ടോപ്പറയുള്ളയും പില്ലറിനെ ഡൽഹിയിലോട്ട് എടുത്ത് വെച്ചത്. അതുകൊണ്ടാണ് ഈ പേര് ഡൽഹി ടോപ്പർ എന്നും ഡൽഹി മീരത്ത് എന്നും ഇതിന് പേര് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഈ പില്ലറും അതുപോലെ റോക്കറ്റ് രണ്ടും കൂടെ ചേർത്തുള്ള ഒരു മെസ്സേജ്, ഇത് എന്താണ്, ഒരു ഫിഗറാണ്. നിങ്ങൾ നോക്കുക, സ്ഥലങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി വെച്ചിരിക്കുക. ഇതിൽ മേജറായിട്ട് നമുക്ക് പഠിക്കേണ്ട 7 പില്ലർ അഡിക്റ്റുകളും 10 റോക്ക് അഡിക്റ്റുകളുള്ള ഏരിയാസാണ്. ഓക്കെ, അടുത്ത് അതർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൗര്യൻ ആർക്കിടെക്ചർ പേർഷ്യനുമായിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കാർബൺ കോപ്പിയിൽ, ബ്ലൈൻഡ് കോപ്പിയിൽ അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എക്സാമ്പിൾ എന്താണ്, ഞാൻ പില്ലറിൻ്റെ എക്സാമ്പിൾ കാണിച്ച് പറഞ്ഞതാണ് എങ്ങനെയാണ് പേർഷ്യൻ ആർട്ടും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്നുള്ളത്. പിന്നെ രാജശാസനം, അതായത് നമ്മുടെ ബുദ്ധൻ അവിടെ ഇരുന്ന ബോധ്ഗയ ട്രീയുടെ അടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ത്രോൺ ഓഫ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ റോക്കറ്റ് കേവ്, ലോകത്തിലെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റത്തെ റോക്കറ്റ് കേവ് എന്ന് വെച്ചാൽ ബാരബാര കേവാണ്. അത് മൗര്യൻ പീരീഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത് നാഗാർജുന കേവ് എന്ന് പറഞ്ഞാൽ വേറൊരു കേവ് ഉണ്ട്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലുള്ളതാണ്. നമുക്ക് ഇത് ആർട്ട് ആൻഡ് കൾച്ചറിൽ നോക്കാം, ഇതൊന്നും നോക്കണ്ട, ആർട്ട് ആൻഡ് കൾച്ചറിൽ നോക്കാം. അടുത്ത് പണ്ട് എന്തായിരുന്ന സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ സ്കൾപ്ചേഴ്സിന് പുറമെ യക്ഷയും യക്ഷിനിയും. ഓക്കെ, യക്ഷി എന്ന് പറയുന്ന സ്കൾപ്ചർ ഇമേജുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എലിഫൻറ്റിൻ്റെ സ്ട്രക്ചർ, ഇത് ഒറ്റ കല്ലിലാണ് എലിഫൻറ്റ് നിർമ്മിച്ചെടുത്തത്. അത് ഡൗളിയിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ മാർവൽസാണ് മൗര്യൻ പീരീഡിലുണ്ടായിരുന്നത് മനസ്സിലാക്കുക. പിന്നെ സ്തൂപ ഉണ്ടായിരുന്നു. സ്തൂപ എന്ന് പറയുന്നത് ഈ ഇവരുടെ തന്നെ എന്താണ്, അശോകൻ്റെ തന്നെ ഡെത്ത് പാർട്ട്, അശോകൻ്റെ മോങ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ ബുദ്ധിസ്റ്റ് മോങ്സിൻ്റെ തന്നെ ഇഷ്ടംപോലെ റെലിക്കുകൾ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം ബോഡി പാർട്ടുകൾ പല സ്ഥലങ്ങളിലായിട്ട് വച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് സ്തൂപ. ഓക്കെ, സാഞ്ചി സ്തൂപ അശോകൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ബുദ്ധൻ്റെ കുറേ റെലിക്കുകൾ അവിടെ ഉണ്ട്. പിന്നെ വൈശാലി സ്തൂപയൊക്കെ പിന്നെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ഓക്കെ, പിന്നെ കുംഭ്രഹാര എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നീട് ഹാൾ ഉണ്ടാക്കിയെന്നുള്ളത്. ഇനി മനസ്സിലാക്കാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫസ്റ്റ് ബാരബാര കേവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അത് അശോകനാണ് ഉണ്ടാക്കിയത്. അത് അജീവിക സെക്റ്റിന് വേണ്ടിയാണ് കൊടുത്തത്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരാണ്, ബിന്ദുസാര അജീവിക സെക്റ്റിൻ്റെ പാർട്ടായി നമ്മൾ പറഞ്ഞതാണ്. അടുത്ത് നാഗാർജുന കേവ് ദശരഥാണ്, അതായത് അശോകൻ്റെ മകനാണ് ഉണ്ടാക്കിയത്. അത് അജീവിക സെക്റ്റിലാണ്, അതും അജീവിക സെക്റ്റിനാണ് കൊടുത്തത്. പിന്നെ എയർലിയസ്റ്റ് ആയിട്ടുള്ള ബ്രിക് സ്തൂപ അജീവിക ഉണ്ടാക്കിയാണ്. ഓക്കെ, അതായത് സ്തൂപ നിർമ്മിക്കുമ്പോൾ, സ്തൂപ എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് ഉള്ള സ്തൂപകൾ മഡ് കൊണ്ട് അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ സ്തൂപയാണ്. പക്ഷേ അശോകനാണ് ആദ്യത്തെ ബ്രിക് സ്തൂപ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുക. ഇനി സ്തൂപയുടെ ആർക്കിടെക്ചറും കൂടെ പഠിച്ചിട്ട് ഈ ലെക്ചർ നടത്താം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ബുദ്ധൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടുകൾ, ഇപ്പോൾ നെയിൽസ് ആയാലും ഹെയർ ആയാലും സ്കിൻ ആയാലും ബോഡി പാർട്ടുകൾ 80 ഡിഫറെൻറ്റ് പ്ലേസുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്തൂപയിനകത്ത് നമ്മൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്തൂപയിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്ടാണ് ഇത് ഗേറ്റ് വേ അഥവാ തോരണ എന്ന് നമ്മൾ പറയും, ഈ എൻട്രൻസ് പോർഷൻ. ഓക്കെ, ഈ തോരണയിൽ തന്നെ ശുംഗ ഡൈനാസ്റ്റി, ആദ്യം മൗര്യാസാണ് ഈ തോരണ ഉണ്ടാക്കിയെങ്കിലും ഈ ശുംഗ ഡൈനാസ്റ്റിയാണ് ഈ സ്കൾപ്ചറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണ്, ശുംഗ ഡൈനാസ്റ്റിയിലുള്ള ആൾക്കാരാണ്. ഇവിടെയുള്ള ഈ സ്കൾപ്ചർ എന്താണെന്ന് വെച്ചാൽ ജാതക സ്റ്റോറി അല്ലെങ്കിൽ ബുദ്ധൻ്റെ മറ്റ് ജന്മങ്ങൾ, ബുദ്ധൻ്റെ ബോധിസത്വങ്ങളെന്ന് പറയും.
അങ്ങനെയുള്ള ബുദ്ധൻ്റെ മറ്റ് ജന്മങ്ങളിലുള്ള കഥകളെക്കുറിച്ചാണ് ഈ ഒരു ജാതക സ്റ്റോറീസിൽ പറയുന്നത്. അത് കാർവ് ചെയ്ത് വെച്ച ശുംഗ ഡൈനാസ്റ്റിയാണ് ഈ തോർണയിൽ. ഓക്കെ, പിന്നെ ഈ ഇങ്ങോട്ട് കറങ്ങി വരുന്ന ഈ ഏരിയ, റൗണ്ട് ചെയ്ത് വരാൻ പറഞ്ഞ ഏരിയ നമ്മൾ പ്രദക്ഷിണ പദം എന്ന് പറയും. ഈ പ്രദക്ഷിണ പദം ഉണ്ടാക്കിയത് അവർ തന്നെയാണ്. പിന്നെ അതുപോലെ അണ്ട, ഈ റൗണ്ടായിട്ട് ഇങ്ങനെ ഈ പോർഷൻ അണ്ട എന്ന് പറയും. ഇതിനെ ഹെർമിക എന്ന് പറയും, ഇതിനെ ഛത്ര എന്ന് പറയും. ഓക്കെ, ഇത്രയും പോർഷനിലൂടെ ഓർമ്മിച്ച് വയ്ക്കുക. ഇത് സാഞ്ചിയിലുള്ള സ്തൂപയാണ്. ഓക്കെ, സാഞ്ചിയിലുള്ള സ്തൂപ ആരാണ്? അശോകൻ തന്നെ സ്വയം നിർമ്മിച്ചതാണ് സാഞ്ചി സ്തൂപ. അവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പാർട്ടും അണ്ട ഏതാണ്, ഹെർമിക ഏതാണ്, ഛത്ര ഏതാണ്, തോർണ ഏതാണ്, പ്രദക്ഷിണ പദ ഏതാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ഉള്ള മൗര്യൻ ഡൈനസ്റ്റി. അപ്പം മൗര്യൻ ഡൈനസ്റ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മെഗസ്തനീസ് ആരുടെ കോർട്ടിലാണ് വിസിറ്റ് ചെയ്തത്? നമ്മൾ ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. അല്ല, ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടാണ് വിസിറ്റ് ചെയ്തത്. പിന്നെ ഏർലിയസ്റ്റ് ഇന്ത്യൻ കോയിൻസ് ഏത് പീരീഡിലാണ്? ഇത് കഴിഞ്ഞ ഇതുമായിട്ട് മഹാജനപദ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 6th സെഞ്ചുറിയിലാണ്, മഹാജനപദ പീരീഡിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് കോയിൻസ് 5 മാർക്ക് സിൽവർ കോയിൻസ് പന അഥവാ കർഷപ്പന നമ്മൾ കണ്ടെത്തി. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എ ആയിട്ട് വരും. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ മൗര്യൻ ഡൈനസ്റ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. എഡ്യൂക്കേഷൻ വളർത്തിയതാണോ, ടെററിസ്റ്റുകൾ സിന്ധിൽ നിന്ന് പഞ്ചാബിൽ നിന്ന് കളഞ്ഞതാണോ, ലാൻഡ് ടാക്സ് കൊണ്ടുവന്നതാണോ, ഡീസെൻട്രലൈസേഷൻ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ് ഡീസെൻട്രലൈസേഷനാണ് മൗര്യൻ ഡൈനസ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അതാണ് ആൻസർ ഡി. അടുത്ത് മാച്ച് ദി ഫോളോയിങ്. മാച്ച് ദി ഫോളോയിങ്ങിൽ ഞാൻ ഇന്നലെ പഠിപ്പിച്ച ഒരു കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ ഞാൻ ബുദ്ധിസവും ജൈനിസവും പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞതാണ്. ഋഷഭ് നാഥിൻ്റെ മകനായിട്ടുള്ള ഗോമതേശ്വര അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു, ലോർഡ് ബാഹുബലി സ്റ്റാച്ചു ശ്രാവൺ ബേൽഗോളയിൽ ഉണ്ടെന്ന് പറഞ്ഞാണ്. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ആദ്യം ക്വസ്റ്റ്യൻ നോക്കി പോസ് ചെയ്ത് നിങ്ങൾ സ്വയം ആൻസർ ചെയ്ത് നോക്കുക, നിങ്ങൾ പഠിച്ച് വെച്ചിട്ട്. എന്നിട്ട് മാത്രം എൻ്റെ എക്സ്പ്ലനേഷൻ കാണാം. എന്നാൽ മാത്രമേ ഈ സെക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ ശ്രാവൺ ബേൽഗോള, ലോർഡ് ബാഹുബലി, ഇത് മാത്രം നമുക്ക് കിട്ടിയാൽ മതി ആൻസറിലെത്താൻ ഓപ്ഷൻ വെച്ചിട്ട് സി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ബാക്കി നോക്കുക. എ എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് റോപ്പാർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് വില്യം ബെൻഡിക്കും രഞ്ജിത് സിംഗ് എന്ന് പറഞ്ഞാൽ മോഡേൺ ഇന്ത്യ നമ്മൾ പഠിക്കും. അദ്ദേഹം സിക്കിൻ്റെ കിങ് ആണ്. പഞ്ചാബിലുള്ള സിക്കുകളുടെ കിങ് ആണ് രഞ്ജിത് സിംഗ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹവും വില്യം ബെൻഡിക്കുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ്, ഒരു ട്രീറ്റി ഓഫ് അലയൻസ് നടക്കുന്ന സ്ഥലമാണ് റോപ്പാർ എന്ന്. അപ്പോൾ കുമാരഹാർ എന്ന് പറഞ്ഞാൽ മൗര്യൻ എംപയറിൻ്റെ ഇൻഫോംസ് ഒക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റാണ് കുമാരഹാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഐഹോൾ എന്ന് പറയുന്നത് എന്താണ്? ചാലൂക്യൻ ആർക്കിടെക്ചർ, ചാലൂക്യൻ എംപയറിനെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് പോകാൻ പഠിക്കും. ചാലൂക്യൻ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ശ്രാവൺ ബേൽഗോള എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അശോകൻ്റെ പേര് എന്താണ് അദ്ദേഹത്തിന് ഇൻസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നത്? അശോകൻ്റെ പേര് നമ്മൾ പറയാം ദേവം പിയദാസി എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പേര്, പിയദാസി. ഓക്കെ, അടുത്ത് ഇതിലേതാണ് തെറ്റ് എന്ന് പറയുന്നുണ്ട്. അശോകൻ ഇൻസ്ക്രിപ്ഷൻ സ്റ്റോൺ പില്ലറുമായിട്ട് ബന്ധപ്പെട്ട് അശോകൻ്റെ ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള പില്ലറാണ്, ശരിയാണ്. മോണോലിത്തിക്കാണ്, ഒറ്റ കല്ലാണ് ഉണ്ടാക്കിയത്, അത് ശരിയാണ്. ഈ ഷാഫ്റ്റ് ടാപ്പറിങ് ആയിരുന്നു, ഇങ്ങനെ വന്നിട്ട് കുറേ മൃഗങ്ങളുടെ ഒരു കൂർത്തായിട്ട് പോകും, അത് ശരിയാണ്. ഓക്കെ, ഷാഫ്റ്റ് ടാപ്പറിങ് ആയിരുന്നു പില്ലറുകളുടെ. പിന്നെ അടുത്ത ആർക്കിടെക്ചർ സ്ട്രക്ചർ ആയിരുന്നു. ഇത് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ഇത് ഉണ്ടാക്കിയത്. അദ്ദേഹം പില്ലർ ഉണ്ടാക്കിയതിനാണ് ധമ്മ സ്പ്രെഡ് ചെയ്യാനാണ്. ടു സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് ധമ്മ സ്പ്രെഡ് ചെയ്യാൻ. ഇത് നമുക്ക് എന്താ ആർക്കിടെക്ചർ തന്നെയാണല്ലോ എന്നാലും എന്ന് പറയാം. പക്ഷേ ആർക്കിടെക്ചറിന് വേണ്ടിയല്ല ഉണ്ടാക്കിയ, നമുക്ക് ധമ്മ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. വേണമെങ്കിൽ നമുക്ക് പറയാം ആർക്കിടെക്ചർ സ്ട്രക്ചേഴ്സ് തന്നെയാണ്. പക്ഷേ UPSCയുടെ ആൻസർ കീഴിൽ നമുക്കിതാണ് ആൻസർ. UPSC എങ്ങനെയാണ് ആൻസറുകൾ അപ്രോച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രമേ നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ഇവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്ത ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ചൂസ് ചെയ്യാം, വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങനെ ചിന്തിക്കരുത്. ചിലപ്പോൾ ഇത് നമുക്ക് ഡൗട്ട് വരാം, ഷാഫ്റ്റ് ടാപ്പറിംഗ് ആണോ? പക്ഷേ ഷാഫ്റ്റ് ടാപ്പറിംഗ് ആണ്. കാരണം മൃഗങ്ങളുടെ അറ്റങ്ങൾ ടാപ്പറിംഗ് ആയിട്ട് വരുന്ന ഒരു ഐഡിയ തന്നെ എടുത്താൽ നിങ്ങൾ ഷാഫ്റ്റിൻ്റെ അറ്റം ടാപ്പറിംഗ് ആണ്. ഓക്കെ, അടുത്ത് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, എന്നാലും നമുക്കത് ചെയ്യാം. ഞാൻ പറഞ്ഞതാണ് മുദ്ര രാക്ഷസ എന്ന വിശാഖദത്തൻ്റെ ഒരു ബുക്കാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ വിശാഖദത്തിൻ്റെ വേറൊരു ബുക്കും കൂടെ ഉണ്ട്, ദേവി ചന്ദ്രഗുപ്തം. അപ്പോൾ B4 ആണ്. B4 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല, 2 ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് വിശാഖദത്ത, ദേവി ചന്ദ്രഗുപ്തം. അടുത്ത വരാഹമിഹിര, ബൃഹത്സംഹിത. C3 അല്ല A3 ആയിട്ടുള്ള 2 A3 തന്നെയാണ്. ഇത് 2 A3 തന്നെയാണ്, B4 തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ച് എത്താൻ പറ്റില്ല. അപ്പോൾ 2 കിട്ടി. അടുത്ത ശൂദ്രക ഏതാണെന്ന് നോക്കാം. ബിൽഹാന D5 ഇതാണ്. ബിൽഹാന ഇതാണ് ഏത്? വിക്രമദേവ ചരിതയാണ്. അപ്പോൾ ബിൽഹാന വിക്രമദേവ ചരിതയാണ്. അപ്പം നമുക്ക് ഏത് കിട്ടി? ആൻസർ ഇതായിട്ട് കിട്ടി. C2 ആണ്. C എനിക്ക് ഡൗട്ട്. അതാണ്
സി ശൂദ്രക മൃച്ചിക കന്തികം. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് ബുക്കുകൾ ഫിലോസഫി എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ കുറച്ചുകൂടെ നോക്കുമെങ്കിലും കൂടുതൽ ഇവിടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. ഓക്കെ, അടുത്ത് അശോകൻ ഇൻസ്ക്രിപ്ഷൻ ഡെസിഫർ ചെയ്ത ആരാണ്? ബ്രഹ്മി സ്ക്രിപ്റ്റും ഖരോഷ്ടി സ്ക്രിപ്റ്റും ഡെസിഫർ ചെയ്ത ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതാരാണ്? ജെയിംസ് പ്രിൻസപ്പാണ്, നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഏത് ഇൻസ്ക്രിപ്ഷനിലാണ് സ്വന്തം പേര് മെൻഷൻ ചെയ്തിരിക്കുന്നത്? അത് മൈനർ റോക്ക് ഇൻസ്ക്രിപ്ഷനിലെ മസ്കിയിലാണ് സ്വന്തം പേര് അവിടെ അടിച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, മസ്കി, അത് ഓർത്ത് വെച്ചിരിക്കുക. അതേ വർഷം തന്നെ ഒരു ക്വസ്റ്റ്യൻ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഏതടുക്കിലാണ് പേഴ്സണൽ നെയിം അശോകൻ്റെ ചോദിച്ചതെന്ന്? മസ്കിയാണ്, ഡി ആണ് ആൻസർ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. മസ്കി അല്ലാതെ ഗുർജാറ, നെട്ടൂര്, ഉഡേഗോളം ഇങ്ങനെയുള്ള 4 സ്ഥലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്? അശോകൻ്റെ പേഴ്സണൽ നെയിം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 സ്ഥലങ്ങൾ നിങ്ങൾ നോട്ടിൽ അടയാളപ്പെടുത്തി വയ്ക്കുക. പ്രീവിയസ് ഇയറിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. മസ്കിയിൽ മാത്രമല്ല ഗുർജാറ, നെട്ടൂർ, ഉഡേഗോള എന്ന് പറഞ്ഞ 4 സ്ഥലങ്ങളിലും അശോകൻ്റെ പേഴ്സണൽ നെയിം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത നോക്കാനുള്ള എന്താണ്? ലോത്തൽ എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ ഡോക്യുമെൻ്റ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നോക്കിയാണ്. സാരനാഥാണ് ആദ്യത്തെ പ്രഭാഷണം ബുദ്ധൻ്റെ നടന്നത്. അത് ശരിയാണ്. രാജഗർ ലാൻഡ് ക്യാപിറ്റൽ ഓഫ് അശോക, തെറ്റാണ്. ലാൻഡ് ക്യാപിറ്റൽ ഓഫ് അശോക എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സാരനാഥാണ് കേട്ടോ, അത് സാരനാഥാണ്. പിന്നെ നളന്ദ എന്താണ്? ഗ്രേറ്റ് സീറ്റ് ഓഫ് ബുദ്ധിസ്റ്റ് ലേണിംഗ്, അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അസേർഷൻ എന്താണ്? അശോകൻ്റെ റോക്ക് എഡിക്റ്റുകൾ സോഷ്യൽ ഹാർമണി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഉള്ളത്. ഓക്കെ, അത് റിലീജിയസ് ഡിവോഷന് വേണ്ടിയിട്ടല്ല, അതിനേക്കാളും സോഷ്യൽ ഹാർമണി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണുള്ളത്. അത് ശരിയാണ്. അടുത്ത് ഹീ സ്പ്രെഡ് ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഒരു റിലീജിയനെ പ്രൊമോട്ട് ചെയ്യാതെ ഇക്വാലിറ്റിയുടെ ഐഡിയാസാണ് പ്രൊമോട്ട് ചെയ്തത്. അതും ശരിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അസേർഷൻ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആൻസർ എ ആണ്. കാരണം എന്താണ്? അദ്ദേഹത്തിന് ഒരു മതത്തിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകാമെന്നല്ല, എല്ലാവരും ഒരുമിച്ച് അഡ്മിനിസ്ട്രേഷൻ പീസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മതത്തിനും സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അദ്ദേഹം ഇക്വാലിറ്റിയുടെയും സോഷ്യൽ ഹാർമണിയുടെയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഓർക്കുക. അശോകൻ്റെ ഏത് മേജർ റോക്ക് അഡിക്റ്റിലാണ് എന്താണ് സംഗം കിങ്ഡത്തിനെ കുറിച്ച് പറഞ്ഞതെന്നുള്ള ഇതാണ് ആൻസർ, സി ആണ്. ഇത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ ഇതിങ്ങനെയായിട്ട് വീടായിട്ടുള്ള ചിലപ്പം ചോദിക്കും. ഇങ്ങനെ ചോദിക്കുക ഇനി ചാൻസ് കുറവാണ്. ഓക്കെ, അടുത്ത് അസേർഷൻ റീസൺ. അടുത്തത് അശോക കലിംഗ അനക്സ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അശോകയാണ് കലിംഗ അനക്സ് ചെയ്തത്, ശരിയാണ്. കലിംഗ കൺട്രോൾ ലാൻഡ് ആൻഡ് സീ ട്രേഡ് റൂട്ട്സ് സൗത്ത് ഇന്ത്യ. അത് ഞാൻ പറഞ്ഞാണ്, കലിംഗ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡ് റൂട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കലിംഗയെ അശോകൻ പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതും എ ആണ് ആൻസർ. രണ്ടും അസേർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്. അതുപോലെ തന്നെ റീസൺ അസേർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അടുത്ത് 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിൽ കനിഷ്കൻ്റെ സമയത്ത് ആരായിരുന്നു അവിടുത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നുണ്ട്? അത് വാസുമിത്രയാണ്. ഓൾറെഡി ബുദ്ധിസം ജൈനിസം ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്തതാണ്. ഓക്കെ, ഇതൊരു എക്സ്ട്രാ ടോപ്പിക്കാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ലീവ് ചെയ്യുക. ഇത് അടുത്ത ടോപ്പിക്കാണ്. അങ്ങനെ ഒരു പോയിൻ്റ് നമുക്ക് അറിയായിരിക്കും. അതായത് എന്താണ്? ലാസ്റ്റ് മൗര്യൻ റൂളറായിട്ടുള്ള ബൃഹദ്രഥയെ കൊന്നുകൊണ്ട് പുഷ്യമിത്ര ശുംഗനാണ് കീഴടക്കുന്നത്. അങ്ങനെ ശുംഗ ഡൈനസ്റ്റി വരെ നമ്മൾ വായിച്ചതാണ്. അത് ശരിയാണ്. അടുത്ത 2 പോയിൻറ്റ് ശരിയാണ്. അത് ശുംഗ ഡൈനസ്റ്റിയുടെ ലാസ്റ്റ് റൂളറായിട്ടുള്ള ദേവഭൂട്ടി അസാസിനേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററായിട്ടുള്ള വസുദേവ കാൺവയാണ്. അങ്ങനെ കാൺവ ഡൈനസ്റ്റി വരും. പിന്നെ കാൺവ ഡൈനസ്റ്റിയുടെ അവസാനത്തെ ആളിനെ ആന്ധ്രാസാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ആന്ധ്ര വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ ആൻസർ 1, 2, 3 ആണ്. എന്നാലും നമുക്കൊന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ പിന്നെ നോക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ശ്രേണി അഥവാ ഗിൽഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവർ പറയുന്നത് പറഞ്ഞാൽ എല്ലാ ഗിൽഡിനും ഒരു സെൻട്രൽ അതോറിറ്റിയുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് ശരിയാണ്, രാജാവുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് രാജാവാണ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്റേണൽ ഓട്ടോണോമി ആർക്കാണ്? ശ്രേണീസ് അഥവാ ഗിൽഡുകാർക്ക്. ഗിൽഡ് ഞാൻ പറഞ്ഞു മർച്ചൻ്റ് ഓർഗനൈസേഷൻസ് അവർക്കാണ് കിട്ടുകയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പക്ഷേ ബാക്കി 2 ശരിയാണ്. കാരണം വേജ്, റൂൾസ് ഓഫ് വർക്ക് ബാക്കിയെല്ലാം ഗിൽഡിന് അങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള അധികാരം കിട്ടും. ഇങ്ങനെ ഗിൽഡിന് അതുപോലെ ജുഡീഷ്യൽ പവേഴ്സ് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. അതുകൊണ്ട് സി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 17 ആൻസർ സി. അടുത്ത് 18 എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ അശോകൻ്റെ റോക്ക് എഡിക്റ്റൊക്കെ ഡെസിഫർ ചെയ്ത് ഈ ഖരോഷ്ടി ബ്രഹ്മി സ്ക്രിപ്റ്റൊക്കെ ഡെസിഫർ ചെയ്ത ആരാണ്? ജെയിംസ് പ്രിൻസപ്പാണ്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇത് റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത് രണ്യ അശോക എന്ന് ഏത് ഇൻസ്ക്രിപ്ഷനിലാണ് പേര് എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കങ്കനഹള്ളി ഇൻസ്ക്രിപ്ഷനിലാണ് ഇത് എഴുതിയെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, രണ്യ അശോക എന്ന് പറഞ്ഞ പേര് കിങ് അശോക അഥവാ രണ്യ അശോക എന്ന് എഴുതിയതിലെന്ന് വെച്ചാൽ കങ്കനഹള്ളി ഇൻസ്ക്രിപ്ഷനിലാണ്. അതുപോലെ തന്നെ അടുത്ത് മനസ്സിലാക്കാനുള്ളത്, ഒരു സെക്റ്റുകളെ പ്രൈസ് ചെയ്യുന്ന ഒരാൾ എക്സസീവ് ഡിവോഷനിലേക്ക് അത് പോവും. അതിനെ ബ്ലെയിം ചെയ്ത ആരെന്നാണ് പറയുന്നത്? അശോകൻ. കാരണം അശോകൻ ഒരു സെക്ടറെയും എന്ത് ചെയ്യുന്നില്ല, എക്സസീവ് ഡിവോഷൻ കൊടുക്കുന്നില്ല. അദ്ദേഹം ഇക്വാലിറ്റി സോഷ്യൽ ഹാർമണിയാണ് അദ്ദേഹം പ്രചരിച്ചത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. അടുത്തെന്താണ്?
കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം വെച്ചിട്ട് ഇതിലേതാണ് ശരിയെന്ന് പറയുന്നുണ്ട്. എ പേഴ്സൺ കുഡ് ബി എ സ്ലേവ് ആസ് എ റിസൾട്ട് ഓഫ് ജുഡീഷ്യൽ പണിഷ്മെൻറ്റ് കൊടുത്ത് ഒരാളെ സ്ലേവ് ആക്കാൻ പറ്റും. ശരിയാണ്. ഒരു ഫീമെയിൽ സ്ലേവ് അദ്ദേഹത്തിൻ്റെ മാസ്റ്ററിന് ഒരു സൺ ഉണ്ടായാൽ അവൾ ഫ്രീ ആവുമെന്ന് പറയുന്നത് അത് ശരിയാണ്. ഓക്കെ, മാസ്റ്ററിന് സൺ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ ഫ്രീ ആവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഫീമെയിൽ സ്ലേവിന് ഒരു മാസ്റ്ററുമായിട്ടൊരു സൺ ഉണ്ടാവണേ ആ സണ്ണിന് മാസ്റ്ററിൻ്റെ എല്ലാ റൈറ്റ്സും കിട്ടും. അത് രാജാവാണെങ്കിൽ രാജാവിൻ്റെ എല്ലാ റൈറ്റ്സുമാണ് ആ സണ്ണിന് കിട്ടാൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ അത് ശരിയാണ്. ഇതാണ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലെ സ്ലേവിൻ്റെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി UPSC ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ D ആണ് ആൻസർ. ഓക്കെ, ഏകദേശം 20-21 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ തന്നെയാണ് UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ വീഡിയോ തന്നെ റിവൈസ് ചെയ്യുക. എക്സ്ട്രാ ഫാക്റ്റുകളെല്ലാം ഞാൻ ആഡ് ചെയ്ത് തന്നെയാണ് ഒരു പറഞ്ഞത്. അതുകൊണ്ട് ഇത് തന്നെ നിങ്ങൾ 2-3 പ്രാവശ്യം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്